കേൾക്കാനും പറ്റുന്നുണ്ടെങ്കിൽ ആദ്യം കമന്റ്സിൽ അതൊന്ന് പറയാനേടാ. കാണാൻ പറ്റുന്നുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ടെന്നാണെങ്കിൽ സാർ ഒന്ന് സെറ്റ് ആക്കണേ. എനിക്ക് കാണുന്നില്ല. കാണുന്നില്ലേ? എന്ത് പറ്റി? ഒന്നും പറ്റില്ലല്ലേ? എടാ കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞ കമന്റ്സ് തന്നെ. കമന്റ്സ് ഇങ്ങനെ ഇരിക്കണേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വരുന്നുണ്ട്. ഹലോ എടാ, നിങ്ങൾ ഞങ്ങളെ ഒന്ന് വല്ലാതെ അങ്ങ് പേടിപ്പിച്ച് വല്ലാണ്ടായി. എന്താണ് വല്ലാതെ അങ്ങ് ഇല്ലാണ്ടായി പോയി. ഓക്കെ, ഗുഡ് ഈവനിങ്. ഒന്ന് അവരുടെ കൗണ്ട് ഒന്ന് കാണണേ. ഓക്കെ, അപ്പൊ അതിന് മുൻപായിട്ട് ആദ്യം ചെയ്യേണ്ടത്, ഓക്കെ ഞാനിങ്ങനെ മെല്ലെ സെറ്റായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതിന് മുൻപ് നിരത്തി പിടിച്ചങ്ങ് ഷെയർ ചെയ്യാം. ഇത്രയൊന്നുമല്ല, നിങ്ങൾ കൊമേഴ്സുകാരെന്നുള്ളത് ഞങ്ങൾക്ക് നല്ല വൃത്തിയായിട്ടും ശക്തമായിട്ടും, വൃത്തിക്ക് ശക്തിയായിട്ട് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് മാക്സിമം നന്നായി തന്നെ ഷെയർ ചെയ്തോ, ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞോ. ഇനി നമുക്ക് ബിസിനസ് സ്റ്റഡീസ് പഠിക്കാൻ വേറെ ഒരു ചാൻസ് ഇല്ല. ഇന്ന് ലാസ്റ്റ് ആണ്. നാളെ രാവിലെ നമ്മൾ മോർണിംഗ് ബൂസ്റ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ പോയി അങ്ങോട്ട് എഴുതണം. അപ്പൊ ഇന്ന് പഠിക്കാൻ പറ്റിയ ടൈമാണ്. ഓക്കെ, നല്ല പറ്റിയ സമയമാണ് ഇന്ന് പഠിക്കാനായിട്ട്. അതുകൊണ്ട് വേഗം അങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? കാണുന്നുണ്ടോ? സെറ്റ്. അപ്പൊ നമ്മുടെ 50 ഷുവർ ക്വസ്റ്റ്യൻസ് ആയിട്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്. നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൽ എന്താണെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കേണ്ട, അല്ലെ നിങ്ങളോട് ചോദിക്കാൻ പോസിബിലിറ്റീസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇന്ന് ഇൻക്ലൂഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ത്രൂ നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, സാധാരണ നമ്മൾ കഴിഞ്ഞ നമ്മുടെ മെഗാ മാരത്തോൺ ഉണ്ടായിരുന്നു, ഒരു 7 മണിക്കൂറിൻ്റെ ലൈവ്. ഓക്കെ, പക്ഷെ ആ 7 മണിക്കൂർ ഞങ്ങളുടെ കൂടെ കട്ടയ്ക്ക് നിന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ പലരും. അപ്പോൾ അതുകൊണ്ട് ഒന്നും അറിയില്ല, പേടിക്കേണ്ട. ഒന്നും അറിയില്ലെങ്കിൽ എന്താ, നമ്മൾ ഇന്നത്തോടു കൂടെ പഠിക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് നമ്മൾ വെറുതെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക മാത്രമല്ലല്ലോ, ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസറും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ആൻസർ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വൃത്തിയായിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, പക്ഷെ എന്തെങ്കിലും പഠിക്കണം, വെറുതെ കേട്ടിരിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ആ 7 മണിക്കൂർ ലൈവിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ഓണം എക്സാമിന് ചാപ്റ്റർ 1 മുതൽ സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ് വരെ നമ്മൾ ഒന്നേന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ലൈവ് കണ്ട ആരെങ്കിലും ഇന്ന് ലൈവിലുണ്ടോ? യദുസാറ് നിങ്ങൾക്കുള്ളൊരു സാധനമായിട്ട് ഓടിപ്പടഞ്ഞ് എത്തിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല, ഓടി വന്നതിന്റെ ക്ഷീണം അങ്ങ് തീർക്കാം. ഓക്കെ, അതെ, 50 ഷുവർ ക്വസ്റ്റ്യൻസ്, കംപ്ലീറ്റ് ചാപ്റ്റർ, ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള ഫുൾ ക്വസ്റ്റ്യൻസ്. പിന്നെ അത് മാത്രല്ല, ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടിയാണല്ലേ, ഞങ്ങൾ കയ്യിന്നിട്ട ക്വസ്റ്റ്യൻസ് അല്ല, കംപ്ലീറ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 7-8 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടി പറ്റും. കാരണം അതിന് മുൻപത്തത് എടുക്കാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ പോർഷൻസ് ഒക്കെ അതിലില്ല. ഓക്കെ, കട്ട് ചെയ്ത സിലബസ് മാറുന്നൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ വെറുതെ മാറിയ സിലബസിന്റെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് 7 വർഷത്തിനടുത്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എടുത്തിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ ആദ്യം യദുസാർ ആയിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഇടയിൽ വരുന്നതായിരിക്കും. സാർ ടയേർഡൊന്നും ആവില്ല, സാർ വന്ന് പുലി അങ്ങനെ ഇങ്ങനെ ഇപ്പൊ തന്നെ ഓടി വന്ന് ചുമച്ച് കെതച്ച് അവിടെ ഇരിക്കുകയായിരുന്നു. പക്ഷെ പല്ല് കൊഴിഞ്ഞ സിംഹം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് എന്തേ സാറായിരിക്കും ആദ്യം ക്ലാസ് എടുക്കുക. അതിന് ശേഷമായിരിക്കും ഞാൻ വന്നിട്ട് ബാക്കി പോർഷൻസ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ജിഷാമിസ് വന്നിട്ടുണ്ട് നിങ്ങളെ കാണാനായിട്ട്. മിസ് കടന്നു വരും, ഗോദയിലേക്ക് കടന്നു വരും മിസ്. അതെ സർ, പ്രഡിക്റ്റ് ചെയ്യേ. അതൊക്കെ ഒന്ന് പ്രഡിക്റ്റ് ചെയ്യല്ലേ? പ്രഡിക്റ്റ് ചെയ്യൂ. +1. റോങ് തമ്പനയിലോ ഒരു ചെറിയ മിസ് ഇത് അക്കൗണ്ടൻസി എക്കണോമിക്സ് അല്ലാന്ന് കേട്ടാ. മോണിക്ക ഡാൻസ് മോർണിംഗ് ബൂസ്റ്ററിന്റെ ലിങ്കിലാണ് നമ്മളിപ്പോ. നമ്മള് മോർണിംഗ് ആണ്. ഒന്നും പേടിക്കണ്ട, നമ്മൾ തപ്പുന്നതിനെ പറ്റി. ഓക്കെ, ആ ലൈവ് കണ്ട് A+ കിട്ടുമോ? പിന്നെ അല്ലാണ്ട് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും നമുക്ക് തന്നെ ഇതന്നെയാണല്ലോ. അതോടൊരു കുഴപ്പമില്ല. ഡാൻസ് വേണ്ടെന്ന്.
എല്ലാ മക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ എല്ലാരും. യെസ്, മറ്റൊക്കെ മറ്റേ അതിൽ പോയി ഇരിക്കുന്നുണ്ടാവും പല കുട്ടികളും. എവിടെ ഇത് മോർണിംഗ് ബൂസ്റ്ററിന്റെ ലിങ്കാണ്, ഐ മീൻ ലൈവാണ്. അവിടെയാണ് നമ്മൾ കോപ്പി ചെയ്ത് ലൈവ് കയറിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അല്ല പേടിക്കാന്നില്ല, അത് നമ്മൾ മാറ്റും. ഇപ്പൊ മാറ്റും. ഫ്രണ്ട്സിനോടൊന്ന് പറഞ്ഞേട്ടാ. ഞാൻ പറഞ്ഞില്ലേ യദു സാറ് വന്ന് ടെക്നോളജിയില് പെരിയ മനുഷ്യൻ. ആ വലിയ കഴിവാണ് നിങ്ങൾ ഇവിടെ ഇപ്പൊ കണ്ടത്. ചെറിയൊരു കൈവതം നാട്ടിക്കരുത്. നിങ്ങൾ കൂടുതൽ പറഞ്ഞ് അവര് പുതിയതായിട്ട് പഠിക്കേണ്ട സമയത്ത് വരുന്ന പിള്ളേരുണ്ടാവും. എങ്ങനെയാണ് മാറിയ കിടക്കുന്നത്? നമുക്കോ ലിങ്ക് മാറിപ്പോയി, നിങ്ങൾക്ക് അത് മാറാൻ പാടില്ല. അതെ, അക്കൗണ്ടൻസി അത് തെറ്റ്. വേഗം സ്റ്റാർട്ട് ചെയ്യോ. പഠിക്കാൻ എന്താ എന്താ സാർ എന്താ എന്നെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ? എന്താണ് നാളത്തെ ലൈവാണത്. ഐ മീൻ നാളത്തെ ലൈവാണത്. ഞാൻ അങ്ങനെയാണെങ്കിൽ സാറിന് എന്തെങ്കിലും ഒന്ന് ചെയ്ത് എനിക്കൊന്നും ചോദിക്കാനില്ല. ഞാൻ പിള്ളേരെ കിട്ടണം. അത് കിട്ടും, അപ്പോഴത്തെ ഞാൻ എത്തിച്ചിരിക്കും. ഓക്കെ, അയ്യോ ലിങ്ക് നമ്മുടെ മക്കള് കൊറേ ആൾക്കാരെ. യെസ്, മക്കളെ. യെസ്, ഹലോ 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 റെഡോ മിസ്, ഓടിവാ. ഒന്നുമില്ല. ഓക്കെ, റെഡി മക്കളെ. അപ്പോൾ നമ്മള് യെസ് മോർണിംഗ് ബൂസ്റ്ററിന്റെ അക്കൗണ്ടൻസിന്റെ ഏതോ ഒരു ലിങ്കിൽ കയറിയിട്ടാണ് നമ്മൾ ഈ ഒരു ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇപ്പോൾ പറ്റിയിട്ടുള്ള ഒരു മിസ്റ്റേക്ക്. അപ്പോൾ നമ്മളത് ടെക്നിക്കലി അത് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ കുട്ടികളുടെ എണ്ണം കുറച്ച് കുറവായിരിക്കും. അതുകൊണ്ട് വേഗം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ മക്കളെ, എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. യെസ്, ലിങ്ക് ഇതാണ് എന്നൊന്ന് പറഞ്ഞേ. വേഗം. യെസ് വരുന്നുണ്ട് കുട്ടികളൊക്കെ വരുന്നുണ്ട്. യെസ് മക്കളെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. ഓ ഗുഡ് മോർണിംഗ്. ഓ സാറിനിട്ട് ആക്കിയതാണല്ലേ. ഓക്കെ ഗുഡ് മോർണിംഗ്. യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം മക്കളെ. അപ്പൊ നമുക്ക് ആദ്യം രേണു മിസ് വരുന്നവരെ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് തുടങ്ങാം. സാധാരണ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നല്ലേ തുടങ്ങാറ്. ഇത് നമുക്കൊരു വെറൈറ്റിക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ സെക്കൻഡ് ചാപ്റ്ററിലെ ബിസിനസ് തൂക്കും. ഓക്കെ സെറ്റ്. അത് നമുക്ക് കേട്ടാ മതി. ഓക്കെ, ഓരോ പണി ഒപ്പിച്ച് വെച്ചിട്ട് അതെ എന്ത് ചെയ്യാനാ, ഒരു കയ്യബദ്ധം കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഓടിയപ്പോ പറ്റിപ്പോതല്ലേ. നിങ്ങളൊന്ന് ക്ഷമിക്കി. എന്താണോ ഒരു അബദ്ധമൊക്കെ ഏത് പോലീസ് ചെയ്യാൻ പറ്റൂലേ, അത് നിങ്ങൾക്ക് അറിയുന്നല്ലേ. ഓക്കെ സെറ്റ് റെഡി. വൺ സെക്കൻഡ് സാർ ഒന്ന് നോക്കട്ടെ ഏതാ ലൈവ് ഇപ്പോൾ വർക്ക് ആകുന്നത്. യെസ്, നമുക്ക് ഫോംസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. മക്കളെ, നമ്മളെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ്. യെസ്, വൺ സെക്കൻഡ്. ഓ യെസ്. ഇപ്പൊ ഏത് ലൈവാണ് പോകുന്നത് സാർ ഒന്ന് നോക്കട്ടെ കറക്റ്റ് ഏതാണ് കയ്യബദ്ധം പറ്റിയിട്ടുള്ളത്. ഓ മൈ ഗോഡ്, എന്താ ചെയ്യാം. യെസ് ഓൾറെഡി ഉള്ള ഒരു അതവിടെ 24 ആൾക്കാർ വെയിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഓക്കെ സെറ്റ്. ഇപ്പോൾ മനസ്സിലായി ഏതാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ റെഡി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നേരം വയ്ക്കുന്നില്ല മക്കളെ. യെസ്, നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ നിങ്ങൾക്ക് വെയിറ്റേജ് വെച്ച് നോക്കുന്ന സമയത്ത്
12 മാർക്കോളം വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ് നമ്മുടെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളിപ്പോ ഈ ഒരു ക്രിസ്മസ് എക്സാം ടൈമിൽ, ഓക്കെ, ക്രിസ്മസ് എക്സാം ടൈമിൽ യെസ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ സെക്കൻഡ് ടേം എക്സാമുകൾക്കാണ്, അവിടെയുള്ള ചാപ്റ്ററുകൾക്കാണ്. ഓക്കെ, പക്ഷേ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. പക്ഷെ എന്താണ്, കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും സാധാരണ വരാറുള്ളത് നമുക്ക് എന്താ ഇത്തവണ പ്രതീക്ഷിക്കേണ്ട, പക്ഷെ പഠിച്ചിരിക്കണം. ഓക്കെ, എന്ന് വെച്ചിട്ട് ഈ ചാപ്റ്റർ അങ്ങോട്ട് സ്കിപ്പ് ചെയ്യാന്നല്ല, നമുക്ക് പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്, ശ്രദ്ധിച്ചോ. നെയിം ദ ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ് ഇൻ ദ ഫോളോയിങ് കേസസ്. ഈ കേസുകളിലെ പാർട്ട്നേഴ്സിന്റെ പേരൊന്ന് പറഞ്ഞേ. ഒന്നാമത്തെ എന്താ, എ പാർട്ട്ണർ ഹു പ്രസൻസ് വിത്ത് ദ ഫേം ഈസ് അൺനോൺ ടു ദ ജനറൽ പബ്ലിക്. ഓക്കെ, ഒന്ന് പറഞ്ഞേ, ഒരു പാർട്ട്ണറെ എങ്ങനെയാണ്, ഈ ഒരു പാർട്ട്ണറെ എങ്ങനെയാണ് നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് പബ്ലിക്കിലേക്ക്? അൺനോൺ ആയിട്ട്. ഓക്കെ, ഇത് ഏത് ടൈപ്പ് പാർട്ട്ണർ ആണ് എന്നൊന്ന് പറയോ? യെസ്, ഒന്ന് പറഞ്ഞേ മക്കളെ, ഒന്ന് പറഞ്ഞേ. എന്തായാലും ഒന്നും മിണ്ടാത്തെ വൈ? അതെ, യെസ്, ഏത് പാർട്ട്ണറാണ്? അതെ, സീക്രട്ട് പാർട്ട്ണർ ആണ്. കറക്റ്റ്, സീക്രട്ട് പാർട്ട്ണർ ആണ്. യെസ്, ഓക്കെ, സെറ്റ് അല്ലേ? ഓർത്ത് വെക്കണേ. അങ്ങനെയെങ്കിലും അടുത്ത് നോക്കിക്കോ, എ പാർട്ട്ണർ ഹു ഡസ് നോട്ട് ടേക്ക് എനി പാർട്ട് ഇൻ ദ മാനേജ്മെന്റ് ഓഫ് ദ ഫേം. ഓക്കെ, അതാരാ? ഇത് ഏത് പാർട്ട്ണറാ? കൃത്യ 50 ഒന്നല്ല, 50ന്റെ മുകളിലൊക്കെ പോകാൻ സാധ്യതകളുണ്ട്. ഓക്കെ, കാരണം നമുക്ക് 50 വെച്ച് നോക്കുകയാണെങ്കിൽ 50 എന്ത് ഓക്കെ, ഏത് പാർട്ട്ണർ അത്? ഹു ഡസ് നോട്ട് ടേക്ക് ഇൻ ദ മാനേജ്മെന്റ്. ഓക്കെ, പാർട്ട് ഇൻ ദ മാനേജ്മെന്റിൽ പാർട്ട് അല്ലാത്ത ആള് അല്ലെ? ആരാണ്? യെസ്, സ്ലീപ്പിംഗ് പാർട്ട്ണർ ആണ്. യെസ്, സ്ലീപ്പിംഗ് പാർട്ട്ണർ ആണ്. മക്കളെ നിങ്ങൾ പേടിക്കണ്ട, കുറെ ടൈം ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻസ്, ഈ ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഈ സെയിം ക്വസ്റ്റ്യൻ നാളെ കാണാം എന്നല്ല അതിന്റെ അർത്ഥം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നിട്ടുള്ള പോർഷൻസ് അത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫുൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും റിപ്പീറ്റ് ആയി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് ഇത് മിസ്സാക്കണ്ട. ഓക്കെ, സെറ്റ്. യെസ്, ഇതൊക്കെ 2-3 മാർക്കിന് വരുന്ന ടൈപ്പാണ്. പക്ഷേ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക ഏത് ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ്. നമ്മുടെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ ഇത്രയും ടൈപ്പുകൾ ഉണ്ട്. ഈ ഓരോ ടൈപ്പും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. നോമിനൽ പാർട്ട്ണർ, ആക്റ്റീവ്, പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ, സീക്രട്ട് പാർട്ട്ണർ ആൻഡ് പാർട്ട്ണർ ഹോൾഡിംഗ് ഔട്ട്. ഓക്കെ, ഇത് നിർബന്ധമായിട്ടും മക്കള് പഠിച്ചു വെച്ചിരിക്കുക. സെറ്റാണോ? ഓക്കെ ആണോ? യെസ്, ഇത് വിട്ടുപോരുതേ, ഇത് പഠിച്ചു വെച്ചിരിക്കണം. യെസ്, ഇത് ഓരോന്നും എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അങ്ങനെയെങ്കിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ബിസിനസ്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നവയിൽ HUFന്റെ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഏത് എന്നാ ചോദിച്ചിട്ടുള്ളത്. ഒന്നാം ചോദിക്കോ, സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. യെസ്, ട്രാൻസ്ഫർ ഓഫ് മെമ്പർഷിപ്പ് ഉണ്ട്. യെസ്, മെമ്പർഷിപ്പ് ബൈ ബർത്ത് ഉണ്ട്. എന്താ? യെസ്, രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി ഉണ്ട്. ഏതാണ് ഇതിന്റെ ആൻസർ? ഒന്ന് പറഞ്ഞേ. യെസ്, ഏതാണ്? യെസ്, സി ആണ് അല്ലെ? അത് നിങ്ങൾക്ക് അറിയാം. HUF ആകുമ്പോൾ എന്താണ് അവിടെ? യെസ്, ബർത്ത് കൊണ്ട് നമുക്ക് ആ ഒരു ബിസിനസ്സിൽ മെമ്പർഷിപ്പ് കിട്ടുന്നു അല്ലെ? ആ ഒരു ഫാമിലിയിൽ ജനിക്കുന്നതോടെ നമ്മൾ എന്താ? യെസ്, ആ ഒരു ഫാമിലി ബിസിനസ്സിൽ മെമ്പറായി മാറുന്നു. സെറ്റ് അല്ലേ? ഓർത്ത് വെക്കിയേ, ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ടൈപ്സ് ആയിട്ട് ചോദിച്ചിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നമ്മൾ തിയറി ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾ ഒന്ന് നോക്കുക. ഓക്കെ, സെറ്റ്. അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോ. മിസ്റ്റർ മുഹമ്മദ് ആൻഡ് മിസ്റ്റർ സാജൻ entered into an agreement to start a business to share profit. Identify the form of business they decided to start. Explain 4 merits and 3 limitations. ഓക്കെ, അപ്പൊ പറഞ്ഞു ഇത് ഏതാണ് ആ ബിസിനസ്? നമുക്ക് ഏതാണ് ഈ ബിസിനസ് എന്നുള്ളത് നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഏതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഏതാണ്? അതെ, യെസ്, എഗ്രിമെന്റ് എന്ന് കണ്ടാൽ യെസ്, അപ്പം മക്കളെ ഇതും ഏത്? പാർട്ണർഷിപ്പ്. കറക്റ്റ്, പാർട്ണർഷിപ്പ് ആണ്. സെറ്റ് അല്ലേ? പാർട്ണർഷിപ്പ് ആണ്. അപ്പൊ പാർട്ണർഷിപ്പിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് മക്കള് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, നമുക്കറിയാം 5ഓളം ഫോംസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ആ 5 ഫോംസിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പഠിച്ചു വെക്കുക. ഓക്കെ, ഷുവർ ആണ്, ക്വസ്റ്റ്യൻ വന്നിരിക്കും. സെറ്റ്. അപ്പൊ അറിയാലോ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരം പാർട്ണർഷിപ്പിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആ ഒരു ഡെഫിനിഷൻ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് ഹു ഹാവ് അഗ്രീഡ് ടു ഷെയർ ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ് carried on by all or any one of them acting for all.
ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഇത് നിർബന്ധമായിട്ട് മക്കൾ പഠിച്ചിരിക്കുക. ഇപ്പൊ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചിലപ്പോൾ ഒരു 3 മാർക്ക് 4 മാർക്കിനൊക്കെയാണ് വന്നതെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? യെസ്, ജസ്റ്റ് എന്താണ് ഇവിടെ ഏതാണ് ഈ ഒരു ഫോം എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറഞ്ഞല്ലേ. അപ്പൊ ജസ്റ്റ് ഇതാ പാർട്ട്ണർഷിപ്പ് എന്ന് അങ്ങോട്ട് എഴുതി വെച്ചാൽ മാത്രം പോരാ. എന്ത് ചെയ്യാ? എന്താണ് പാർട്ട്ണർഷിപ്പ്? ആ ഒരു കാര്യം നിങ്ങൾ എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് പോവാ. യെസ്, അതിന്റെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസിലേക്ക് പോവാ. അഡ്വാൻറ്റേജസ് അല്ലെ, സോറി, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഓക്കെ, അഡ്വാൻറ്റേജ് ഡിസ്അഡ്വാൻറ്റേജസിലേക്ക് പോകുക. അത് സിമ്പിൾ ആയിട്ട് സാർ അവിടെ കൊടുത്തിട്ടുണ്ട്. യെസ്, ഓർമ്മയില്ലെങ്കിൽ ദാ ഒന്ന് നോക്കി വെച്ചോ. ഒന്നാമത് എന്താ? ഈസി ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. പെട്ടെന്ന് നമുക്ക് എന്താ ഫോം ചെയ്യാൻ പറ്റും. യെസ്, അതുപോലെ തന്നെ പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ പറ്റും. അധിക ഹവർ ഒന്നും പോകില്ല, പേടിക്കേണ്ട. മാരത്തോൺ ഒന്നും അല്ലല്ലോ, ഷുവർ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ യെസ്, അതൊന്ന് നോക്കിയോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്താ? ഈസി ഫോർമേഷൻ ആൻഡ് ക്ലോഷർ ആണ്. സെക്കൻഡ് എന്താ? ബെറ്റർ മാനേജ്മെന്റ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. എന്താണ്? ഒരുപാട് മലയാളത്തിൽ എഴുതുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ സുഖല്ലേ? ഓക്കെ, യെസ്. അപ്പൊ എന്താ? ബെറ്റർ മാനേജ്മെന്റ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അറിയാലോ, 2 അതിലധികമോ പാർട്ട്നേഴ്സ് ഉണ്ടാവും അല്ലെ. അപ്പൊ അവര് മ്യൂച്വലി ആണ് എന്ത് തീരുമാനങ്ങൾ, ഡിസിഷൻസ് ഒക്കെ എടുക്കുക. ചില കാര്യങ്ങളിൽ ചിലപ്പോൾ എന്താണ് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നല്ല പോലെ ഒരു സ്കില്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. അപ്പോൾ പക്ഷെ എന്താ ചിലപ്പോൾ മറ്റേ വ്യക്തിക്ക് എന്തുണ്ടാവും? യെസ്, അതിൽ നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റും. സോ അവര് മ്യൂച്വലി എന്താണ് തീരുമാനം എടുക്കുക ചെയ്യാം അല്ലെ. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പാർട്ട്ണർഷിപ്പ് എന്താ നല്ല ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവും, നല്ലൊരു യെസ് ബെറ്റർ മാനേജ്മെന്റ് അവിടെ കീപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. സെറ്റ്. അങ്ങനെയെങ്കിൽ ഇതാ മോർ ക്യാപിറ്റൽ അല്ലെ. പാർട്ട്നേഴ്സ് എത്ര ഉണ്ടാവും അതിനനുസരിച്ച് എന്താ നമ്മുടെ ക്യാപിറ്റൽ കൂടി വരും അല്ലെ. ക്യാപിറ്റൽ കൂടി വരും. ഓക്കെ, അപ്പൊ എന്താ കൂടുതൽ ക്യാപിറ്റൽ ഉണ്ടാവും. പിന്നെയോ ഷെയറിംഗ് ഓഫ് റിസ്ക് ആണ്. റിസ്ക് ഷെയർ ചെയ്യപ്പെടുന്നു അല്ലെ. 2 അതിലധികമോ പാർട്ട്നേഴ്സ് ഉണ്ടാകുമ്പോൾ അവിടെ എന്താ? യെസ്, നമ്മുടെ റിസ്ക് അല്ലെ, നമ്മൾ ആ ഒരു ബിസിനസ്സിൽ ഉണ്ടാകുന്ന ലോസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? എല്ലാവരും കൂടെ ഷെയർ ചെയ്താണ് എടുക്കുക. ഓക്കെ, യെസ്. അപ്പൊ സീക്രട്ട് അല്ലെ, ആ ഒരു ഫേമിന്റെ എന്താണ് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ എന്താ? യെസ്, കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ് ഈ പാർട്ട്ണർഷിപ്പിന്റെ ഒന്നും അക്കൗണ്ട്സോ കാര്യങ്ങളോ ഒന്നും എന്ത് വേണ്ട? പബ്ലിഷ് ചെയ്യേണ്ടതില്ല. ഓക്കെ, കമ്പനീൻ്റെ ഒക്കെ അങ്ങനെ പബ്ലിഷ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. പക്ഷെ ഇവിടെ എന്താ? അതൊന്നും നമ്മളങ്ങനെ പബ്ലിഷ് ചെയ്യേണ്ടതില്ല. ഒന്ന് ഓർത്ത് വെച്ചോളാം. ഓക്കെ അല്ലേ? ഈ ഒരു അഡ്വാൻറ്റേജ് പഠിച്ചു വെക്കുക. അതിന്റെ കൂടെ ലിമിറ്റേഷൻസ് ഓർത്ത് വെച്ചാൽ ഒന്നാമത് എന്താ? അൺലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും. നമ്മൾ പറഞ്ഞല്ലോ പാർട്ട്നേഴ്സിന് എന്താണ്? അൺലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും അല്ലെ. ആ ഒരു ഫേമിന്റെ ഡെപ്റ്റും കാര്യങ്ങളും തീർക്കാൻ എന്ത് ചെയ്യേണ്ടി വരും? ഓരോ വ്യക്തികളും അവരുടെ പേഴ്സണൽ അസറ്റ് അല്ലെ, പേഴ്സണൽ ആസ്തി എന്ത് ചെയ്യേണ്ടി വരും? യെസ്, കൊടുക്കേണ്ടി വരും. സെറ്റ്. യെസ്, അങ്ങനെയെങ്കിൽ ഇതാ ലിമിറ്റഡ് റിസോഴ്സസ്. ഓക്കെ സാർ, മാർക്ക് വൈസ് എത്ര പേജ് എഴുതണം ഒന്ന് പറയോ? ഓക്കെ, മാർക്ക് വൈസ് ഇപ്പോൾ നിങ്ങൾക്ക് essay ക്വസ്റ്റ്യൻ ഒക്കെ ആണോ ഡൗട്ട്? essay ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താ മിനിമം യെസ് ഒരു പേജ് അപ്പുറം മറ്റേ പേജിന്റെ ഒരു പകുതിയൊക്കെ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ ഓക്കെ യെസ്. ഇനിയിപ്പോൾ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ യെസ് നിങ്ങൾ എന്താ ഒരു സൈഡും നെക്സ്റ്റ് പുറം അല്ലെ, അടുത്ത സൈഡിൽ ഒരു പകുതി വരെ ഒക്കെ എഴുതുക. ഓക്കെ, ഇത് വെറുതെ എഴുതി വെക്കല്ല, അതിലെ പോയിന്റ് കൂടെ ഉണ്ടായിരിക്കണം. ഓക്കെ, വെറുതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അടിച്ച് പറിച്ച് എഴുതി വിടല്ല. പ്രത്യേകിച്ച് നമ്മുടെ ബിസിനസ് സ്റ്റഡീസ് പോയിന്റ് കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് എഴുതാൻ പറ്റും. ദെൻ അടുത്തത് നോക്കിയോ, പോസിബിലിറ്റി ഓഫ് കോൺഫ്ലിക്ട്സ്. എന്തുണ്ടാവും? പാർട്ട്നേഴ്സ് തമ്മിൽ എന്തുണ്ടാവും? അടിയും കച്ചറയും അല്ലെ. ഏത് സമയം എന്തുണ്ടാവും? ഏത് സമയമല്ല, എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ചില തീരുമാനങ്ങൾ പരസ്പരം യോജിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ തമ്മിൽ എന്തുണ്ടാവും? ചെറിയ കോൺഫ്ലിക്റ്റും കാര്യങ്ങളും ഉണ്ടാവും. ദെൻ അടുത്തെന്താ? ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി അല്ലെ. ഒരു പാർട്ട്ണർക്ക് എന്തെങ്കിലും പറ്റിയാൽ മരണമോ റിട്ടയർമെന്റോ അങ്ങനെ സംഭവിച്ചാൽ അവിടെ എന്താ ചിലപ്പം മറ്റേ പാർട്ട്ണർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ അല്ലേ. അപ്പം എന്ത് ചെയ്യുന്നു? നമ്മുടെ പാർട്ട്ണർഷിപ്പ് അവിടെ നിന്ന് പോകുന്നു. ഓക്കെ, ഇതിനടുത്ത് എന്താ? ലാക്ക് ഓഫ് പബ്ലിക് കോൺഫിഡൻസ്. യെസ്, പൊതുവെ എന്താണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു അല്ലേ, ഒരു എന്താണ് നമ്മുടെ പാർട്ട്ണർഷിപ്പിന്റെ ഈ എന്താ യെസ് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അക്കൗണ്ട്സ് കാര്യങ്ങളൊന്നും എന്ത് വേണ്ട. നമ്മളിപ്പോൾ അഡ്വാൻറ്റേജസിൽ ആ ഒരു പോയിന്റ് പറഞ്ഞു അല്ലെ, സീക്രട്ട് അല്ലെ, അത് നമുക്ക് എന്താ കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കാം അല്ലെ. അക്കൗണ്ട്സും കാര്യങ്ങളൊന്നും നമുക്ക് യെസ് പബ്ലിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അങ്ങനെ പബ്ലിഷ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്താണ് ചില കേസുകളിൽ എന്താ പബ്ലിക്കിന് ഒരു പാർട്ട്ണർഷിപ്പിനോടുള്ള വിശ്വാസം വളരെ കുറവായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള എന്താ അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് മക്കൾ പഠിച്ചു വെച്ചിരിക്കണം. ഇതിലുള്ള 5 ഫോംസിനും നമ്മൾ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും പറയുന്നുണ്ട്. പോയിന്റ് ആയിട്ട് ഓർത്ത് വെച്ചാൽ മതി, സിമ്പിൾ പോയിന്റുകളായിട്ട് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ 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 യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. The business operation in a joint Hindu family business is controlled by. HUF കൺട്രോൾ ചെയ്യുന്ന ആരാ? HUF കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? HUF കൺട്രോൾ ചെയ്യുന്നത്? ആരാ കൺട്രോൾ ചെയ്യുന്നത്? അറിയാലോ,
ആരാണ്? യെസ്, കർത്തയാണ്, മറക്കാൻ പാടില്ലേ. ഓക്കെ, then നോക്കിക്കോ, Kiran is a sole proprietor. He looked after varied function of his business. He planned to open new branch. Hence, he is looking to convert his business into joint stock company. Okay, അയാളുടെ ബിസിനസ് എന്താ, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലേക്ക് എന്താകുന്നു? യെസ്, കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, ഫോം ഫോർ ദ ബെറ്റർ മാനേജ്മെന്റ്. ഓക്കെ, നല്ലൊരു ബെറ്റർ മാനേജ്മെന്റ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് എന്താണ് അവരെന്താക്കുന്നു? ജോയിന്റ് സ്റ്റോക്കിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബെനിഫിറ്റ് ഓഫ് ദ റിമൈനിങ് സോൾ പ്രൊപ്രൈറ്റർ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ കിരൺ ആരായിരുന്നു? ഒരു സോൾ പ്രൊപ്രൈറ്റർ ആയിരുന്നു. ഓക്കെ, അപ്പൊ ആ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ ബെനിഫിറ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ആദ്യത്തെ കേസ്. സെക്കൻഡ് നോക്കിക്കോ, എക്സ്പ്ലെയിൻ ദ ബെനിഫിറ്റ് ഓഫ് കൺവേർട്ടിംഗ് ടു ജോയിന്റ് നമ്മൾ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലേക്ക് മാറ്റി അല്ലെ. അപ്പൊ അതുകൊണ്ട് ഉണ്ടാകുന്ന നമുക്കുള്ള ഗുണങ്ങൾ എന്തൊക്കെ? രണ്ടും നമുക്ക് കിട്ടണം മക്കളെ. അധിക കേസ് ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിനുള്ള എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഓക്കെ, കണക്ട് ചെയ്തിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും 2 ഫോംസിനെ കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അത് നിങ്ങൾ യെസ് ഒന്ന് നോക്കി വെച്ചോ. അപ്പൊ അങ്ങനെ എഴുതാൻ പറ്റണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? എല്ലാം കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻസ്, കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ അവിടെ ശ്രദ്ധിച്ചോ, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്? ദ വേർഡ് സോൾ ഇംപ്ലൈസ് ഓൺലി അല്ലെ, ഓൺലി ഒരാളല്ലേ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, അതറിയാലോ. എ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ വിച്ച് ഓൺഡ്, മാനേജ്ഡ് ആൻഡ് കൺട്രോൾഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ. അതാണ് ഇത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഓക്കെ, അപ്പൊ ഈ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ മെറിറ്റ്സ് എന്തല്ല, ബെനിഫിറ്റ്സ് അതെല്ലാം എഴുതി വെച്ചാൽ മതി. മെറിറ്റ്സ് നോക്കിക്കോ, ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് അറിയാലോ, ഒരാൾ മാത്രമേ ഉള്ളൂ. സോ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് അയാളാണ്. സോ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും, ഒന്നാമത്തെ കേസ്. സെക്കൻഡ് സീക്രസി ഓഫ് ഇൻഫർമേഷൻ അല്ലെ, ആ ഒരു ബിസിനസിന്റെ ഇൻഫർമേഷൻസും കാര്യങ്ങളും അല്ലെ അയാളെ ഉള്ളിൽ തന്നെ മോഹൻലാലേട്ട പറഞ്ഞ പോലെ യെസ് മണ്ണിൽ ലയിച്ച് ചേരും, അയാളോട് കൂടി മണ്ണിൽ ലയിച്ച് ചേരും അല്ലെ, മറ്റാൾ അറിയുന്നില്ല. സെറ്റ്. സോ ആ ഒരു ഇൻഫർമേഷൻ ഒക്കെ യെസ് കോൺഫിഡൻഷ്യൽ ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് യെസ് ഇൻസെന്റീവ് അല്ലെ, യെസ് ഈ ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ക്യാപിറ്റൽ ഇറക്കുന്നതും ആരാണ്? ആ ഒരു വ്യക്തിയാണ്. യെസ് അതുകൊണ്ട് ഉണ്ടായിട്ടുള്ള ബെനിഫിറ്റ് അതും ഡയറക്റ്റ് കിട്ടുന്ന ആൾക്ക് തന്നെയാണ്, യെസ് ആ ഒരു സോൾ പ്രൊപ്രൈറ്റർക്ക് തന്നെയാണ്. ഇതിനടുത്ത് സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് അല്ലെ, എന്തുണ്ടാകുക? ഒരു ആത്മസംതൃപ്തി ഉണ്ടാകുക അല്ലെ, സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് യെസ് അത് സക്സസ് ആകുമ്പോൾ ഉണ്ടാവുന്ന യെസ് ആ ഒരു ഇത് അല്ലെ, യെസ് അപ്പോൾ അത് ആ സെൻസ് ഓഫ് അക്കംപ്ലിഷ്മെന്റ് അത് ഫീൽ ചെയ്യാൻ ആർക്ക് പറ്റും? ആ ഒരു സോൾ പ്രൊപ്രൈറ്റർക്ക് പറ്റും. ദെൻ ഈസി ഓഫ് ഫോർമേഷൻ ആൻഡ് ക്ലോഷർ. യെസ് ഇതെന്താണ്? പെട്ടെന്ന് ഫോം ചെയ്യാനും പെട്ടെന്ന് ക്ലോസ് ചെയ്യാനും പറ്റുന്നതാണ്. റെഡി അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഓർത്ത് വെച്ചോളുക യെസ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന്റെ ഒക്കെ ഗുണങ്ങൾ. റെഡി. അങ്ങനെയെങ്കിൽ അടുത്ത ആരാ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ് അല്ലെ. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോളുക. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്താണ്? കമ്പനി ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഹാവിംഗ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, എസ് പെർപെച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. ഇതാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ നിങ്ങൾ എഴുതി വെക്കേണ്ട മെയിൻ പോയിന്റ്. ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്, പെർപെച്വൽ സക്സഷൻ ആണ്, ദെൻ കോമൺ സീൽ ഉണ്ട്. Okay, the company form of organization is governed by the Companies Act 2013 as per the section 220 Act 2030. The company means a company incorporated under this act or the other previous companies law. അല്ലെ, മറ്റ് കമ്പനീസ് ലോയിലോ അല്ലെങ്കിൽ ഇപ്പോഴുള്ള കമ്പനീസ് ആക്ടിലോ രജിസ്ട്രേഡ് ചെയ്തിട്ടുള്ള ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള കമ്പനി, അതാണ് കമ്പനിയുടെ ഫോം. ഡെഫിനിഷൻ ആയിട്ട് നമ്മൾ പറയാം. ഓക്കെ, എ കമ്പനി മീൻസ് എ കമ്പനി ഫോംഡ് ആൻഡ് രജിസ്റ്റേർഡ് അണ്ടർ ദ ആക്ട് ഓഫ് എക്സിസ്റ്റിംഗ് കമ്പനി ഓർ ഇന്ത്യൻ കമ്പനീസ് ആക്ട്. ഉണ്ടല്ലോ, ഇന്ത്യൻ കമ്പനീസ് ആക്ടോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് കമ്പനീസ് ആക്ടിലൊക്കെ രജിസ്റ്റേർഡ് ചെയ്തിട്ടുള്ള കമ്പനിയാണ്. ഓക്കെ, എ കമ്പനീസ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ക്രിയേറ്റഡ് ബൈ ലോ ആണ് അല്ലെ, നിയമപ്രകാരം നമ്മൾ രൂപീകരിക്കുന്നതാണ്. സോ അതുകൊണ്ടാണ് അതിനെ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറയുന്നത്. പോയിന്റ് പറഞ്ഞു പോകാൻ പാടില്ല. ഹാവിംഗ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി വിത്ത് എ പെർപെച്വൽ സക്സഷൻ ആൻഡ് എ കോമൺ സീൽ. എന്താണ് ഈ പെർപെച്വൽ സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കണ്ടിന്യൂഡ് ആണ് അല്ലെ. അത് കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കും. അതിന്റെ ഷെയർ ഹോൾഡേഴ്സ് മരിച്ചു പോയാലോ അതൊന്നും ആരെ ബാധിക്കുന്ന കാര്യമല്ല, ഒരു കമ്പനിയെ ബാധിക്കുന്ന കാര്യമല്ല. നിയമപരമായിട്ട് നമ്മൾ രൂപീകരിക്കുന്നതാണ് ഏത്? കമ്പനി അല്ലെ, ലോഫുള്ളി നമ്മൾ ഉണ്ടാക്കുന്നത്. സോ അതാണ് ആർട്ടിഫിഷ്യൽ പേഴ്സൺ. സോ അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് തന്നെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അതിനെ നിർത്താൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ.
സെറ്റ്. അല്ലാത്ത പക്ഷം അത് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. സോ ദാറ്റ് ഈസ് പെർപെച്വൽ സക്സഷൻ. ദെൻ കോമൺ സീൽ അറിയാലോ, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അയാൾക്ക് ഇങ്ങനെ പെൻ എടുത്തുകൊണ്ട് സൈൻ ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ നമ്മുടെ ഏതിന്റെ ബിസിനസിന്റെ നമ്മുടെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ സൈൻ ആണ് ഇത് കോമൺ സീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സെറ്റ് അല്ലേ? അപ്പൊ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോളൂ. ഇനി ജോയിന്റ് സ്റ്റോക്ക് കമ്പനിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാ? ഒന്നാമത്തെ മെറിറ്റ്സ് എന്താ? ലിമിറ്റഡ് ലാബിലിറ്റി. അറിയാലോ അല്ലെ? ഓരോ ഷെയർ, ആ ഷെയറിൽ എത്രയാണ് അവർ ക്യാപിറ്റലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അത് മാത്രമാണ് ഓരോ വ്യക്തിയുടെ അല്ലെങ്കിൽ ഓരോ ഷെയർ ഹോൾഡറുടെയും ലാബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ദ ഷെയർ ഹോൾഡർ ആർ ലാബിൾ ടു ദ എക്സ്റ്റെന്റ് ഓഫ് ദ എമൗണ്ട് അൺപെയ്ഡ് ഓൺ ദ ഷെയർ ഹെൽഡ് ബൈ ദം. ഓണേഴ്സ് പേഴ്സണൽ പ്രോപ്പർട്ടി ഈസ് ഫ്രീ ഫ്രം എനി ചാർജ്. അല്ലെ? അയാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടി ഒന്നും എവിടേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, നമ്മുടെ ഫേമിലേക്ക്. ദെൻ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ്. അല്ലെ? ദ ഷെയർ ഓഫ് പബ്ലിക് കമ്പനീസ്. പബ്ലിക് കമ്പനി ആണെങ്കിൽ നമുക്കറിയാം അതിന്റെ ഷെയർ നമുക്ക് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അല്ലെ? പ്രൈവറ്റ് കമ്പനീനെ പറ്റില്ല. പബ്ലിക് കമ്പനീന്റെ ഷെയർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഇഷ്ടത്തിന് അത് വിൽക്കാൻ പറ്റും. ഓക്കെ, ഇതിനടുത്ത് പെർപെച്വൽ സക്സഷൻ. സാർ നേരത്തെ പറഞ്ഞല്ലോ അല്ലെ? എക്സിസ്റ്റൻസ് ഓഫ് ദ കമ്പനി ഈസ് നോട്ട് എഫക്റ്റഡ് ബൈ ദ ഡെത്ത്, ദെൻ റിട്ടയർമെന്റ്, ഇൻസോൾവൻസി ഓർ ഇൻസാനിറ്റി ഓഫ് ഷെയർ ഹോൾഡർ. അല്ലെ? ഷെയർ ഹോൾഡർക്ക് വരുന്ന ഒരു പ്രോബ്ലംസ്, അയാൾ മരിച്ചു പോയാലും അല്ലെങ്കിൽ അകത്ത് പോയാലും അതൊന്നും ആരെ എഫക്ട് ചെയ്യുന്ന കാര്യമല്ല, നമ്മുടെ കമ്പനിയെ എഫക്ട് ചെയ്യുന്ന കാര്യമല്ല. ഓക്കെ, as this separate entity from the member. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് നമ്മളത് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ആളാണ്. ദെൻ സ്കോപ്പ് ഫോർ എക്സ്പാൻഷൻ. നമുക്ക് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ ഏതൊരു കമ്പനി ആകുമ്പോൾ എന്ത് ഓപ്ഷൻ ഉണ്ട്? എക്സ്പാൻഡ് ചെയ്യാം അല്ലെ? കമ്പനീസ് ഹ്യൂജ് ഫിനാൻഷ്യൽ റിസോഴ്സസ്, thus there is a greater scope for expansion and growth. അല്ലെ? അത് ഗ്രോത്ത്, നല്ല ഉയർച്ചയിലേക്ക് എത്തിക്കാൻ നമുക്ക് വീണ്ടും ഷെയറുകളൊക്കെ വിറ്റ് ഒരുപാട് പ്രൈസ് ഒക്കെ റൈസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ഒരു എക്സ്പാൻഷൻ അല്ലെങ്കിൽ ഒരു ഗ്രോത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. പ്രൊഫഷണൽ മാനേജ്മെന്റ്. ഒരു കമ്പനിയിൽ എന്തുണ്ടാവും മക്കളെ? പ്രൊഫഷണൽ മാനേജ്മെന്റ് ഉണ്ടാവും അല്ലെ? കമ്പനി നമ്മളിപ്പോ സോൾ പ്രൊപ്രൈറ്റർഷിപ്പും പാർട്ണർഷിപ്പും ഒക്കെ പറഞ്ഞ പോലെയാണോ കമ്പനി നമ്മൾ കീപ്പ് ചെയ്യാം? ആണോ? അവിടെയൊക്കെ ആരാ? ആ ഒരു വ്യക്തികൾ തന്നെ, അല്ലെങ്കിൽ അത് ആരാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ വ്യക്തി തന്നെയാണ് അതെല്ലാം കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോവുക. പക്ഷെ ഒരു കമ്പനീന്റെ കേസിലോ മക്കളൊന്ന് പറഞ്ഞേ, ആ കമ്പനി ഡീൽ ചെയ്യാൻ നമ്മൾ പ്രത്യേകം പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? ഡയറക്ടേഴ്സ് ആയിട്ടും റെഡി, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ വേണ്ടി നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ നമ്മൾ സെറ്റ് ചെയ്യും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പോൾ ഇതൊക്കെ മക്കൾ ഓർത്ത് വെച്ചോളാം. സെറ്റ്? റെഡി അല്ലേ? ഓക്കെ അല്ലേ? റെഡി? അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. ലാബിലിറ്റി ഓഫ് കോപാർട്ട്നേഴ്സ് ഇൻ അൺഡിവൈഡഡ് ഫാമിലി. ഓക്കെ, പറഞ്ഞേ. HUF-ലുള്ള കോപാർട്ട്നേഴ്സിന്റെ ലാബിലിറ്റി എന്തായിരിക്കും മക്കളെ? ഒന്ന് പറഞ്ഞേ. ലാബിലിറ്റി എന്തായിരിക്കും? കോപാർട്ട്നേഴ്സിന്റെ ലാബിലിറ്റി എന്തായിരിക്കും? HUF-ലുള്ള കോപാർട്ട്നേഴ്സിന്റെ ലാബിലിറ്റി എന്തായിരിക്കും? പറഞ്ഞേ. ഇവിടെ എന്താ അത്? എടാ, ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ്. എന്താണ്? ലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും അല്ലെ? നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും. ഓർത്ത് വെക്കണേ, ലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പൊ അറിയാലോ, കോപാർട്ട്നേഴ്സിന്റെ ലാബിലിറ്റി ലിമിറ്റഡ് ആയിരിക്കും. കർത്തയുടെ ലാബിലിറ്റിയോ? കർത്തയുടേത് അൺലിമിറ്റഡ് ആയിരിക്കും. മക്കൾ ഓർത്ത് വെക്കുക കേട്ടോ, ഓർത്ത് വെക്കുക. നമ്മൾ പറഞ്ഞല്ലേ, പോയിന്റ് വന്നോ പാടില്ലേ. അടുത്ത്, ഐഡന്റിഫൈ ദ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ റിലേറ്റഡ് ടു ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഫോളോയിങ് സ്റ്റേറ്റ്മെന്റിലുള്ള നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ ഏത്? ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ. ആരാണ്? നമ്മൾ ഇപ്പൊ പറഞ്ഞുള്ളൂ അല്ലെ? ഏതാണ്? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. ഓക്കെ, അങ്ങനെയെങ്കിലോ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് വിത്ത് എ മോട്ടീവ് ഓഫ് വെൽഫെയർ ഓഫ് മെമ്പർ. ഇത് ഏതാണ് മക്കളെ ഫോം? ഒന്ന് പറഞ്ഞേ. മെമ്പേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്? കറക്റ്റ്, വൈഭവ്. ഓക്കെ, ഏതാണ്? കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. ഓക്കെ, സെറ്റ്, മറക്കാൻ പാടില്ലേ. കോപ്പറേറ്റീവ് സൊസൈറ്റി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, റെഡി? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. റാം ആൻഡ് റഹീം ഡിസൈഡ് ടു സ്റ്റാർട്ട് എ മൊബൈൽ ഷോപ്പ് അറ്റ് ആലുവ. ഓക്കെ, ആലുവയിൽ ഒരു മൊബൈൽ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. വിച്ച് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഈസ് സ്യൂട്ടബിൾ ടു ദം? ഇനി ആൻസർ ഒന്ന് പറഞ്ഞേ. ഏത് ടൈപ്പ് ബിസിനസ് ആയിരിക്കും ഇവർക്ക് സ്യൂട്ട് ആവുക? എക്സ്പ്ലെയിൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സച്ച് ഓർഗനൈസേഷൻ. ആ ഒരു ഓർഗനൈസേഷന്റെ ഡിഫറെന്റ് ടൈപ്സ് ഒന്ന് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഏതാണ്? പാർട്ണർഷിപ്പ് ആണ്. ഓക്കെ, കറക്റ്റ് ആണ്, പാർട്ണർഷിപ്പ് ആണ് അല്ലെ? അപ്പം അത് നമുക്ക് കിട്ടി. ഓക്കെ, പാർട്ണർഷിപ്പ് ആണ്. പക്ഷെ പാർട്ണർഷിപ്പിന്റെ ഡിഫറെന്റ് ടൈപ്സ് എഴുതണം. ഒന്ന് പറഞ്ഞേ, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ പാർട്ണർഷിപ്പിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഏതൊക്കെയാണുള്ളത്? പാർട്ണർഷിപ്പിന്റെ ഡിഫറെന്റ് ടൈപ്സ്
ഡിഫറെൻറ്റ് ടൈപ്സ്. മൈക്ക് ബഗ്ഗോ? ഫുള്ള് ബഗ്ഗാണോ? One second. യെസ്, ഒന്ന് പറഞ്ഞേ. പാർട്ണർഷിപ്പിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഒന്ന് പറഞ്ഞേ. Okay. Oh yes, one second. മറ്റേ ലിങ്കിൽ ഇപ്പോഴും കുട്ടികൾ വന്നിരിക്കുന്നുണ്ടാ? കാരണം ഇത്രയൊന്നുമല്ല നമ്മുടെ മക്കൾസ് ഉണ്ടാവേണ്ടത്. അതുകൊണ്ടാ. യെസ്, ഏതാണ്? യെസ്, എല്ലാവരും പാർട്ട്നേഴ്സിന്റെ ടൈപ്സ് ഒക്കെ പറയുന്നുണ്ട്. യെസ്, മക്കളൊന്ന് ഓർത്ത് വെച്ചോളാ. യെസ്, പാർട്ട്ണർഷിപ്പിന്റെ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കേ, ഇതാണ് നിങ്ങൾ എഴുതേണ്ടത്. എല്ലാവരും പാർട്ട്ണറുടെ ടൈപ്പാണ് ചോദിച്ചിട്ടുള്ളത്, പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് പാർട്ട്ണർഷിപ്പിന്റെ ടൈപ്പാണ്. എല്ലാവരും പാർട്ണറുടെ ടൈപ്പാണ് എഴുതി പറയുന്നത്. പാർട്ണർഷിപ്പിന്റെ ടൈപ്പാണ് നമുക്ക് വേണ്ടത്. മക്കളെ. യെസ്, പാർട്ണർഷിപ്പ് ഈസ് an association of persons within the main to run a business and share of profit in aggregate ratio. പാർട്ണർഷിപ്പ് എന്താ നമ്മളിപ്പോ പറഞ്ഞു. ഓക്കെ, പക്ഷെ നമുക്ക് വേണ്ട എന്താ? ടൈപ്സ് ഓഫ് പാർട്ണർഷിപ്പ്. പലരും പാർട്ണറുടെ ടൈപ്പാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാർട്ണറുടെ ടൈപ്പാണ്, പാർട്ണറുടെ അല്ല. പാർട്ണർഷിപ്പിന്റെ ടൈപ്പുണ്ട്. പാർട്ണർഷിപ്പിന്റെ ടൈപ്പ് പറയുന്നുണ്ട്. പാർട്ണർഷിപ്പ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് 2 ഫാക്ടർ. ഡ്യൂറേഷന്റെ ബേസിലും ലാബിലിറ്റിയുടെ ബേസിലും പാർട്ണർഷിപ്പിനെ നമുക്ക് രണ്ടായി തിരിക്കാം. യെസ്, അപ്പൊ ഡ്യൂറേഷന്റെ ബേസിൽ നോക്കിയേ, പാർട്ണർഷിപ്പ് അറ്റ് വിൽ ഉണ്ട്. അതുപോലെ തന്നെയോ പർട്ടിക്കുലർ പാർട്ണർഷിപ്പ് ഉണ്ട്. ഓക്കെ, ഇത് രണ്ടെണ്ണാണ്. ഓക്കെ, പിന്നെയോ വിത്ത് ദ ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ണർഷിപ്പ് ഉണ്ട്, ദെൻ അൺലിമിറ്റഡ് ലാബിലിറ്റി പാർട്ണർഷിപ്പ് ഉണ്ട്. ഓക്കെ, ഇങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് പലർക്കും കിട്ടുന്നില്ല. ഓക്കെ, യെസ്, ഇതാണ് ഓർത്തേക്കേണ്ടത്. യെസ്, പാർട്ണർഷിപ്പിന്റെ ടൈപ്പാണ് ചോദിച്ചിട്ടുള്ളത്, പാർട്ണറുടെ ടൈപ്പ് അല്ല. നോക്കിയോ, ഓൺ ദ ബേസിസ് ഓഫ് ഡ്യൂറേഷന്റെ ബേസിൽ പാർട്ണർഷിപ്പിനെ നമുക്ക് പാർട്ണർഷിപ്പ് അറ്റ് വിൽ എന്നും പർട്ടിക്കുലർ പാർട്ണർഷിപ്പ് എന്നും രണ്ടായി തിരിക്കാം. പാർട്ണർഷിപ്പ് അറ്റ് വിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് എക്സിസ്റ്റ് അറ്റ് ദ വിൽ ഓഫ് പാർട്ണേഴ്സ്. എനി പാർട്ണർ മേ terminate the partnership by giving notice for the same at will. ഓക്കെ, നമ്മളെന്താ സാധാരണയായിട്ട് സെറ്റ് ചെയ്യുന്ന ടൈപ്പ് പാർട്ണർഷിപ്പ് ആണ്. എപ്പോൾ വേണമെങ്കിലും എന്താണ് ഒരു പാർട്ട്നേഴ്സ് തീരുമാനിച്ചുകൊണ്ട് അവർക്ക് എന്താ നിർത്താൻ പറ്റുന്ന ടൈപ്പ് പാർട്ണർഷിപ്പ്. പർട്ടിക്കുലർ പാർട്ണർഷിപ്പ് എന്താണ്? പർട്ടിക്കുലർ പാർട്ണർഷിപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പർട്ടിക്കുലർ കാര്യത്തിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്ന പാർട്ണർഷിപ്പ് അല്ലെ. എന്തെങ്കിലും ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്ന പാർട്ണർഷിപ്പാണ് ഇത് പർട്ടിക്കുലർ പാർട്ണർഷിപ്പ്. ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ? അതിനെ അങ്ങോട്ട് ഒഴിവാക്കും. ഓക്കെ, ദെൻ ഓൺ ദ ബേസ് ഓഫ് ലാബിലിറ്റി ഉണ്ട് സെക്കൻഡ് ടൈപ്പ്. ലാബിലിറ്റിയുടെ ബേസിൽ നമുക്ക് പാർട്ണർഷിപ്പിനെ ജനറൽ പാർട്ണർഷിപ്പ് എന്നും അല്ലെങ്കിൽ ലിമിറ്റഡ് പാർട്ണർഷിപ്പ് എന്നും പറയാം. ഓക്കെ, ജനറൽ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാ അൺലിമിറ്റഡ് ലാബിലിറ്റി തന്നെയായിരിക്കും ഓരോ പാർട്ട്നേഴ്സിനും ഉണ്ടാവുക, സാധാ പോലെ ടൈപ്പ്. ഓക്കെ, പക്ഷെ എവിടെയോ ലിമിറ്റഡ് ആണ് അല്ലെ. പാർട്ട്നേഴ്സ് എത്രയാണ് അതിൽ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ അതിനനുസരിച്ച് അവരുടെ ലാബിലിറ്റി ലിമിറ്റഡ് ആക്കി വെച്ചിട്ടുള്ള ടൈപ്പ് പാർട്ട്ണർഷിപ്പ് ആണ് ഇത് ലിമിറ്റഡ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് പാർട്ട്ണർഷിപ്പിന്റെ ടൈപ്പ് വരുന്നത്, പാർട്ട്നേഴ്സിന്റെ ടൈപ്പ് അല്ല. ഓക്കെ, യെസ്, അത് ഒന്ന് ഓർത്ത് വെച്ചോളാ. പലരും തെറ്റിക്കും. ദെൻ അടുത്തത് മക്കളെ നോക്കിക്കോ. യെസ്, പോയിന്റ് ഔട്ട് എനി 5 ഡിഫറൻസ് ബിറ്റ്വീൻ ദ പ്രൈവറ്റ് കമ്പനി ആൻഡ് പബ്ലിക് കമ്പനി. പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള ഡിഫറൻസ് ചെയ്താൽ പഠിച്ചു വെച്ചേ. ഇത് നോക്കി വെച്ചോ. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, യെസ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും അറിയാലോ. നമ്പർ ഓഫ് മെമ്പേഴ്സ് എത്രയാ? മിനിമം, മാക്സിമം 200, മിനിമം 7, നോൺ ലിമിറ്റ്. ഓർത്തോളാം. ഓക്കെ, ഡയറക്ടർ 2 ആണ്, ഇവിടെ 3 ആണ്. ഓക്കെ, മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇവിടെ 1 ആണ്, ഇവിടെ 5 ലക്ഷമാണ്. സെറ്റ്. ഇൻവിറ്റേഷൻ ഓഫ് പബ്ലിക്കിൽ നിന്നും പ്രൈവറ്റ് കമ്പനിക്ക് എന്താ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അവിടെ പബ്ലിക് കമ്പനിക്ക് പോസിബിൾ ആണ്, പ്രൈവറ്റ് കമ്പനിക്ക് പറ്റില്ല. മിനിമം സബ്സ്ക്രിപ്ഷൻ എത്രയാ? അവിടെ നോട്ട് റിക്വയർഡ് ആണ്, ഇവിടെ റിക്വയർഡ് ആണ്. മിനിമം സബ്സ്ക്രിപ്ഷൻ വേണം. മിനിമം ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് ഇവിടെ ആവശ്യമില്ല, പക്ഷേ പബ്ലിക് കമ്പനിക്ക് അത് ആവശ്യമുണ്ട്. എന്താ? കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ഇവിടെയോ ആഫ്റ്റർ ഇൻകോർപ്പറേഷൻ ആണ്, ഇവിടെയോ ആഫ്റ്റർ സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ്. അത് കിട്ടിയാലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ഷെയർ ട്രാൻസ്ഫറബിൾ. എങ്ങനെയാണ് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുക? അത് റെസ്ട്രിക്റ്റഡ് ആണ് പ്രൈവറ്റ് കമ്പനിയിൽ, പക്ഷേ ഇവിടെ
യെസ് പബ്ലിക് കമ്പനിയിൽ യെസ് നോ റെസ്ട്രിക്ഷൻ. പിന്നെ നെയിം എന്താ നമുക്കറിയാം, എൻഡഡ് വിത്ത് പ്രൈവറ്റ് ലിമിറ്റഡ് PVT ലിമിറ്റഡ്. ഇവിടെയോ ലിമിറ്റഡ് എന്നുള്ള നെയിമിലാണ് നമ്മൾ എൻഡ് ചെയ്യുക. ദെൻ ലീഗൽ ഫോർമാലിറ്റി ഇവിടെ കുറവാണ്, പബ്ലിക് കമ്പനിയിൽ കുറച്ചധികമാണ്. ബേസിക് ഒരുവിധം എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ടേബിളാണ് ഇത്. മക്കൾ പഠിച്ചു വെച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ഓക്കെ യെസ്. അങ്ങനെയെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നോക്കിയോ. കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ വോളണ്ടറി അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഹു ജോയിൻ ടുഗദർ വിത്ത് മോട്ടീവ് ഓഫ് വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ്. സ്റ്റേറ്റ് എനി 2 മെറിറ്റ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെറിറ്റ്സ് എഴുതുക. മക്കളെ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് കടന്നു പോകുന്ന ഏരിയാസ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഷുവറായിട്ട് അത് ഈ ഒരു ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കും. അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഓക്കെ അല്ലേ? കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ പറഞ്ഞു, ജോയിന്റ് സ്റ്റോക്ക് പറഞ്ഞു, പാർട്ണർഷിപ്പ് പറഞ്ഞു. പാർട്ണർഷിപ്പ് ഒക്കെ 2 ക്വസ്റ്റ്യൻ വന്നു അല്ലേ? ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പാർട്ണർഷിപ്പ് വന്നിട്ടുണ്ട്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് വന്നിട്ടുണ്ട്. അതിനൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. കോപ്പറേറ്റീവ് സൊസൈറ്റി അറിയാലോ. കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ വോളണ്ടറി അസോസിയേഷൻ. നമ്മൾ സ്വമേധയാ സെറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഹു ജോയിൻ ടുഗദർ വിത്ത് മോട്ടീവ് ഓഫ് വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ് അല്ലെ? മെമ്പേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട്. കോപ്പറേറ്റീവ് മീൻസ് വർക്കിംഗ് ടുഗദർ അല്ലെ? ആ ടേമിന്റെ അറിയാലോ, വർക്കിംഗ് ടുഗദർ ആണ്. ദിസ് ഈസ് എ ഫോം ഓഫ് ഓർഗനൈസേഷൻ ഇൻ വിച്ച് പീപ്പിൾ ഓഫ് കോമൺ ഇൻട്രസ്റ്റ് കം ടുഗദർ ടു വർക്ക് ടു എൻഹാൻസ് ദർ മോണിറ്ററി ബെനിഫിറ്റ് അല്ലെ? അവരുടെ മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടി കുറച്ച് ആളുകൾ കൂടി ചേർന്ന് സെറ്റ് ചെയ്യുന്നതാണ് ഇത് നമ്മുടെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചോളാം, ഇമ്പോർട്ടന്റ് ആണ്. റെഡി? അപ്പൊ കോപ്പറേറ്റീവ് സൊസൈറ്റിന്റെ മെറിറ്റ്സ് ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ എന്താ? ക്വാളിറ്റി അല്ലെ? ഈക്വാളിറ്റി ഇൻ റൈറ്റ്സ്. എല്ലാവർക്കും വോട്ടിംഗ് റൈറ്റ് ഉണ്ട് നമ്മൾ പറഞ്ഞു, വോട്ടിംഗ് പവർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതൊന്നും നോക്കി വെക്കാം. ഓക്കെ, അടുത്ത നോക്കോ. എന്താ? ലിമിറ്റഡ് ലാബിലിറ്റി. ലിമിറ്റഡ് ലാബിലിറ്റി അറിയാലോ. ഓരോ ആൾക്കാരും എത്രയാണ് അതിലേക്ക് ഫണ്ട് കൊണ്ടുവരുന്നത് അതിന്റെ അനുസരിച്ചായിരിക്കും അവരുടെ എന്താ ലാബിലിറ്റി ഉണ്ടാവുക. അതെന്താ? സ്റ്റേബിൾ എക്സിസ്റ്റൻസ് അല്ലെ? അവിടെ എന്താ? നിലനിൽപ്പുണ്ടാവും. ഡെത്തോ ഇൻസോൾവൻസിയോ ഇൻസാനിറ്റിയോ ഒന്നും എന്ത് ചെയ്യുന്നതല്ല, ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ ബാധിക്കുന്നതല്ല. പിന്നെയോ എക്കണോമി ഇൻ ഓപ്പറേഷൻ അല്ലെ? അവരുടെ ഓപ്പറേഷൻസ് എങ്ങനെയായിരിക്കും? മിഡിൽ മാൻമാരെയൊക്കെ കുറച്ചുകൊണ്ട് അല്ലെ? ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് എന്താ സാധനങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ സെറ്റ് വെച്ചിട്ടുള്ളതാണ് ഇത് കോപ്പറേറ്റീവ് സൊസൈറ്റി. ദെൻ സപ്പോർട്ട് ഫ്രം ഗവൺമെന്റ്. ഇവർക്ക് എന്താ? ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടായത് സബ്സിഡികളായിട്ടും അല്ലെ? ലോ ടാക്സുകളായിട്ടും ലോ ഇൻട്രസ്റ്റുകളൊക്കെ ആയിട്ട് ലോണുകളും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരുപാട് ഗവൺമെന്റ് സപ്പോർട്ടുകൾ ആർക്ക് കിട്ടുന്നുണ്ട്? നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചൂടാ. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, റെഡി? അങ്ങനെ നോക്കിക്കോളാം. an artificial person created by law identify the form of business and explain the characteristics. പറഞ്ഞിട്ടുണ്ടല്ലോ. യെസ്, നമ്മൾ പറഞ്ഞു ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ്. ഓക്കെ, ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ്. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്പനി. ഒന്നാമത്തെ എന്താ? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആണ്. ഓക്കെ, നമ്മൾ ലോഫുള്ളി എന്താണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ അതിന്റെ ഓണറിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ആളാണ് ആര്? കമ്പനി. സോ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. പോയിന്റ് ഓർത്ത് വെച്ചോളാം. അടുത്ത നോക്കിക്കോ. an artificial person നമ്മളിപ്പോ പറഞ്ഞു അല്ലെ? ലോഫുള്ളി law has recognized a company as an artificial legal person. As a person the company can sell the purchase the property belong to it a company and sue like a person. ആണല്ലോ, കമ്പനിക്ക് എന്ത് ചെയ്യാം? സാധനങ്ങൾ കമ്പനിയുടെ പേരിൽ പർച്ചേസ് ചെയ്യാം. അതെ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഓക്കെ, പിന്നെയോ പ്രോപ്പർട്ടി കീപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്? കമ്പനിക്ക് കേസ് കൊടുക്കാം ഒരു വ്യക്തിയുടെ പേരിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് കമ്പനിയുടെ പേരിൽ എന്താ കേസ് കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ ദെൻ എന്താ? ലിമിറ്റഡ് ലാബിലിറ്റി ആയിരിക്കും. അറിയാലോ, കമ്പനിയുള്ള ഷെയർ ഹോൾഡേഴ്സിന്റെ ലാബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ലിമിറ്റഡ് ആയിരിക്കും. ഓർത്ത് വെക്കുക. അടുത്തെന്താ? ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പബ്ലിക് കമ്പനിയൊക്കെ ആണെങ്കിൽ അതിന്റെ ഷെയർ എന്താ? ഫ്രീലി നമുക്ക് ആർക്ക് വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അടുത്തെന്താ? സെപ്പറേഷൻ ഓഫ് ഓണർഷിപ്പ് ഫ്രം മാനേജ്മെന്റ്. എന്താ? ഓണർഷിപ്പ്, മാനേജ്മെന്റും ഓണർഷിപ്പും അതെന്താ? സെപ്പറേറ്റ് ആണ് അല്ലെ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആർ എൻട്രസ്റ്റഡ് വിത്ത് ദ ടാസ്ക് ഓഫ് മാനേജ്മെന്റ് നോട്ട് ദ ഷെയർ ഹോൾഡേഴ്സ്. ആണല്ലോ, ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കണം എന്നില്ല അതിന്റെ മാനേജ്മെന്റ് അല്ലെ? മാനേജ്മെന്റ് വേറെ, ഓണേഴ്സ് വേറെ ആവാം. ഓക്കെ, പിന്നെയോ കോമൺ സീൽ. ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഒപ്പിടണ്ടേ. സോ ഒപ്പിടാൻ എന്താണ്? പെണ്ണെടുത്തിട്ട് ഒപ്പിടാൻ പറ്റുമോ ഒരു കമ്പനിക്ക്? ഇല്ല. അവിടെ എന്തുണ്ടാവും? നമുക്കൊരു സീൽ ഉണ്ടാവും. അതാണ് കമ്പനിയുടെ സൈൻ എന്ന് പറയുന്നത്. ദെൻ രജിസ്ട്രേഷൻ എന്താണ്? അത് കമ്പൽസറി ആണ് അല്ലെ? കമ്പനീസ് ആക്ടിൽ നമ്മളത് രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ ഫോർമേഷൻ
സ്റ്റാർട്ട് ചെയ്യുക. ഫോർമേഷൻ. ഓക്കെ, ഫോർമേഷൻ അതെങ്ങനെയാ? Yes, the formation of a company is time consuming, expensive and yes, complicated process. It involves the preparation of several documents and legal formalities. ഒരുപാട് ലീഗൽ ഫോർമാലിറ്റികളും several documents ഒക്കെ ആവശ്യമുള്ള ടൈം എടുക്കുന്ന പരിപാടിയാണ് ഇത്. നമ്മുടെ ഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സെറ്റ് അല്ലേ? റെഡി. ആ ഷുട്ടുമണീനൊക്കെ വിളിക്കുന്നുണ്ട്. ഷുട്ടുമണീനൊക്കെ അതെ ഷുട്ടുമണീനൊക്കെ വിളിച്ചിരുന്നോ? ഓക്കെ, അപ്പൊ മക്കളെ ഫോംസിൽ ഇതാ ഇത്രയും കാര്യങ്ങൾ നമ്മളെ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനിൽ മക്കൾ പഠിച്ചിരിക്കുക. ഇത്രയും ടോപ്പിക്കുകൾ നമ്മളിപ്പോൾ കടന്നു പോയിട്ടുള്ള ടോപ്പിക്സുകൾ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. പാർട്ട്നേഴ്സിന്റെ ടൈപ്പ്, പാർട്ണർഷിപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പാർട്ണർഷിപ്പ് നോക്കാണ്ട് പോകണ്ട, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി നോക്കാണ്ട് പോകണ്ട. ഓക്കെ, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് നോക്കാണ്ട് പോകണ്ട, കോപ്പറേറ്റീവ് സൊസൈറ്റി നോക്കാണ്ട് പോകണ്ട. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഓക്കെ അല്ലേ? യെസ്, റെഡി? അങ്ങനെയെങ്കിൽ നമുക്ക് സെക്കൻഡ് അല്ല, നമ്മളെ 4ാമത്തെ ചാപ്റ്റർ നോക്കാം. ഓക്കെ, 4ാമത്തെ ചാപ്റ്ററിലേക്ക് പോവാം. 4ാമത്തെ ചാപ്റ്റർ ബിസിനസ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് ഒന്ന് നോക്കാം. ബിസിനസ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ഓക്കെ, ബിസിനസ് സർവീസ്. യെസ്, എന്താ ചെയ്യാ? ഇന്ന് ലിങ്ക് മാറിപ്പോയിട്ടാന്ന് തോന്നുന്നു. ഒരു ഇത് കിട്ടുന്നില്ല. 4ാമത് മക്കളും കുറവ്. ഒരു ഫ്ലോ കിട്ടുന്നില്ല. മക്കളെ ഒന്ന് ഉഷാറാക്കി തന്നെ, ഒന്ന് കത്തിച്ച് തന്നെ. നിങ്ങൾ കുറച്ച് ഷെയർ ചെയ്യും, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. രേണു മിസ് വരും. മറ്റൊരു ക്ലാസ്സിലാണ്. മിസ് ഓടി വരും. ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. വേഗം. കുറച്ച് ആളുകളൊക്കെ ഒന്ന് കൂട്ടിയിട്ട് വന്നേ. ഇവിടെ കൗണ്ട് കുറഞ്ഞ കാണുമ്പോൾ സാറിന് ഭയങ്കര വിഷമം. One second. വിഷമാണോ? അതെ, ഷെയർ ചെയ്യും. ഫോട്ടോ കെട്ടി ഷെയർ ചെയ്യട്ടോ. കത്തിക്കട്ടെ, കുറച്ച് തീയൊക്കെ വരട്ടെ, എന്നാലേക്ക് സെറ്റ് ആവുള്ളൂ. ഫിക്സ് ദ മൈക്കിന് എന്താണ് പ്രശ്നം? വാട്ട് ഇസ് പ്രോബ്ലം? ഹലോ. ഓക്കെ, യെസ്, നമ്മുടെ ബിസിനസ് സർവീസിലേക്ക് നമുക്ക് പോവാം. നമ്മുടെ ഫോർത്ത് ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്റർ. ഓക്കെ, 4ാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് പോവാം. 4ാമത്തെ ചാപ്റ്റർ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഒരുപാട് കാര്യങ്ങൾ വരുന്ന ചാപ്റ്ററാണ്. അപ്പോൾ ആദ്യം തന്നെ ഓർത്ത് വെച്ചോ. ട്രാൻസ്പോർട്ടേഷൻ റിമൂവ് ദ ഹിൻഡ്രൻസ് ഓഫ് ഡാഷ്. പറഞ്ഞേ, ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. ട്രാൻസ്പോർട്ടേഷൻ. ഏത് തമ്മിലുള്ള സെറ്റ്. ഓക്കെ, യെസ്, ഏത് തമ്മിലുള്ള ആ ഒരു ബാരിയറിനെയാണ് ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാതാക്കുന്നത്? ഒന്ന് പറഞ്ഞു തന്നേ. യെസ്, ഏതാണ്? പ്ലേസ് ആണ്. ഓക്കെ അല്ലേ? സെറ്റ് മറക്കാൻ പാടില്ല. ഇമ്പോർട്ടന്റ്. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഫോളോയിങ് ദ എക്സാമ്പിൾ ഓഫ് സം സർവീസസ്. ഓക്കെ, ഇതൊക്കെ ഏത് സർവീസുകൾക്ക് എക്സാമ്പിൾ ആണെന്ന് പറഞ്ഞു തന്നെ. എന്താടാ മൈക്കിന് എന്താ പ്രശ്നം? മൈക്ക് തീരും കിട്ടുന്നില്ല. ഹലോ മക്കളെ, മൈക്ക് ഓക്കെ ആണോ? മൈക്ക് ഓക്കെ അല്ലേ? ഓക്കെയാണെന്ന് പറയുന്നു, ഓക്കെ അല്ലാന്ന് പറയുന്നു. One second. ഹലോ ഓക്കെയാണോ മക്കളെ? ഓക്കെയാണോ? മൈക്ക് ഓക്കെയാണോ? ഹലോ. കേൾക്കാം. ബട്ട് സ്റ്റാറ്റിക് അടിക്കാമെന്നോ? ഓക്കെ, വൺ സെക്കൻഡ്. ഇപ്പോഴോ മക്കളെ? ഇപ്പോഴോ?
ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ മൈക്ക് ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണോ? സെറ്റ് അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? റെഡി 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 ഓക്കെ 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 ഒന്ന് പറഞ്ഞേ ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. ഇതൊക്കെ ഏത് ടൈപ്പ് സർവീസുകളാ? ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് സർവീസാ? യെസ് പറഞ്ഞേ, ഏതാണ്? യെസ് നമുക്കറിയാം ഏതാണ്? ബിസിനസ് സർവീസ് ആണ് അല്ലെ? ബിസിനസ്സിന് വേണ്ട ഒരു സർവീസാണ്. അങ്ങനെയെങ്കിൽ ടൂറിസം ഏത് ടൈപ്പ് സർവീസുകളാ? ഏത് ടൈപ്പ് സർവീസാ ടൂറിസം ഒന്ന് പറഞ്ഞേ യെസ് 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 ഒന്ന് പറഞ്ഞേ. അതെന്താ വരാത്തെ? ടൂറിസം ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ മതി. യെസ് ഏതാ? പേഴ്സണൽ. കറക്റ്റ്. ഏതാണ്? പേഴ്സണൽ ആണ്. ഓക്കെ അങ്ങനെയെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്? കമ്മ്യൂണിക്കേഷൻ യെസ് കമ്മ്യൂണിക്കേഷൻ എന്താണ്? യെസ് ബിസിനസ് സർവീസ് ആണ് അല്ലെ? ഓക്കെ അങ്ങനെയെങ്കിൽ ഹെൽത്ത് കെയറോ? അതൊന്ന് പറഞ്ഞേ. ഹെൽത്ത് കെയർ ഏതാ? യെസ് പബ്ലിക് സർവീസുകൾ അല്ലെങ്കിൽ എന്താണ്? യെസ് സൊസൈറ്റി സർവീസ് എന്ത് വേണമെങ്കിലും പറയാം അല്ലെ? ഓക്കെ സെറ്റ്. സോഷ്യൽ സർവീസ് ഒക്കെ പറയാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? യെസ് മറന്നു പോകാൻ പാടില്ല, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ മിസ്റ്റർ രാജേഷ് took an insurance policy on his life. ശ്രദ്ധിക്കണേ. ഓക്കെ he also took another insurance policy on his own house against the risk of fire. Explain any four difference between these type of insurance policy. ഓക്കെ ഏത് ടൈപ്പ് ആണിത്? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ആരാണിതാ? രാജേഷ് took an insurance policy on life അല്ലെ? he also took another insurance policy on his own house against the risk of fire. Explain any four difference between these type. അറിയാലോ? ഓക്കെ ഏതൊക്കെ ടൈപ്പ് ഇൻഷുറൻസ് ആണെന്ന് നമുക്കൊക്കെ അറിയാലോ? ഓക്കെ യെസ് ഏതൊക്കെ ടൈപ്പ് ഇൻഷുറൻസാ? ഫയർ ഇൻഷുറൻസ് ഉണ്ട് അല്ലെ? ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. ഫയർ ഇൻഷുറൻസ് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മറൈൻ ഇൻഷുറൻസും കൂടെ മക്കൾ എന്ത് ചെയ്യുക? അതിന്റെ കൂടെ ഓർത്ത് വെച്ചോളാം. നിങ്ങൾക്ക് ഡിഫറൻസ് ചോദിക്കുമ്പോൾ യെസ് ഇത് ഒരുമിച്ചായിരിക്കും ചോദിക്കുക. ഓക്കെ ഡിഫറൻസ് ചോദിക്കുമ്പോൾ ഒരുമിച്ചായിരിക്കും കേട്ടോ ചോദിക്കുക. ഓക്കെ അപ്പൊ നാം നോക്കി വെച്ചോ അതിന്റെ ഡിഫറൻസ്. ഒന്നാമത് സബ്ജക്ട് മാറ്റർ. ഓക്കെ സബ്ജക്ട് മാറ്റർ എങ്ങനെയാ? ഒന്ന് ലൈഫ് ഇൻഷുറൻസ് ഹ്യൂമൻ ലൈഫിനെ എന്താ നോക്കിക്കൊണ്ടുള്ളതാണ്. അങ്ങനെയെങ്കിലോ യെസ് ഫയർ ഇൻഷുറൻസോ ഏതെങ്കിലും പ്രോപ്പർട്ടി ഒരു അസറ്റ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ മറൈൻ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാലോ അതെന്താ? യെസ് നമ്മൾ കപ്പലിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കും. അങ്ങനെയെങ്കിൽ എലമെന്റ് എന്താ ഇതിന്റെ? യെസ് പ്രൊട്ടക്ഷൻ ആൻഡ് ദ ഇൻവെസ്റ്റ്മെന്റ് ഓർ ബോത്ത്. നമുക്കറിയാം ലൈഫ് ഇൻഷുറൻസ് നമുക്ക് എന്താ അത് ഇൻവെസ്റ്റ്മെന്റിനും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ? ഓക്കെ പക്ഷേ നമ്മളെ യെസ് ഏതാ മറൈൻ ഇൻഷുറൻസും അതുപോലെ തന്നെ ഫയർ ഇൻഷുറൻസും നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല, അവിടെ പ്രൊട്ടക്ഷൻ മാത്രമാണ്. ശ്രദ്ധിക്കുക. അടുത്തെന്താ? ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് എങ്ങനെയാ? മസ്റ്റ് ബി പ്രസന്റ് അറ്റ് ദ ടൈം ഓഫ് പോളിസി ടേക്കൺ അല്ലെ? ലൈഫ് ഇൻഷുറൻസിൽ നമ്മളൊരു ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ആ വ്യക്തിയുമായിട്ട് നമുക്ക് എന്താ യെസ് ഒരു ഇൻഷുറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ യെസ് അങ്ങനെയെങ്കിൽ ഫയർ ഇൻഷുറൻസും അതുപോലെ തന്നെ മറൈൻ ഇൻഷുറൻസിന്റെയോ മസ്റ്റ് ബി പ്രസന്റ് ബോത്ത് at the time of policy taken as well as time of loss. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഓക്കെ നമ്മൾ എന്താ പോളിസി എടുക്കുമ്പോഴും ആ ഒരു ലോസ് സംഭവിക്കുമ്പോഴും ആ വസ്തു എന്താ നമ്മളേത് തന്നെ ആയിരിക്കണം. നമ്മളിത് തന്നെയായിരിക്കണം. അതാണിത് ഫയർ ഇൻഷുറൻസിലും മറൈൻ ഇൻഷുറൻസിലും വരുന്നത്. ഓക്കെ ഇൻഷുറബിൾ ഇൻട്രസ്റ്റ്. അങ്ങനെയെങ്കിൽ ഡ്യൂറേഷനോ നമുക്കറിയാം ലൈഫ് ഇൻഷുറൻസ് ലോങ് പീരീഡ് വരുന്നുണ്ട്. യെസ് ഫയർ ഇൻഷുറൻസ് നോർമലി എന്താ 1 year ആണ് വരിക. പിന്നെയോ മറൈൻ ഇൻഷുറൻസോ അതും 1 year തന്നെയാണ്. ഓക്കെ അങ്ങനെയെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി. എന്താണ് ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് നഷ്ടം നികത്തുക അല്ലെ? ഓക്കെ അപ്പോൾ നമ്മുടെ ലൈഫ് ഇൻഷുറൻസിൽ അത് നമുക്ക് ആപ്ലിക്കബിൾ ആണോ? അല്ല. കാരണം എന്താ ഒരാളെ ജീവനൊക്കെ നഷ്ടം പരിഹാരം കിട്ടുമോ? നമുക്ക് ഇല്ല. അടുത്തെന്താ ആപ്ലിക്കബിൾ ആണ്. അടുത്തെന്താ ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. ഓക്കെ അപ്പൊ ഈ ഡിഫറൻസ് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, പഠിച്ചു വെച്ചോളാം. ഇമ്പോർട്ടന്റ് ആണ് ഈ ഡിഫറൻസ്. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ സെറ്റ്. ദെൻ അടുത്ത നോക്കിക്കോ മെഷർമെന്റ് ഓഫ് ലോസ്. നമ്മുടെ ലൈഫ് ഇൻഷുറൻസിൽ പോസിബിൾ ആണോ? മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. യെസ് ഇവിടെ രണ്ടും പോസിബിൾ ആണ്. എന്താ സറണ്ടർ ഓഫ് പോളിസി അല്ലെ? എവിടെയോ പോസിബിൾ ആണ്, ഇവിടെയോ രണ്ടും നോട്ട് പോസിബിൾ ആണ്. നേച്ചർ ഓഫ് റിസ്ക് എങ്ങനെയാ? സർട്ടൈൻ ആണ്, ഇവിടെയോ രണ്ടും അൺസർട്ടൈൻ ആണ്. മരണം നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും അല്ലെ? ഓക്കെ പിന്നെയോ പോളിസി ഓഫ് എമൗണ്ട് എങ്ങനെയാ? അവിടെ ഒരു ലിമിറ്റും കാര്യങ്ങളൊന്നും ഇല്ല. അവിടെ സബ്ജക്റ്റ് മാറ്ററിനനുസരിച്ച് ഇവിടെയോ മാർക്കറ്റ് വാല്യൂവിനനുസരിച്ചായിരിക്കും. കാർഗോ ഒക്കെ ആണെങ്കിൽ ആ ഒരു സാധനത്തിന് നമ്മുടെ മാർക്കറ്റിലെ വാല്യൂ എന്താണ് അതിനനുസരിച്ചായിരിക്കും എന്തുണ്ടാവുക. യെസ് ഓക്കെ സാർ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലേ നാളെ വരിക? ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നാളെ വരുള്ളൂ.
ഈ ടൈപ്പ് ക്വസ്റ്റ്യനെ നാളെ വരുള്ളൂ മക്കളെ, ഷുവറാണ്. ഈ ടൈപ്പ് ഇതിൽ നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്ന ആ ഒരു പോർഷൻസ് ഒക്കെ നമുക്ക് നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിട്ട് പോകാം. ഓക്കെ അല്ലേ? സെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ. ദിസ് സർവീസ് ഹെൽപ്പ് ടു റെഡ്യൂസ് ദ ഇമ്പാക്ട് ഓഫ് ലോസ് ലൈക്ക് ടു ബി കോസ്ഡ് ബൈ അൺസർട്ടൻ ഇവന്റ് ഇൻ എ ബിസിനസ്. ഓക്കെ, യെസ്, എന്താണ് help to reduce impact of loss like to be caused by uncertain events in a business. Okay, ഒന്നാമത്തെ identify the name of services, then explain the principles relating to such services. Okay, ഒന്ന് പറഞ്ഞേ, ഇത് ഏതാണ് സർവീസ്? നമുക്ക് ലോസിൽ നിന്നും അല്ലെ എന്താണ് അൺസർട്ടൻ ആയിട്ടുള്ള ഇവന്റിൽ നിന്നൊക്കെ ഉള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു സേവിങ്സ് തരുന്ന ആ ഒരു ഇത്. ഓക്കെ, ഇൻഷുറൻസ് ആണ്, അറിയാലോ. നമ്മളവിടെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾ. മക്കളെ പഠിച്ചു വെച്ചിട്ട് പോയിക്കൂടാ, അത് ചോദിക്കാണ്, നിങ്ങൾക്ക് നാളെ ഒരു എക്സാം ഉണ്ടാവില്ല കേട്ടോ. Principles of insurance. ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾ പഠിച്ചു വെച്ചോളാം. ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. ഒന്നാമത്തെ ശ്രദ്ധിച്ചോ, പ്രിൻസിപ്പിൾ ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത് എന്താണ്? യെസ്, പ്രിൻസിപ്പിൾസ് ഓഫ് അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. വിശ്വാസത്തിന്മേലുള്ളതാണ് എന്തെന്ന്? യെസ്, നമ്മുടെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ അല്ലെ, ഒരു ഇൻഷുററും ഇൻഷുർഡും തമ്മിൽ എന്ത് ചെയ്തിരിക്കണം? കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിരിക്കണം. ഓക്കെ, ഷെയർ ചെയ്തിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്, ഓർത്ത് വെച്ചോളാ. എന്താണ്? വിശ്വാസം. ഒന്നാമത്തെ അറ്റ്മോസ്റ്റ് ഗുഡ് ഫെയ്ത്ത്. അടുത്തെന്താ? പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഷൂർ ചെയ്യുമ്പോൾ. ഓക്കെ, ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് മീൻസ് മോണിറ്ററി ഇൻട്രസ്റ്റ്. എ പേഴ്സൺ ഈസ് സെഡ് ടു ഹാവ് ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്റ്റ് മാറ്റർ. നമ്മൾ ഇൻഷൂർ ചെയ്യുന്ന ആ ഒരു അസറ്റ് ആയാലും എന്ത് തന്നെയായാലും അതിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? ഒരു ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, ആ ഒരു അസറ്റിന് എന്തെങ്കിലും ഒരു ലോസ്, അൺഎക്സ്പെക്ടഡ് എന്തെങ്കിലും ഇവന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എന്താണ്? ഫിനാൻഷ്യലി നമ്മളെ എഫക്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഘടകങ്ങളെ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ? ഇൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനടുത്ത് എന്താ? പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡെംനിറ്റി. എന്താണ് ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നഷ്ടം നികത്തി കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോ. ഇറ്റ് മീൻസ് that in the event of occurrence of losses the insurer will be indemnified the extent of actual value of the loss. അല്ലെ, ആ ഒരു ലോസ് എത്രയാണോ അത് നമുക്ക് എവിടെ കൂടെ നികത്തി കിട്ടും? യെസ്, ഇൻഷുറൻസിലൂടെ നികത്തി കിട്ടും. പക്ഷേ ഒരു ലൈഫ് ഇൻഷുറൻസിലൊക്കെ നമുക്ക് എന്താ ഇൻഡെംനിറ്റി ചെയ്യാൻ പറ്റുമോ? അല്ലെ, ലൈഫ് ഇൻഷുറൻസ് ഒക്കെ എന്താണ്? ഒരു ഇൻഡെംനിറ്റി ഇൻഷുറൻസ് ആണോ? ഒരു ഇൻഡെംനിറ്റി പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നതാണോ? അല്ല, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ ഫയർ ഇൻഷുറൻസും മറൈൻ ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ, അതൊരു എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഡെംനിറ്റിന്റെ ബേസിൽ വർക്ക് ചെയ്യുന്നതാണ്. പക്ഷെ ഒരു ലൈഫ് ഇൻഷുറൻസ് അങ്ങനെയല്ല. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ മരിച്ചതിന് നമുക്കതിന് എന്താണ് പകരം എന്ത് കിട്ടിയിട്ട് കാര്യമുണ്ടോ? അല്ലെ, ഒരു ജീവന് ഈക്വൽ ആയിട്ട് നമുക്ക് എന്താ പൈസ കിട്ടിയോണ്ട് കാര്യമുണ്ടോ? ഇല്ല, അല്ലെ. അപ്പൊ എന്താ? യെസ്, ഒരു ലൈഫ് ഇൻഷുറൻസ് എപ്പോഴും എന്താണ്? എന്ത് പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടാണ്? യെസ്, അതൊരു അഷ്വറൻസ് ആണ്, അല്ലെ. ആ ഒരു മരിച്ച ആ ഒരു വ്യക്തിയുടെ നോമിനീസിന് അല്ലെങ്കിൽ അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന എന്ത്? ഒരു അഷ്വറൻസ്. ഓക്കെ, അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് അഷ്വറൻസ് ആണ് മക്കൾ ഓർത്തിരിക്കുക. മറ്റതൊക്കെ എന്താ? ഇൻഡെംനിറ്റി ആണ്. ഇതെന്താ? പ്രിൻസിപ്പിൾ ഓഫ് സബ്രോഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേം ഓർത്തോള, പകരം കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് സ്ക്രാപ്പ് ഓർ റിമൈനിങ് ഓഫ് ദ ഡാമേജ്ഡ് പ്രോപ്പർട്ടി വിൽ ബിക്കം ദ പ്രോപ്പർട്ടി ഓഫ് ഇൻഷുറൻസ് കമ്പനി. ഉണ്ടല്ലോ, യെസ്, നമുക്കറിയാം ഡാമേജ് പറ്റിയിട്ടുള്ള ആ ഒരു പ്രോപ്പർട്ടി അല്ലെ, അതിന് നമുക്കത്തെ ഇൻഷുറൻസ് കമ്പനി നമുക്ക് അതിന്റെ ലോസ് തന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് തന്നു കഴിഞ്ഞാൽ ആ ഒരു ഐറ്റം, ആ ഒരു പ്രോപ്പർട്ടി പിന്നെ ആരുടേതാ? യെസ്, ഇൻഷുറൻസ് കമ്പനിയുടേതാണ്. സോ അതാണ് ഇത് സബ്രോഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, റെഡി. അങ്ങനെയെങ്കിൽ അടുത്തതാ പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ. എന്താണ്? യെസ്, നമുക്കറിയാം ചില ആളുകൾ എന്ത് ചെയ്യുന്നു? യെസ്, ഒരേ സാധനത്തിന് തന്നെ 2 ടൈപ്പ് ഇൻഷുറൻസ് ഒക്കെ കൊടുക്കും അല്ലെ. 2 ഇൻഷുറൻസ് ഒക്കെ എടുക്കും അല്ലെ. അപ്പൊ 2 ഇൻഷുറൻസ് എടുത്താൽ അതിനെന്തെങ്കിലും ലോസ് സംഭവിച്ചാൽ നമുക്ക് 2 സൈഡിൽ നിന്നും എമൗണ്ട് കിട്ടുമോ? ഇല്ല, ഓർത്ത് വെച്ചോളാം, കിട്ടില്ല. നമുക്കെന്താ? എത്രയാണ് നമുക്ക് വന്നിട്ടുള്ള ആക്ച്വൽ ലോസ്, അതെന്ത് ചെയ്യുന്നു? യെസ്, ഈക്വൽ ആയിട്ട് 2 ഇൻഷുറൻസ് കമ്പനിയും കൂടെ ഷെയർ ചെയ്തേ നമുക്ക് തരുള്ളൂ. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അതാണ് ഇത് പ്രിൻസിപ്പിൾ ഓഫ് കോൺട്രിബ്യൂഷൻ. ഇതിനടുത്ത് എന്താ? പ്രിൻസിപ്പിൾ ഓഫ് മിറ്റിഗേഷൻ ഓഫ് ലോസ്. എന്താണ് മിറ്റിഗേഷൻ ഓഫ് ലോസ് എന്ന് പറഞ്ഞാൽ? നമ്മളൊരു നമ്മളൊരു ഇൻഷുറൻസ് എടുത്തു എന്ന് പറഞ്ഞു അല്ലെ. ഇപ്പൊ എന്താ? നമ്മൾ വീട്ടിൽ തീ പിടിക്കാം അല്ലെ. അപ്പൊ എന്താ? ഞാൻ ഫയർ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, കത്തട്ടെ എന്ന് പറഞ്ഞ് തുള്ളി കളിച്ചാൽ റെഡിയാവോ? പോരാ. നമ്മൾ എന്ത് ചെയ്യണം? യെസ്, നമ്മുടെ മുന്നിൽ ആ ഒരു ലോസ് നടക്കുമ്പോൾ നമ്മൾ അത് മാക്സിമം കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, മിറ്റിഗേഷൻ, ആ ഒരു ലോസ് നമ്മൾ എന്താ? കുറച്ചിരിക്കണം. ഓക്കെ, യെസ്. ദെൻ അടുത്തെന്താ? പ്രിൻസിപ്പിൾസ് ഓഫ് കോസ് അപ്രോക്സിമ. നമ്മൾ ഇൻഷുറൻസ് എടുത്തത് എന്ത് റിലേറ്റ് ചെയ്തുകൊണ്ടാണ്? ആ സെയിം കാര്യം
ആ സെയിം കാര്യത്തിൽ നിന്ന് മാത്രമേ നമുക്ക് എന്താ ഇൻഷുറൻസ് കിട്ടുള്ളൂ. ഫയർ ഇൻഷുറൻസ് എടുത്തു, ഓക്കെ, എന്നിട്ട് ആ ഒരു പ്രോപ്പർട്ടി ആരോ കട്ടുകൊണ്ടുപോയി, നമുക്ക് ഇൻഷുറൻസ് കിട്ടുമോ? ഇല്ല അല്ലെ, അവിടെ ഫയർ തന്നെ വേണം. ആ ഒരു കറക്റ്റ് കോസ് തന്നെ എന്ത് വേണം, സംഭവിക്കണം. ഓക്കെ, അതാണ് ഇത് പ്രിൻസിപ്പിൾസ് ഓഫ് കോസ പ്രോക്സിമ. സോ ഈ ഒരു 7 പോയിന്റ്സ് മക്കൾ പഠിച്ചു വെച്ചോളാ നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ട് പോയിക്കോളുക. ഓക്കെ ഓക്കെ സെറ്റ്. അങ്ങനെയെങ്കിൽ അടുത്ത് നോക്കോ, എക്സ്പ്ലെയിൻ ദ മേജർ ഫംഗ്ഷൻ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ. നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് ഒന്ന് പറഞ്ഞേ. കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ഫംഗ്ഷൻസ് അറിയാലോ. ഒന്നാമതെന്താ, ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുക. അറിയാലോ ഫിക്സ്ഡ് അക്കൗണ്ട് ഉണ്ട്, സേവിങ്സ് അക്കൗണ്ട് ഉണ്ട്, കറന്റ് അക്കൗണ്ട് ഉണ്ട്, പിന്നെ റിക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് അക്കൗണ്ടിന്റെ ബേസിൽ നമ്മുടെ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ ആദ്യത്തെ ഫംഗ്ഷൻ. പഠിച്ചു വെച്ചോളാം, ആദ്യത്തെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഫംഗ്ഷൻ എന്തായിരിക്കും? അവർ ആ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഡെപ്പോസിറ്റ് ഇങ്ങനെ കൊണ്ടുവെക്കുകയാണോ? അല്ല, അവരതെന്ത് ചെയ്യുന്നു? ഗിവ് ലോൺ ആൻഡ് അഡ്വാൻസ് അല്ലെ. നമുക്കൊക്കെ വേണ്ട ഒരുപാട് ലോൺസുകളും അഡ്വാൻസുകളും ഓവർ ഡ്രാഫ്റ്റും ടേം ലോണുകളൊക്കെ ആയിട്ട് അവരെന്ത് ചെയ്യുന്നു? അത് ആവശ്യക്കാർക്ക് അല്ലെങ്കിൽ പബ്ലിക്കിലേക്ക് കൊടുക്കുന്നു. ഓക്കെ അല്ലെ, ലോൺസ് ആൻഡ് അഡ്വാൻസ്. അടുത്തത് ഓക്കെ, അടുത്തെന്താ? ചെക്ക് ഫെസിലിറ്റീസ്. ഓക്കെ, അറിയാലോ അല്ലെ. നമുക്ക് എന്താ ബാങ്കിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യാനും അല്ലെങ്കിൽ എന്താണ് മറ്റൊരാൾക്ക് ഫണ്ട് കൊടുക്കാനൊക്കെ നമുക്ക് വേണ്ടിയിട്ട് ബാങ്ക് ചെയ്തു തരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് അല്ലെ, എന്താണ്? ചെക്ക് ഫെസിലിറ്റീസ്. ഓക്കെ, അവിടെ തന്നെ എന്താ? ബിയർ ചെക്ക് ഉണ്ട്, അതുപോലെ തന്നെ ക്രോസ്ഡ് ചെക്ക് ഉണ്ട്. ബിയർ ചെക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ? ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് അല്ലെ, ആ ചെക്ക് കൊണ്ടുപോയി ക്യാഷ് വിഡ്രോ ചെയ്തെടുക്കാനൊക്കെ പറ്റുന്ന ടൈപ്പ് ചെക്കുകളാണ്. അതായത് ക്രോസ്ഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കാണോ കൊടുക്കുന്നത് അയാളുടെ പേര് എഴുതി നമ്മൾ ജസ്റ്റ് ഒരു വര വരയ്ക്കുക, അതാണ് ക്രോസ്ഡ് ചെക്ക്. അയാളുടെ അക്കൗണ്ടിലേക്ക് മാത്രമേ ആ ഒരു എമൗണ്ട് നമുക്ക് ക്യാഷ് കൈ അവിടെ ഡയറക്റ്റ് വിഡ്രോ ചെയ്യാനൊന്നും പറ്റില്ല. അക്കൗണ്ട് ത്രൂ മാത്രമേ ആ ഒരു ഫണ്ട് വിഡ്രോ ചെയ്യാനും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. സോ അതാണ് ഇത് ക്രോസ്ഡ് ചെക്ക്. ഓക്കെ, അപ്പൊ ചെക്ക് ഫെസിലിറ്റി മൂന്നാമത്തത് ഓർത്ത് വെച്ചോളാം. ഓക്കെ, അങ്ങനെയെങ്കിൽ നാലാമത്തെ റെമിറ്റൻസ് ഓഫ് ഫണ്ട്. ആ ടേമിനുള്ള എന്താണ് റെമിറ്റൻസ് ഓഫ് ഫണ്ട്? ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സൗകര്യങ്ങൾ. ഓക്കെ, ഇപ്പം നമ്മൾ ഇതുപോലത്തെ പേ ഓർഡർ, അതുപോലെ തന്നെ മെയിൽ ഓർഡർ സർവീസുകൾ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, ബാങ്ക് ഡ്രാഫ്റ്റുകൾ, അങ്ങനത്തെ ഒരുപാട് സേവനങ്ങൾ. പക്ഷെ ഇപ്പം നമ്മൾ അന്ന് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ അതുപോലുള്ള സേവനങ്ങൾക്ക് ബാങ്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത് ലാസ്റ്റത്തെ അതർ സർവീസുകളാണ്, മറ്റ് സർവീസുകൾ അല്ലെ. നമ്മുടെ ബില്ലടയ്ക്കുക, നമ്മുടെ വാട്ടർ ബില്ലടയ്ക്കുക, നമുക്ക് റീചാർജ് ചെയ്ത് തരിക, നമുക്ക് ഇൻഷുറൻസ് പ്രീമിയം അടച്ചു തരിക, അങ്ങനെ ഒരുപാട് സേവനങ്ങൾ, നമുക്ക് കിട്ടേണ്ട ഫണ്ട് ഇൻട്രസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യുക, അങ്ങനെ ഒരുപാട് സേവനങ്ങൾ ആര് ബാങ്ക് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നുണ്ട്. സാർ ഈ ബാങ്കിലേക്ക് വരുമോ? ഈ ബാങ്കിലേക്ക് വരും, ഷുവർ ആയിട്ടും വരും. ഓക്കെ, അപ്പൊ ഈ ഒരു 5 ഫങ്ഷൻസ്, കൊമേഴ്ഷ്യൽ ബാങ്കിന്റെ 5 ഫങ്ഷൻസ് മക്കൾ പഠിക്കാതെ നാളെ പോകേണ്ട. റെഡി അല്ലേ? ഓക്കെ, then briefly explain the principles of insurance in the following cases. അടുത്തത് താഴെ തന്നിരിക്കുന്നവയിലുള്ള നോക്കിക്കേ, ഇൻഷുറൻസ്. പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഷുറൻസ് ഇൻ ദ ഫോളോയിങ്. ഇവിടെ തന്നിരിക്കുന്ന പ്രിൻസിപ്പിൾസ് ഏതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞേ. മിസ്റ്റർ ജയൻ വിഷ് ടു ഇൻഷുർ ദ ലൈഫ് ടു ഹെർ ഫ്രണ്ട് സുജി, ബട്ട് ദ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഒബ്ജക്റ്റ് ഇറ്റ്. പറഞ്ഞേ ഇത് ഏത് ഇൻഷുറൻസ് പ്രിൻസിപ്പിൾ ബേസ് ചെയ്തുകൊണ്ടുള്ളതാണ്? ഓക്കെ, ഒന്ന് പറഞ്ഞേ. നമ്മുടെ ജയൻ എന്ത് ചെയ്തു? ജയന്റെ ഫ്രണ്ട് ആയിട്ടുള്ള സുജിക്ക് വേണ്ടി ഇൻഷുറൻസ് എടുക്കാൻ പോയി. പക്ഷെ എന്ത് ചെയ്തു? ഇൻഷുറൻസ് കമ്പനി അത് റിജക്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞത്, അതിനെ ഒബ്ജക്റ്റ് ചെയ്തു. ഓക്കെ, ഇത് ഏത് പ്രിൻസിപ്പിളാ? ഇൻഷുറൻസിന്റെ നമ്മൾ ഇപ്പൊ പറഞ്ഞതിൽ ഏത് പ്രിൻസിപ്പിൾ ബേസ് ചെയ്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്? സബ്രഗേഷനോ? പോടാണെന്ന്. ഇതേതാ? ഒന്ന് പറഞ്ഞേ. സബ്രഗേഷൻ എന്ന് പറഞ്ഞ എന്താ? മക്കളെ എവിടെ ശ്രദ്ധിച്ചോ? എടാ, ജയൻ എന്ന് പറയുന്ന ആള് അയാളുടെ ഫ്രണ്ട് സുജിക്ക് വേണ്ടി ഒരു ഇൻഷുറൻസ് എടുക്കാൻ പോയി, ലൈഫ് ഇൻഷുറൻസ് എടുക്കാൻ പോയി. അപ്പൊ എന്ത് ചെയ്തു?
കമ്പനി അത് റിജക്ട് ചെയ്തു എന്നാ പറഞ്ഞില്ലേ. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് മക്കളെ? ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. ഇൻഷൂറബിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു അല്ലെ, പ്രോപ്പർട്ടി ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താ അതിൽ നിന്നൊരു ഫിനാൻഷ്യലി എന്താണ് ഒരു ലോസ് സംഭവിക്കണം. അങ്ങനത്തെ പ്രോപ്പർട്ടീസേ നമുക്ക് ഇൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ ഈ ലൈഫ് ഇൻഷുറൻസിന്റെ കേസിൽ അതുപോലെ തന്നെയാണ്. ഓക്കെ, നമ്മളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അല്ലെ, നമുക്ക് എന്താണ് ഒരു എന്താണ് ഒരാള് ഒരു മരണം സംഭവിച്ചാൽ അയാളുടെ ആ ഒരു മരണം നമ്മൾക്ക് എന്താണ് എന്തെങ്കിലും ഒരു രീതിയിലുള്ളൊരു ലോസ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പൊ ആ ടൈപ്പ് അങ്ങനെയുള്ള ആളുകൾ. അപ്പൊ ഇവിടെ ഫ്രണ്ടുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ളതാണ്. സോ അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കമ്പനി അതിനെ റിജക്ട് ചെയ്തിട്ടുള്ളത്. ഓർത്തോളുക. ഓക്കെ ഓക്കെ, അടുത്ത് നോക്കിക്കോ. മിസ്റ്റർ സുനിൽ ഗോട്ട് 3 lakh ഫ്രം ദ ഇൻഷുറൻസ് കമ്പനി ആസ് കോമ്പൻസേറ്റ് ഫോർ ഹിസ് സ്റ്റോളൻ കാർ. Later he filed a suit to recover the stolen car. ഓക്കെ, അപ്പൊ പറഞ്ഞ കാറിന് വേണ്ടി ഫയർ ഇൻഷുറൻസ് എടുത്തു. തീ പിടിച്ചപ്പോൾ എന്താ അതിന് ഇൻഷുറൻസ് കിട്ടുകയും ചെയ്തു. പക്ഷേ ഇൻഷുറൻസ് കിട്ടിയതിന് ശേഷം എന്താ ആ കാർ പിന്നെ ആരുടേതായി? കമ്പനിയുടേതായി അല്ലെ. ആ കാർ തിരിച്ചു കിട്ടാൻ നമ്മുടെ സുനിൽ എന്ത് ചെയ്തു? ഒരു ഫയൽ ചെയ്തു, അല്ലെങ്കിൽ സ്യൂട്ട് ഫയൽ ചെയ്തു എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതേതാ? ഇതേതാണ്? സബ്രോഗേഷൻ ആണ്. ഇതൊക്കെയാണ്. ഇനിയിപ്പോൾ ഇതിന് വേണ്ടി ഇതാണോ നേരത്തെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഓക്കെ, സാറ് കുറച്ച് ചിരിച്ചു. സാറ് വിചാരിച്ച് നേരത്തെ ഫസ്റ്റത്തെ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇതേതാണ്? സബ്രോഗേഷൻ ആണ്. സബ്രോഗേഷൻ ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോളാം. സെറ്റ് അല്ലേ? ഓക്കെ, റെഡി അല്ലേ? ഇത് ഓക്കെ അല്ലേ? റെഡി? അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മുടെ ബിസിനസ് സർവീസുകളിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. ഇൻഷുറൻസ് പോളിസി, ഇൻഷുറൻസിൻ്റെത് ഒന്നും വിടണ്ട. ഒരു ഇൻഷുറൻസും നിങ്ങൾ വിടണ്ട. മറൈൻ ഇൻഷുറൻസ് വിടണ്ട, നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് വിടണ്ട, ഫയർ ഇൻഷുറൻസ് വിടണ്ട, ഒന്നും വിടണ്ട, പഠിച്ചു വെച്ചോളാം. ദെൻ ബാങ്കിങ് സെക്ഷൻ വിട്ട് കളിക്കേണ്ട. ബാങ്കിങ്, കൊമേഴ്ഷ്യൽ ബാങ്ക്, അതിൻ്റെ ടൈപ്സ് കാര്യങ്ങൾ, ബാങ്കിങ്, അതുപോലെ തന്നെ ബാങ്കിങ്ങിൻ്റെ ഫങ്ഷൻസ് പഠിച്ചോളാം. ഓക്കെ അല്ലേ? സെറ്റ്? റെഡി? ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ റെഡി? അങ്ങനെയെങ്കിൽ അടുത്ത നമ്മൾ പോകുന്നത് ഏറ്റവും ഒരു കുഞ്ഞി ചാപ്റ്ററിലേക്കാണ്. കുറച്ച് വെയിറ്റേജ് കുറഞ്ഞിട്ടുള്ള നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സാർ പറഞ്ഞുതരാം. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് കാണിച്ചു തരാം. ഓക്കെ വരും, അതൊക്കെ വരും. നമുക്കിനി പോർഷൻസ് ഉണ്ട്. സാറ് ആദ്യത്തെ 4 ആദ്യത്തെ അല്ല, 2nd, 4th, 6th, 8th അങ്ങനെ സാറാ ചാപ്റ്റർ എടുക്കുന്നത്. ബാക്കി രണ്ടു മിസ് വരും, പേടിക്കല്ല, നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ സെറ്റ്? അപ്പൊ നോക്കിക്കോ. ഒന്നാമത്തെ, വിച്ച് among the following is against the business ethics? ഓക്കെ, ബിസിനസ് എത്തിക്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൽ ഏതാണെന്നാ ചോദിച്ചിട്ടുള്ളത്. ഒന്ന് പറഞ്ഞേ. യൂസിങ് ഫെയർ എന്താണ് വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സ്, ഒന്നാമത്തത്. അടുത്തെന്താ? ഫെയർ ട്രീറ്റ്മെന്റ് ഓഫ് വർക്കേഴ്സ്. എന്താണ്? ഫാമിംഗ് റീസണബിൾ പ്രോഫിറ്റ്. അടുത്തെന്താ? ചാർജിങ് അൺഫെയർ പ്രൈസ്. ഏതാ മക്കളെ? ഒരു എഗെയിൻസ്റ്റ് ദ ബിസിനസ് എത്തിക്സിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യം. സിമ്പിൾ അല്ലെ? എന്താണ്? അൺഫെയർ പ്രൈസ് ആണ്. ഓക്കെ, ഓർത്ത് വെച്ചോളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അതിൽ ചോദിക്കും. പിന്നെ റൈറ്റ് ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ബിസിനസ് ടുവേർഡ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിനോടുള്ള ബിസിനസിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് എഴുതുക. ഇമ്പോർട്ടൻ്റ് ഐറ്റം. ഓക്കെ, വ്യത്യസ്ത വേരിയസ് പാർട്ടീസിനോടുള്ള നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഓണേഴ്സിനോട്, കൺസ്യൂമേഴ്സിനോട്, എംപ്ലോയീസിനോട്. അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അത് സിമ്പിൾ ആയിട്ട് ഓർത്ത് വെച്ചോളാം. പോയിന്റ്സ്. ഓക്കെ യെസ് കുട്ടികളൊക്കെ വളരെ കുറവാണ്. ഫസ്റ്റ് തന്നെ കയ്യബദ്ധം കാണിച്ചിട്ടാണോ എന്ന് അറിയില്ല. ഇതെന്തിനാ ഇങ്ങോട്ട് നിൽക്കിച്ചേ? പ്രേതം പോലെ ഉണ്ടാവും. അവിടെ കഴിഞ്ഞോ? ഓക്കെ റെഡി? അപ്പൊ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇതിലൂടെ കഴിഞ്ഞപ്പോൾ മിസ്സിനെ നമുക്ക് കയറ്റാം. പേടിക്കണ്ട. മിസ് അവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. മിസ് വെള്ളമൊക്കെ കുടിച്ച് സെറ്റ് ആവട്ടെ. ഓക്കെ അപ്പോൾ എനിക്കിന്നൊരു സ്റ്റാർ കിട്ടുന്നില്ല. തുടക്കം തന്നെ എന്തോ ആയി, ഒരു ഇത് കിട്ടുന്നില്ല. അതെ, താങ്കൾക്ക് പിന്നെ ശീലമാണ്, എനിക്കിത് ആദ്യമായിട്ടാ ഒരു ഇത് കിട്ടുന്നില്ല. കുട്ടികൾ ഇത്ര നല്ലതിനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഒരു വിഷമം. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ മക്കളേതാ നമ്മളെ കൺസ്യൂം അതെ കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് നോക്കാം. സെറ്റ് സീനില്ല. നമ്മൾ നാളെ ഇത് ചെയ്യൂലേ? മോർണിംഗ് ബൂസ്റ്റർ അല്ലേ? മോർണിംഗ് ബൂസ്റ്റർ നമുക്ക് കത്തിക്കാം.
അതെ, പെരിയ മനുഷ്യൻ. ആ ഡയലോഗ് ഞാൻ എവിടെയോ. ഓക്കെ ഓക്കെ, അതെ അതെ അതെ, ഇപ്പൊ സെറ്റ്. ഓക്കെ, റെസ്പോൺസിബിലിറ്റി ടുവേഴ്സ് കൺസ്യൂമേഴ്സ്. ഓക്കെ, കൺസ്യൂമേഴ്സിനോട് നമ്മളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാം? സിമ്പിൾ ആണ്, സിമ്പിൾ പോയിന്റ് ആണ് ഓർത്തിച്ചോളൂ. ഒന്നാമത്തെ യെസ്, പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്വാളിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് യെസ് റീസണബിൾ പ്രൈസ്. ഒന്നാമത്തത്. ഓക്കെ, നല്ല ക്വാളിറ്റിയിൽ റീസണബിൾ പ്രൈസിൽ അവർക്ക് സാധനങ്ങൾ കൊടുക്കുക. ഓക്കെ, അടുത്ത ശ്രദ്ധിച്ചോ, അവോയ്ഡ് ഇറ്റ്സ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്. അല്ലെ, ഉഡായ്പ് കാണിക്കാൻ പാടില്ല, അഴിമതി അല്ലെ, അങ്ങനത്തെ പരിപാടി ഒന്നും പാടില്ല. പൂഴ്ത്തിവെപ്പ്, അതുപോലെ തന്നെ എന്താണ് കൊള്ള, കരിഞ്ചന്ത, അങ്ങനെ കേട്ടില്ലേ, അതൊന്നും പാടില്ല. അടുത്തെന്താ, എഡ്യൂക്കേറ്റിംഗ് ദ educating the consumer on product ഇതാണ് ഇതിന്റെ പ്രശ്നം. ഓക്കെ, പ്രൊഡക്ട്സ് പ്രൊഡക്റ്റ് സെഷൻ ഡിസാറ്റിസ് ഫീച്ചേഴ്സ്. എന്തൊക്കെയത്? ഈ ഒരു PPT ഫുൾ സീനാണല്ലോ. Yes, consumers on product as an ഡിസ്റ്റ് ഫീച്ചേഴ്സോ, അത് സാധന ഡിസ്റ്റ് ഫീച്ചേഴ്സ്. യെസ്, ഇവിടെ എന്തോ ചെയ്യുന്നുണ്ട്, അവിടെ ഇത് ഫുള്ള് തെറ്റാണ്, നമുക്കത് വെട്ടി കളയാം. അടുത്ത പോയിന്റ്, യെസ്, പ്രൊവൈഡ് ദ റൈറ്റ് സർവീസ് ടു കൺസ്യൂമേഴ്സ്. ഓക്കെ, അവിടെ എന്താണ് വേണ്ട സർവീസുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇത് ഒരുമിച്ചായി പോയിട്ടാണ്, എല്ലാം കൂടെ സ്പേസ് ഇല്ലാണ്ടായി പോയി. ഓക്കെ, അടുത്തെന്താ, ഹാൻഡ്ലിംഗ് ഓഫ് ദ കസ്റ്റമേഴ്സ്. ഇത് ഫുള്ള് ഒരുമിച്ചാണല്ലോ. കംപ്ലൈൻസ് വിത്ത് യെസ് കോഡ്സ് ആൻഡ് സിമ്പതി. ഓക്കെ, കസ്റ്റമേഴ്സിന്റെ എന്ത് യെസ് അവർക്ക് വേണ്ട, അല്ലെങ്കിൽ എന്താ കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് നമ്മളോട് പറയുന്ന ഫീച്ചേഴ്സ് ആണ്, ഇറ്റ്സ് ഫീച്ചേഴ്സ് ആണ് അല്ലേ. ഓക്കെ, പ്രൊഡക്ട്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ്. യെസ് യെസ്, അതാണ് കറക്റ്റ്. ഓക്കെ, ഇപ്പൊ കിട്ടി, പ്രൊഡക്ട്സ് ആൻഡ് ഇറ്റ്സ് ഫീച്ചേഴ്സ് എന്നാണ് അല്ലേ. ഒന്നും മനസ്സിലാകുന്നുണ്ടോ? അത് ഒരുമിച്ച് കൂടിയിട്ട് യെസ്, പ്രൊഡക്ട്സ് ആൻഡ് ഫീച്ചേഴ്സ്, അതൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്യാന്നുള്ള യെസ് എഡ്യൂക്കേറ്റിംഗ്, കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ ഹാൻഡ്ലിംഗ് ഓഫ് കസ്റ്റമേഴ്സ് യെസ് കംപ്ലൈൻസ് വിത്ത് കോഡ്സ് ആൻഡ് സിമ്പതി എക്സെട്ര. ഓക്കെ, കസ്റ്റമേഴ്സിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുക? നമ്മൾ കോർട്ടിൽ ഹാൻഡിൽ ചെയ്യുക. അതുപോലെ തന്നെ എങ്ങനെ അവരോട് നമുക്ക് എന്ത് വേണം? സിമ്പതി വേണം അല്ലെ. അവരുടെ അവകാശങ്ങൾക്കെതിരെ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. സോ അത് നമ്മൾ എന്താ യെസ് അത് മനസ്സിലാക്കി നമ്മൾ അത് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ പോയിന്റ്സുകൾ മക്കൾ ഓർത്ത് വെച്ചോളാം. സിമ്പിൾ പോയിന്റുകളാണ്. റെഡി? അപ്പോൾ ഇതിന്റെ തൊട്ടടുത്ത ക്വസ്റ്റ്യനും ഇത് തന്നെയാണ്. ബ്രീഫ് നോട്ട് അബൌട്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്. ബിസിനസിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എഴുതുക എന്നുള്ളത് തന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഓരോരുത്തരും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓരോരുത്തരോടും. ഒന്നാമത്തത് ഓണർ, രണ്ടാമത്തത് സാറിന് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കൺസ്യൂമേഴ്സ്, ദെൻ മൂന്നാമത്തത് എംപ്ലോയീസിനോട്, ദെൻ ഗവൺമെന്റിനോട്, ദെൻ അടുത്തത് ശ്രദ്ധിച്ചോ കമ്മ്യൂണിറ്റിനോട്. ഓക്കെ, യെസ്, ഇത് നിർബന്ധമായിട്ടും ഈ ഒരു 5 എണ്ണം മക്കൾ പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ആദ്യത്തെ ഇതാ നോക്കിക്കോ, യെസ് ഓണേഴ്സിനോടുള്ള യെസ് നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതെന്തൊക്കെയാ? ഒന്നാമത് എന്താ? അവരുടെ ഇൻവെസ്റ്റ്മെന്റ് സേഫ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്തെന്താ? പ്രൊവൈഡ് യെസ് ഫെയർ ആൻഡ് റെഗുലർ ഡിവിഡൻഡ്, അല്ലെങ്കിൽ പ്രോഫിറ്റും കാര്യങ്ങളും അവർക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. എന്താണ്? കറക്റ്റ് റെഗുലർ ആൻഡ് യെസ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഫിനാൻഷ്യൽ പൊസിഷൻ, നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷനെ കുറിച്ചുള്ള യെസ് എന്താണ് കറക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കുക. ദെൻ മേക്ക് എഫേർട്ട് ടു ഇൻക്രീസ് ദ വാല്യൂ ഓഫ് ഷെയർസ്, അല്ലെ ഷെയർസിന്റെ വാല്യൂ ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുക. നമ്മുടെ ഓണേഴ്സിനോട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന യെസ് എന്താ റെസ്പോൺസിബിലിറ്റി, ഇതൊക്കെയാണ് അവരോട് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി. സെക്കൻഡ് കൺസ്യൂമേഴ്സിന് നമ്മളിപ്പോൾ പറഞ്ഞു. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത നോക്കിക്കോ, യെസ് എംപ്ലോയീസിനോട് സിമ്പിൾ ആണ്. യെസ് പ്രൊവൈഡ് ഫെയർ കോമ്പൻസേഷൻ യെസ് എന്താണ് ബെനിഫിറ്റ് അല്ലെ, നമ്മളെന്താ പ്രൊഡക്റ്റിന്റെ ഒക്കെ ഫെയർ ആയിട്ട് അവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ പ്രൊവൈഡ് ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ, നല്ല വർക്കിംഗ് കണ്ടീഷൻസ് ഉണ്ട്. യെസ് പിന്നെ യെസ് പ്രൊവൈഡിങ് യെസ് ഡിസ്ക്രിമിനേഷൻ എമംഗ് ദ എംപ്ലോയീസ്, അവർക്കിടയിൽ എന്താ ആ ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മാക്സിമം ഒഴിവാക്കേണ്ടതുണ്ട്. ദെൻ പ്രൊവൈഡ് വെൽഫെയർ സ്കീം അല്ലെ, അവർക്ക് വേണ്ട വെൽഫെയർ സ്കീമായിട്ടുള്ള ഹൗസിങ്ങും മെഡിക്കൽ ഫെസിലിറ്റീസും ഒക്കെ കൊടുക്കുക. ദെൻ പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷണൽ ആൻഡ് സെൽഫ് ഡെവലപ്മെന്റ്, അവരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സഹായങ്ങളൊക്കെ കൊടുക്കുക. അപ്പൊ അതുപോലുള്ള പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് എന്താ ജനറലി കിട്ടുന്നല്ലേ, ഈ ചാപ്റ്ററിൽ നിന്ന് ജനറൽ ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ വരും, അതായത് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, കയ്യിൽ നിന്ന് എടുത്ത് പോയിന്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും, മാർക്ക് കിട്ടും. ഓക്കെ, ഇതിനടുത്ത് എന്താ റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ്
ടുവേഴ്സ് ഗവൺമെന്റ്. ഓക്കെ, ഗവൺമെന്റിനോടുള്ള റെസ്പോൺസിബിലിറ്റി എന്താ? ഒന്നാമത്തതാ ടാക്സും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് പേ ചെയ്യുക. ദെൻ കോപ്പറേറ്റ് വിത്ത് ഗവൺമെന്റ്സ് ഇൻവോൾവിങ് ദ നാഷണൽ പ്രോബ്ലം ഓഫ് പ്രൊവേർട്ടി അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് അതുപോലുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റ് ഇടപെടുമ്പോൾ അവരുടെ കൂടെ ഇടപെടുക. എന്താ? ഫോളോ ദ ലോ പാസ്ഡ് ബൈ ദ ഗവൺമെന്റ്. ഓക്കെ, ഗവൺമെന്റ് പാസ് ചെയ്തിട്ടുള്ള ലോകളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. ദെൻ സെറ്റപ്പ് ന്യൂ വെഞ്ചർ ഇൻ ബാക്ക്വേർഡ് ഏരിയാസ് അല്ലെ, ബാക്ക്വേർഡ് ഏരിയാസിലേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ താഴേക്കിടയിലുള്ള ആളുകളൊക്കെ മെച്ചപ്പെടുത്തി കൊണ്ടുവരുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ്. ഗവൺമെന്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ റിലേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആവുക എന്നുള്ളതാണ്. ദെൻ ലാസ്റ്റ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അറിയാലോ, പ്രൊവൈഡിങ് എക്കണോമിക് സ്റ്റെബിലിറ്റി കൊടുക്കുക, അതുപോലെ തന്നെ പ്രൊട്ടക്ടിങ് പബ്ലിക് ഇൻട്രസ്റ്റ്, അവരുടെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്ട് ചെയ്യുക. തന്നെ പ്രൊട്ടക്ടിങ് ദ എൻവിറോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യുക, പ്രൊവൈഡിങ് എംപ്ലോയ്മെന്റ് കൊടുക്കുക, എൻഷോറിങ് നോൺ ഡിസ്ക്രിമിനേഷൻ അല്ലെ, നമ്മുടെ എന്താണ് സെക്സ് ബേസിൽ റിലീജിയൻ ബേസിലൊന്നും എന്തുണ്ടാകാൻ പാടില്ല, ഒരു ഡിസ്ക്രിമിനേഷൻ നമ്മൾ കീപ്പ് ചെയ്ത് പോകാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു 5-6 വിത്ത് ഡിഫറെന്റ് വേരിയസ് പാർട്ടീസിനോടുള്ള നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓർത്ത് വെച്ചോളാം. ഓണർ, കൺസ്യൂമർ, ദെൻ എംപ്ലോയീസ്, ദെൻ ഗവൺമെന്റ്. ഓക്കെ, അതുപോലെ തന്നെ എംപ്ലോയീസ്, ഗവൺമെന്റ്, ദെൻ ലാസ്റ്റ് കമ്മ്യൂണിറ്റി. ഓക്കെ, ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചോളാം. ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഷുവറാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത് നോക്കിക്കോ. ദ മാനേജ്മെന്റ് ഓഫ് തോട്ടം പ്ലാന്റേഷൻ ഡിസൈഡഡ് ടു സെറ്റ് എ പാർട്ട് 10% ഓഫ് ദർ പ്രോഫിറ്റ് ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് സ്റ്റുഡന്റ് ബിലോങ്ങിങ് ടു വീക്കർ സെക്ഷൻ. Identify the type of social responsibility referred here. Also write 3 points of argument for the social responsibility. ഓക്കെ, എന്താണ് പറഞ്ഞത്? ഒരു ബിസിനസ് അല്ലെ, തോട്ടം പ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു ബിസിനസ് അവരുടെ പ്രോഫിറ്റിന്റെ 10% എന്ത് ചെയ്തു? സ്റ്റുഡൻസിന്റെ എഡ്യൂക്കേഷന് വേണ്ടി മാറ്റി വെച്ചു അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഏത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഏതാണ്? അതിന്റെ കൂടെ തന്നെ എന്താണ്? റൈറ്റ് ദ 3 points ഓഫ് ആർഗ്യുമെന്റ് അല്ലെ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടിയുള്ള ആർഗ്യുമെന്റ്സ് ഒന്ന് മെഷർ ചെയ്യുന്നുള്ളതാണ്. സാർ സ്പേസ് ബാർ വർക്ക് ആകുന്നില്ല, അതുണ്ടല്ലടാ. PPT PDF-ലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ പറ്റിയതാണ്. ഓക്കെ, PPT PDF-ലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ പറ്റിയതാണ്. സോറി, PDF PPT-ലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ പറ്റിയതാണ്. എല്ലാം കൂടെ കൂടിപ്പോയതാ. ഓക്കെ, സെറ്റ് റെഡി. അപ്പൊ ഇവിടെ ഒന്ന് പറഞ്ഞേ, ഇതേതാ? ഏത് റെസ്പോൺസിബിലിറ്റിയാണ് ഇവിടെ ആദ്യം ചെയ്തിട്ടുള്ളത്? ഏത് റെസ്പോൺസിബിലിറ്റിയാ? കമ്മ്യൂണിറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത് നമ്മുടെ എന്താണ്? ഒരു എഡ്യൂക്കേഷൻ, സ്റ്റുഡൻസിന്റെ എഡ്യൂക്കേഷനൊക്കെ വേണ്ടി നമ്മൾ ഫണ്ട് കൊടുത്തു, പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ മാറ്റി വെച്ചു എന്നുള്ളത്. ദെൻ നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടിയുള്ള നമ്മളെ ആർഗ്യുമെന്റ്സ് നമ്മൾ ഫസ്റ്റ് തന്നെ പഠിക്കുന്നുണ്ടല്ലോ അല്ലെ. നീഡ്സ് ആയിട്ടും അല്ലെങ്കിൽ എന്താണ് റീസൺസ് ആയിട്ടും ഒക്കെ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ട ഈ പോയിന്റ് ആണ്. എന്താ? സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടിയുള്ള ആർഗ്യുമെന്റ്സ്. ഒന്നാമത്തെ ആർഗ്യുമെന്റ് എന്താ നോക്കിക്കോ? എക്സിസ്റ്റന്റ് ആൻഡ് ഗ്രോത്ത് അല്ലെ. ബിസിനസിന്റെ നിലനിൽപ്പിന്, അതിന്റെ ഗ്രോത്തിന് എന്താവശ്യമാണ്? യെസ്, നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആവശ്യമാണ്. സെക്കൻഡ് എന്താ? ബെറ്റർ ഇമേജ് ഫോർ ബിസിനസ് അല്ലെ. ബിസിനസിന് നല്ല ഇമേജ് വേണ്ടേ? അതിനെന്ത് വേണം? സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമ്മൾ കീപ്പ് ചെയ്യണം. അടുത്തെന്താ? ഫേവറബിൾ എൻവിറോൺമെന്റ് ഫോർ ബിസിനസ് അല്ലെ. യെസ്, എന്താ? ബിസിനസിന് എന്താണ്? ആ ഒരു എൻവിറോൺമെന്റ് ഫേവർ ആയിട്ട് കിട്ടാൻ, നല്ല അടിപൊളിയായിട്ട് കച്ചറയൊന്നും ഇല്ലാണ്ട് ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകണ്ടേ നമ്മുടെ എൻവിറോൺമെന്റിൽ. സോ അതിന് വേണ്ടിയിട്ട് അടുത്തെന്താ? ഏർണിംഗ് പ്രോഫിറ്റ് ത്രൂ സോൾവിങ് സോഷ്യൽ പ്രോബ്ലം അല്ലെ. സൊസൈറ്റിയിൽ പ്രോബ്ലംസ് എന്ത് ചെയ്യുക? യെസ്, നമ്മളത് പരിഹരിക്കുക. എന്നിട്ടോ അത് പ്രോഫിറ്റ് ആക്കി മാറ്റുക. നമ്മൾ നല്ല എന്താണ് പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ട് അല്ലെങ്കിൽ എന്താണ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒരുപാട് ആളുകൾ നമ്മുടെ ബിസിനസ്സിലേക്ക് എത്തും അല്ലെ. സോ ആ ഒരു കാര്യം നമ്മളെ പ്രോഫിറ്റിലേക്ക് മാറ്റുക, ആ ഒരു സോഷ്യൽ പ്രോബ്ലത്തിനൊക്കെ. എന്താണ്? മിനിമൈസിങ് ഗവൺമെന്റ് റെഗുലേഷൻ. അറിയാലോ, നല്ല രീതിയിൽ നമ്മൾ ബിസിനസ് നടത്തിക്കൊണ്ട് പോയില്ലെങ്കിൽ ഗവൺമെന്റ് എന്ത് വരുന്നു? ഗവൺമെന്റ് കയറി വരും. എന്നിട്ടോ സീനാക്കും. നമുക്ക് വേണ്ടി ഒരുപാട് റൂളുകളും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുപോകും. നമ്മളെ ഫ്രീഡത്തിന് അവരെന്നുകൊണ്ട് കാണും. അപ്പോൾ അത് ഇല്ലാതാക്കാൻ നമ്മളെന്താ ഡീസൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുക. ഓക്കെ, എന്താണ്? കോൺട്രിബ്യൂഷൻ ടു സോഷ്യൽ പ്രോബ്ലം. ഓക്കെ, സോഷ്യൽ പ്രോബ്ലത്തിന് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ഒക്കെ നൽകുക. ഓക്കെ, അപ്പോൾ ഈ പോയിന്റ്സുകൾ ഓർത്ത് വെച്ചുള്ള ആർഗ്യുമെന്റ്സ് ഫോർ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ എന്താണ് നീഡ്സ് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ഈ പോയിന്റ്സ് ആണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചു വെച്ചോളാം. ഓക്കെ, റെഡി? അങ്ങനെയെങ്കിൽ ഇത് നോക്കിക്കോ. എ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇൻ ഷെഡ്യൂൾ ഇൻ അവർ ക്ലാസ് എൻവിറോൺമെന്റൽ പൊല്യൂഷൻ ആൻഡ് ബിസിനസ്. എ ഗ്രൂപ്പ് ലീഡർ എക്സ്പ്ലെയിൻ എനി 4 മേജർ കോസ് ഓഫ് എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ. ഓക്കെ, അപ്പോൾ പറഞ്ഞേ എന്താണ് മേജർ കോസ് ഓഫ് എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ പൊല്യൂഷൻ. ഓക്കെ, മേജർ കോസസ് ഏതൊക്കെ പൊല്യൂഷൻസ് ആണ് ഉള്ളത്? പൊല്യൂഷന്റെ മേജർ കോസുകൾ എന്തല്ല എന്നുള്ള ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. 4 ടൈപ്പ്. എന്താണ്?
പൊല്യൂഷൻസ് ആണുള്ളത്. ഓക്കെ, എയർ ഉണ്ട്, ലാൻഡ് ഉണ്ട്, വാട്ടർ ഉണ്ട്, ദെൻ നോയ്സ് ഉണ്ട് അല്ലെങ്കിൽ വോയിസ് ഉണ്ട്. ഓക്കെ, ഈ 4 പൊല്യൂഷൻസും നമ്മൾ പറഞ്ഞിട്ടല്ലോ, ഓർത്ത് വെച്ചോളാം, പഠിച്ചോളാം. ഓക്കെ, പൊല്യൂഷൻ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിക്കുക, ജനറൽ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ അതിൽ എഴുതിടാം. ജനറൽ ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ, നമ്മളെ ടെക്സ്റ്റ് വെച്ച് പഠിക്കേണ്ട കാര്യങ്ങളല്ല. ഓക്കെ, അതെ, എയർ, വാട്ടർ, ലാൻഡ്, നോയ്സ് ഓർത്ത് വെച്ചോളാം. റെഡി അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ്? യെസ്. ലൈവ് എപ്പോഴാണ് തീരാന്നോ? ലൈവ് നമുക്ക് പെട്ടെന്ന് തീർക്കാം. യെസ്. രഡു മിസ്. ഓക്കെ, രഡു മിസ് ഇവിടെ ഉണ്ട്. ഓക്കെ. ദ സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് കൂടെ പറഞ്ഞിട്ട് രഡു മിസ്സിനെ സാറ് വിളിക്കാം. ഓക്കെ, ഇതോടെ അങ്ങ് തീർക്കട്ടെ സാറ്. യെസ്. ഓക്കെ, അപ്പം സോഴ്സ് ഓഫ് ബിസിനസ് ഫിനാൻസ് നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ ആണ്. 8ാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് സാറ് പറഞ്ഞുതരാം. ഒന്നാമത്തെ, വിച്ച് ഡോക്യുമെന്റ് ഈസ് ഇഷ്യൂഡ് ബൈ എ പബ്ലിക് കമ്പനി ഫോർ ഇൻവൈറ്റിംഗ് ദ പബ്ലിക് ഫോർ സബ്സ്ക്രൈബിംഗ് ഇറ്റ് ഷെയർസ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സോഴ്സസിലുള്ളതാണ്. സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസിലുള്ളതാണ്. അപ്പൊ എന്താ, പബ്ലിക് കമ്പനി എന്താണ്? യെസ്, നമ്മുടെ പബ്ലിക്കിൽ നിന്നും ഫണ്ട് റൈസ് ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുക? ആദ്യം ഒരു ക്ഷണപത്രം കൊടുക്കും. ആ ക്ഷണപത്രത്തിന് എന്താ പറയുക? യെസ്, പ്രോസ്പെക്ടേഴ്സ് ആണ്, മറന്നു പോകാൻ പാടില്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ ഫിൽ ഇൻ ദ സീരീസ് ആസ് പെർ ഹിന്റ് ഗിവൺ. ഓക്കെ, ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ക്യാപിറ്റൽ ആണ് അല്ലെ? അപ്പൊ ദാ ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്ത് ക്യാപിറ്റലാ? ഒന്ന് പറഞ്ഞേ. ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്ത് ക്യാപിറ്റലാ? ഡിബഞ്ചർ എന്ന് പറഞ്ഞാൽ എന്ത് ക്യാപിറ്റലാ മക്കളെ? ഡിബഞ്ചർ എന്ന് ബോറോ അല്ല, ബോറോവിഡ് ആണ്. ഫുൾ ഇതാണ്, ബോറോവിഡ് ക്യാപിറ്റൽ ആണ്. യെസ്, മറന്നോ പാടില്ല. ഓക്കെ, ബോറോവിഡ് ക്യാപിറ്റൽ. ഓക്കെ, വാട്ട് ഈസ് മീൻ ബൈ ദ പബ്ലിക് ഡെപ്പോസിറ്റ്? എക്സ്പ്ലെയിൻ ദ മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് സോഴ്സ് ഓഫ് ഫിനാൻസ്. പറഞ്ഞേ, ഈ ഒരു സോഴ്സ് ഓഫ് ഫിനാൻസ് പബ്ലിക് ഡെപ്പോസിറ്റ്. എന്താണ് പബ്ലിക് ഡെപ്പോസിറ്റ്? പബ്ലിക് ഡെപ്പോസിറ്റിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ചെയ്താണ്. പഠിച്ചു വെച്ചോ. ഇറ്റ് ഈസ് ദ ഡെപ്പോസിറ്റ് റൈസ്ഡ് ബൈ ദ ഫേം ഡയറക്ട്ലി ഫ്രം പബ്ലിക്. Its rate interest are usually higher than the offered on the bank deposit. It is regulated by RBI. അറിയാലോ, പബ്ലിക്കിൽ നിന്ന് നമ്മൾ എന്താ ഫണ്ട് സ്വീകരിക്കുക, അതാണ് പബ്ലിക് ഡെപ്പോസിറ്റ്. ഓക്കെ, പബ്ലിക് കമ്പനിക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ മെറിറ്റ്സ് വെച്ചോളാം. ഒന്നാമത്തെ എന്താ? യെസ്, ഇറ്റ്സ് പ്രൊസീജിയർ ഈസ് സിമ്പിൾ ആണ്. നമുക്ക് അതിന്റെ പ്രൊസീജിയറും കാര്യങ്ങളും. പിന്നെയോ, ഇറ്റ്സ് കോസ്റ്റ് ഈസ് ജനറലി ലോവർ ദാൻ ദ കോസ്റ്റ് ഓഫ് ബോറോയിങ് ഫ്രം ഔട്ട്സൈഡ്. പുറത്ത് നിന്ന് നമ്മൾ മറ്റ് ഫണ്ട് റൈസ് ചെയ്യുന്നതിനേക്കാളും സുഖമാണ്. പിന്നെയോ, ഡസ് നോട്ട് ക്രിയേറ്റ് എനി ചാർജ് ഓൺ ദ അസെറ്റ് അല്ലെ? നമ്മളെന്താ കൂടുതൽ മറ്റ് ചാർജുകളും കാര്യങ്ങളും നമുക്ക് വരുന്നില്ല. പിന്നെ കമ്പനീന്റെ കൺട്രോൾ എന്താ ഡിലൂട്ട് ചെയ്തു പോകുന്നുണ്ടോ? അതുമില്ല. ഓക്കെ, ഇല്ല. ഒരു 5 എന്ത് വാങ്ങിയിട്ട് വേഗം പോയി കഴിക്കാൻ നിൽക്കണ്ട. ഓക്കെ, യെസ്. ഓക്കെ. അടുത്തെന്താ? ഡിമെറിറ്റ്സ്. ഓക്കെ, ഡിമെറിറ്റ്സ് ശ്രദ്ധിച്ചോ. യെസ്, ഇറ്റ്സ് ഡിഫിക്കൽട്ട് ഫോർ ന്യൂ കമ്പനി. പുതിയ കമ്പനികൾക്ക് എന്താണ്? അതൊരു ഡിഫിക്കൽട്ട് ആണ് പബ്ലിക്കിൽ നിന്ന് ഫണ്ട് റൈസ് ചെയ്യുക എന്നുള്ളത്. ഇറ്റ്സ് ആൻ അൺറിലയബിൾ സോഴ്സ് ആണ്. ദെൻ അടുത്തെന്താ? ഇസ് കളക്ഷൻ ഇസ് ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, നമുക്ക് എന്താണ് എപ്പോഴൊന്നും കിട്ടിക്കോളന്നില്ല, അല്ലെങ്കിൽ എന്താണ് അത് എന്താണ് കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും ഒന്നും നമ്മുടെ കമ്പനിയിൽ എന്താ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നില്ല. ഓക്കെ, അതൊന്ന് ഓർത്ത് വെച്ചോളാം. ഓക്കെ, പബ്ലിക് ഡെപ്പോസിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോളാം. നമുക്ക് പഠിക്കേണ്ട കുറേ സോഴ്സുകളുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ഒന്നാമത്തെ പബ്ലിക് ഡെപ്പോസിറ്റ് ഓർത്ത് വെച്ചേ. അടുത്തത്, ദ ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് ഈസ്റ്റേൺ വാലി ലിമിറ്റഡ് റിക്വയർ ഹ്യൂജ് വോളിയം ഓഫ് ഫിനാൻസ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ദെയർ ബിസിനസ്. എ വൈഡ് വെറൈറ്റി ഓഫ് സോഴ്സ് ഓഫ് ഫണ്ട് ആർ അവൈലബിൾ ടു ദം. Advise the finance department about the factors to be considered before selecting the suitable sources എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞേ, അറിയാലോ, നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ലാസ്റ്റ് പഠിക്കുന്നത് ഈ കാര്യത്തെക്കുറിച്ചാണ്. എന്തെന്നാ, നമ്മൾ ഒരു സോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ എന്താക്കണം, കൺസിഡർ ചെയ്യേണ്ടതുണ്ട് നമ്മളൊരു സോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഒരുപാട് പോയിന്റുകൾ ഉണ്ട്, പഠിച്ചു വെച്ചോളാം. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ചോയ്സ് ഓഫ് ബിസിനസ് ഫണ്ട്. ബിസിനസ് ഫണ്ട് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം ഫാക്ടേഴ്സ് നോക്കണം, ഓർത്ത് വെച്ചോളാം. ഒന്നാമത്തെ എന്താ?
കോസ്റ്റ് ആണ് അല്ലേ. അത് നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ്, പ്രൊക്യൂർമെന്റ് കോസ്റ്റ് ഉണ്ട്, അത് യൂട്ടിലൈസ് ചെയ്യുന്ന കോസ്റ്റ് ഉണ്ട്, അത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന ചെലവുകളുണ്ട്. ഓക്കെ, അപ്പൊ കോസ്റ്റ് നോക്കിക്കോളുക. അതെന്താ? ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആൻഡ് സ്റ്റെബിലിറ്റി ഓഫ് ഓപ്പറേഷൻ ഓഫ് ദ ബിസിനസ് അല്ലെ. നമ്മുടെ ബിസിനസിന്റെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തും അതിന്റെ സ്റ്റെബിലിറ്റിയും, നമുക്ക് നല്ല രീതിയിൽ ഏർണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ബിസിനസ് ആണോ, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ബിസിനസ് ആണോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമുക്ക് വേണ്ട സോഴ്സ് നമ്മൾ ചൂസ് ചെയ്യാൻ. സെക്കൻഡ് പോയിന്റ്. തേർഡ് ശ്രദ്ധിച്ചോ, ഫോം ഓഫ് ബിസിനസ് ആൻഡ് ലീഗൽ സ്റ്റാറ്റസ്. ഓക്കെ, നമ്മുടെ ബിസിനസിന്റെ ഫോം ഏത് ടൈപ്പ് ബിസിനസ് ആണ് നമ്മൾ, പാർട്ണർഷിപ്പ് ആണോ, സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണോ, കമ്പനി ആണോ, അത് നോക്കിയിട്ട്. ടാക്സ് ഒക്കെ ഉണ്ട്, പോയിന്റ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെയോ പർപ്പസ് ഓഫ് ദ ഫണ്ട് ആൻഡ് ടൈം പീരീഡ് അല്ലെ. എന്ത് ആവശ്യത്തിനാണ് നമുക്ക് ആ ഫണ്ട് വേണ്ടത്, എത്ര ടൈം നമുക്ക് വേണം. ഓക്കെ, മിസ് ഫുഡ് വാങ്ങിയിട്ട് അവിടെ നിന്ന് കഴിക്കുമോ അതോ പാഴ്സലാണോ? മിസ് ഫുഡ് വാങ്ങി അവിടെ നിന്ന് കഴിക്കാൻ തോന്നുന്നില്ല സാർ, മിസ് ഇപ്പോൾ വരും. ഓക്കെ ഓക്കെ മിസ്. സാറിന് തീരെ ഒരു ഇത് സെറ്റ് ആകുന്നില്ല, എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, എന്തോ ഒരു സീന്. ഓക്കെ, ശ്രദ്ധിച്ചോ, റിസ്ക് പ്രൊഫൈൽ ഓഫ് ഈച്ച് സോഴ്സസ്. ഓക്കെ, നമ്മൾ ഓരോ സോഴ്സസിന്റെയും റിസ്ക്, ഓരോ സോഴ്സസ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന റിസ്ക്. അതായത് ഇപ്പൊ ഡിബഞ്ചർ ഒക്കെ ആണെങ്കിൽ ഡിബഞ്ചർ ഒക്കെ ആണെങ്കിൽ നമുക്കറിയാലോ, നമ്മൾ പ്രോഫിറ്റ് ഇല്ലെങ്കിലും ചില ഡിബഞ്ചറിന് നമ്മൾ എന്ത് കൊടുക്കണം? യെസ്, ഡിവിഡൻഡ് കൊടുത്തിരിക്കണം, അല്ല സോറി, ഇൻട്രസ്റ്റ് പേയ്മെന്റ് ചെയ്തിരിക്കണം അല്ലേ. യെസ്, അപ്പം അതുപോലത്തെ കേസുകളുണ്ട്. ഓക്കെ, അപ്പൊ റിസ്കുകളുണ്ട്. പിന്നെന്താ? എക്സ്റ്റെന്റ് ടു വിച്ച് ദർ ആർ വില്ലിംഗ് ടു ഷെയർ ദർ കൺട്രോൾ ഓവർ ബിസിനസ്. ഓക്കെ, പിന്നെന്താ നമ്മൾ നോക്കേണ്ടത്? നമ്മുടെ ബിസിനസിന്റെ കൺട്രോൾ. ഓക്കെ, നമ്മുടെ ബിസിനസ് എന്താണ്? കുറെ ആളുകളിലേക്ക് പോവണോ, അല്ലെ കുറെ ആൾക്കാർ അതിന്റെ ഓണറായിട്ട് വരണോ വരണ്ടയോ എന്നുള്ളത് നമ്മൾ എന്താക്കുന്നു? തീരുമാനിക്കണം. നിനക്കല്ലേ, ഞാൻ പറയാട്ടോ, പറയാം. ഓക്കെ, റെഡി. ഇതെന്താ? ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഈസി ഓഫ് ഒബ്റ്റെയിനിങ് ഫണ്ട്. ഓക്കെ, ഫ്ലെക്സിബിലിറ്റി ആൻഡ് ഈസി, നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടുന്ന അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്കത് കിട്ടുന്ന കളക്ട് ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചൂസ് ചെയ്യാം. പിന്നെ അടുത്ത് നോക്കിയോ, ടാക്സ് ബെനിഫിറ്റ് അല്ലെ. നമ്മളിപ്പോൾ ചില ഐറ്റത്തിന് ഇപ്പോൾ ഡിബഞ്ചറിനൊക്കെ നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുന്നൊക്കെ എന്താണ്? യെസ്, ടാക്സിൽ നിന്നും ഡിഡക്റ്റബിൾ ആണ്. ഓക്കെ, അത് മക്കൾ ഓർത്ത് വെക്കുക. അപ്പോൾ ടാക്സ് ബെനിഫിറ്റ്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് നമ്മൾ എന്താക്കേണ്ടത്? ഒരു സോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ യെസ് നമ്മൾ എടുക്കേണ്ട ഐറ്റം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോളാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗംഗോത്രി ലിമിറ്റഡ് പ്ലാനിങ് ടു റൈസ് ദ റിക്വയറിംഗ് ഫണ്ട് ഫ്രം ബോത്ത് ഓണർ ആൻഡ് ബോറോഡ് സോഴ്സസ്. ഓക്കെ, യെസ്, അപ്പം ഗംഗോത്രി ഒരു കമ്പനിയാണ്. അവരെന്ത് ചെയ്തു? യെസ്, ബോറോഡ് സോഴ്സുകളായിട്ടും അതുപോലെ തന്നെ ഓണേഴ്സ് സോഴ്സ് ആയിട്ടും ഓണേഡ് ഫണ്ടായിട്ടും അവർ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ഓക്കെ, അപ്പോൾ ഐഡന്റിഫൈ വൺ സോഴ്സ് ഫ്രം ഈച്ച് ഗ്രൂപ്പ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് മെറിറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതിലെ രണ്ട് സോഴ്സിൽ നിന്നും ഏതെങ്കിലും ഒന്ന്, അതായത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ എടുത്തിട്ട് അതിലുള്ള സോഴ്സുകൾ ഏത് അതിന്റെ മെറിറ്റ്സ്. ഓക്കെ, അപ്പൊ രണ്ട് സോഴ്സുകളാണ് നമുക്കറിയാം. നമ്മളെ സോഴ്സുകളിലെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് മൂന്നെണ്ണാക്കിയിരുന്നു അല്ലെ. പീരീഡ് ബേസിസിലുണ്ട്, ഓണർഷിപ്പ് ബേസിസിലുണ്ട്, ജനറേഷൻ ബേസിസിലുണ്ട്. ഓക്കെ, റെഡി. അപ്പൊ ഇവിടെ തന്നെ ഓണർഷിപ്പിന്റെ ബേസിലാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഓണർഷിപ്പ് ആൻഡ് ബോറോഡ് ആണ്. അപ്പൊ ഓണർഷിപ്പിന്റെ ബേസിൽ ഓണേഴ്സ് ഫണ്ടും ബോറോഡ് ഫണ്ടും ആണ്. അപ്പൊ അതിലുള്ള ഐറ്റംസ് ചെയ്ത് അതിന്റെ മെറിറ്റ്സ് എഴുതുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മക്കൾ എന്ത് ചെയ്യണം? ഈ മൂന്നെണ്ണം പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, പീരീഡിന്റെ ബേസിൽ ഷോർട്ട് ടേം, മീഡിയം ടേം, ലോങ് ടേം. ഓണർഷിപ്പിന്റെ ബേസിൽ ഓണേഴ്സ് ഫണ്ട്, ബോറോഡ് ഫണ്ട്. സോഴ്സ് ഓഫ് ജനറേഷന്റെ ബേസിൽ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. റെഡി അല്ലേ? ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും അല്ല, ഒരു മൂന്ന് നാലെണ്ണം മക്കൾ എന്താക്കണം? എല്ലാത്തിലുള്ളതും പഠിച്ചു വെച്ചിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടേബിൾ ഇതേപോലെ മക്കൾ ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേ? ഓർത്ത് വെക്കാൻ ശ്രമിക്കുക. അതെന്താ? ദ ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഈസ് ഡിവൈഡഡ് ഇൻ സ്മോൾ യൂണിറ്റ് ഈസ് കോൾഡ്. ഒന്ന് പറഞ്ഞേ. അതെ, ഷെയർ, പ്രിഫറൻസ് ഷെയർ അല്ല, ഇക്വിറ്റി ഷെയർ. യെസ്, നമുക്ക് പറയാം, വരുന്നുണ്ട്. ഓക്കെ, വരുന്നുണ്ട്. യെസ്, ഇതേതാ? നമ്മുടെ കമ്പനിയുടെ ക്യാപിറ്റലിനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ എന്താ പറയാ? അറിയാലോ അല്ലെ, ഷെയർസ് എന്നാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ബോറോഡ് ഫണ്ട്? ഇതിൽ ഏതാ ബോറോഡ് ഫണ്ട്? ഒന്ന് പറഞ്ഞേ മക്കള്, ഏതാ ബോറോഡ് ഫണ്ട്? യെസ്, ഇക്വിറ്റി ഷെയർ ആണോ, പ്രിഫറൻസ് ഷെയർ ആണോ, റിട്ടേൺ ഏർണിംഗ്സ് ആണോ, ഡിബഞ്ചർ ആണോ? ഏതാ ബോറോഡ് ഫണ്ട്? ഏതാ? ഇക്വിറ്റി ഷെയറോ? ഏതാ ബോറോഡ് ഫണ്ട്?
യെസ് ഡി ആണ്, ഡിബഞ്ചർ ആണ്. ഡിബഞ്ചർ അല്ലേ നമ്മൾ കടപ്പത്രം അല്ലെ പുറത്തു നിന്ന് ഫണ്ട് റൈസ് ചെയ്യാം. ഓക്കെ, ഓർത്ത് വെച്ചോളാ. ദെൻ പോയിന്റ് ഔട്ട് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർ. പ്രിഫറൻസ് ഷെയറിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും യെസ് പഠിച്ചു വെച്ചോളാ. യെസ് ദ പ്രിഫറൻസ് ഷെയർസ് അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർസും ഇമ്പോർട്ടന്റ് ആണ്. പ്രിഫറൻഷ്യൽ ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താ? ദി ഷെയർസ് വിച്ച് ക്യാരി പ്രിഫറൻഷ്യൽ റൈറ്റ്സ് അല്ലെ, അതാണ് പ്രത്യേക പ്രിഫറൻഷ്യൽ റൈറ്റ്സ് ഉള്ള ഷെയർസ് ആണ് ഇത് പ്രിഫറൻഷ്യൽ ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത് എന്താ? ഗെറ്റ് എ ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് ബിഫോർ എനി ഡിവിഡൻഡ് ഈസ് പെയ്ഡ് ടു ഓർഡിനറി ഷെയർസ്. ആൻഡ് സെക്കൻഡ് എന്താ? എ പ്രയർ ക്ലെയിം ഇൻ യെസ് എന്താണ് പേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ ഓൺ വൈൻഡിങ് അപ്പ് ഓഫ് ദ കമ്പനി. റെഡി? നമുക്ക് എന്താ ഇപ്പം പ്രോഫിറ്റ് ഇല്ലെങ്കിലും എന്ത് കിട്ടുക? യെസ് ഡിവിഡൻഡ് കിട്ടണം. അല്ലെങ്കിൽ എന്താ മറ്റുള്ള ആളുകൾക്ക് ഡിവിഡൻഡ് കൊടുക്കുന്നതിന് മുൻപ് നമുക്ക് ഡിവിഡൻഡ് കിട്ടണം അല്ലെ, അല്ലെങ്കിൽ എന്താ കമ്പനി അടച്ചു പൂട്ടുമ്പോൾ ആദ്യം ഫണ്ട് ആർക്ക് കിട്ടണം? യെസ് നമുക്ക് കിട്ടണം. അതുപോലുള്ള കാര്യങ്ങൾ. റെഡി? അതുപോലുള്ള പ്രത്യേക റൈറ്റ്സ് ഉള്ള ഷെയർസിനെ നമ്മൾ എന്ത് പറയാ? പ്രിഫറൻഷ്യൽ ഷെയർസ് എന്ന് പറയാം. ഓക്കെ, യെസ് അപ്പൊ they get only fixed percentage of dividend even if the company make good profit and they have vote only on the matter of affecting their interest like non-payment of dividend etc. Therefore it some characteristics both equity and debenture. Okay, എന്താ ഡിബഞ്ചർ പോലെ തന്നെ ചില എന്താണ് ചെറിയ ക്യാരക്ടറിസ്റ്റിക്സ് ഇവർ രണ്ടും സെയിം ആയിട്ട് പറയാം നമുക്ക്, പ്രിഫറൻസ് ഷെയറും ഡിബഞ്ചറും ഒക്കെ. പക്ഷെ നിങ്ങൾ അതൊന്നും നോക്കണ്ട. ഓക്കെ, പ്രിഫറൻസ് ഷെയർ എന്താണെന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. ദെൻ പ്രിഫറൻഷ്യൽ ഷെയർസിന്റെ മെറിറ്റ്സ് ഓർത്തോ. ഒന്നാമത്തെ എന്താ? ഫിക്സ്ഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് സേഫ്റ്റി. ഫിക്സ്ഡ് റേറ്റ് ഓഫ് റിട്ടേൺ ആൻഡ് സേഫ്റ്റി. അതെന്താ? ദേ പ്രൊവൈഡ് ലോങ് ടേം ക്യാപിറ്റൽ. ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താ? മാനേജ്മെന്റ് ആൻഡ് എന്താണ് കൺട്രോൾ അല്ലെ, മാനേജ്മെന്റിലും കൺട്രോളൊന്നും വലിയ ഇടപെടുന്നില്ല. പിന്നെന്താ? എനബിൾ കമ്പനി ടു ഡിക്ലെയർ ഹൈ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഓൺ ഇക്വിറ്റി ഷെയർസ്. ഓക്കെ, എന്താണ്? പ്രിഫറൻഷ്യൽ ഷെയർസിലൂടെ നമ്മൾ എന്താ ഫണ്ട് റൈസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് എന്താ? യെസ് ഹൈ റേറ്റ് ഓഫ് ഇക്വിറ്റി ഷെയർസ് യെസ് കളക്ട് ചെയ്യാം. എന്താ? സെക്യൂരിറ്റി ഈസ് നോട്ട് നീഡഡ്. സെക്യൂരിറ്റി എന്താ? ഇവിടെ ഇവർക്ക് ആവശ്യമില്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇവരുടെ ഡിമെറിറ്റ്സ് ശ്രദ്ധിച്ചോ. ഒന്നാമത് എന്താ? ഫിക്സ്ഡ് ഡിവിഡൻഡ് നമ്മൾ പേയ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ എന്താ? ഷെയർ ഹോൾഡേഴ്സ് ഹാവ് നോ, ഇവർക്ക് എന്താ? മാനേജ്മെന്റിൽ കൺട്രോളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. പിന്നെ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ഈസ് മോർ ദാൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അല്ലെ. ഡിബഞ്ചറായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിന്റെ ഇൻട്രസ്റ്റിനേക്കാൾ ഡിവിഡൻഡ് ഇവർക്ക് കൂടുതലായിരിക്കും. പിന്നെയോ ടാക്സ് സേവിങ്സ് ഇല്ല. പിന്നെയോ നോ വോട്ടിംഗ് റൈറ്റ്സ് അല്ലെ, എന്താണ് ഇവരുടെ ചില പ്രത്യേക കണ്ടീഷൻ ഒഴിച്ച് ബാക്കി ഒന്നിലും ഇവർക്ക് വോട്ടിംഗ് റൈറ്റ് ഇല്ല. പിന്നെയോ അഷ്യൂർഡ് റിട്ടേൺ ഫോർ ദ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്താ? എപ്പോഴൊന്നും അഷ്യൂർ റിട്ടേൺസ് കിട്ടണമെന്നില്ല അല്ലെ. ചില പ്രിഫറൻഷ്യൽ റൈറ്റ് ഉണ്ട്, അതായത് പ്രോഫിറ്റ് ഇല്ലെങ്കിലും യെസ് എന്താ ഇൻട്രസ്റ്റ് കിട്ടണം എന്നൊക്കെ പറയുന്ന ടൈപ്പ് പ്രിഫറൻഷ്യൽ ഉണ്ട്. അവർക്കൊക്കെ എന്താണ്? ഓക്കെ ആണ്. റെഡി? അല്ലാത്തവർക്ക് എന്താ? ഒരു റിട്ടേൺ എപ്പോഴും ഉണ്ടാവണം എന്നില്ല. ഓക്കെ അല്ലേ? യെസ് അതൊന്ന് ഓർത്ത് വെക്കുക മക്കള്. യെസ് അങ്ങനെയെങ്കിൽ ഇറ്റ് ഈസ് എ ഡോക്യുമെന്റ് ഓർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി അണ്ടർ ഇറ്റ് സീൽ ടു അക്നോളജ് ഇറ്റ്സ് ഡെപ്റ്റ്. ഓക്കെ, എന്താണ് ഇതെന്ത് ഡോക്യുമെന്റാ? ഇറ്റ്സ് എ ഡോക്യുമെന്റ് ഓർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി അണ്ടർ ഇറ്റ് സീൽ ഓർ അക്നോളജ്മെന്റ് ഇറ്റ്സ് ഡെപ്റ്റ്. ഒന്നാമത് എന്താ? ഐഡന്റിഫൈ ദ സോഴ്സ് ഓഫ് ഫിനാൻസ്, then mention its merits and demerits. ഇതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും മെൻഷൻ ചെയ്യും. ഇതേതാ ഒന്ന് പറയാൻ പറ്റുമോ? എ ഡോക്യുമെന്റ് യെസ് ഓർ എ സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ എ കമ്പനി അണ്ടർ ഇറ്റ് സീൽ ടു യെസ് അക്നോളജ് ഇറ്റ്സ് ഡെപ്റ്റ്. കടം തിരിച്ചടയ്ക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള യെസ് ഒരിത് ഏതാണ്? യെസ് പലരും CP ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. CP അല്ല, CP ഇങ്ങനെ തന്നെയാണ്, പക്ഷേ ഡിബഞ്ചർ ആണ്. CP ഡിബഞ്ചറിന്റെ മെയിൻ വ്യത്യാസം എന്താ? CP മെയിൻ ആണ്, CP അല്ല, ലോവർ ചെറിയ ഷോർട്ട് ടേം ആണ്. ഓക്കെ, ഷോർട്ട് ടേം ആണ്. യെസ് ഡിബഞ്ചർ ആണ് ലോങ് ടേം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ when a company want to raise more fund without increasing its share capital, it can issue debenture. It is a document or a certificate issued by a company under its seal to acknowledge its debt. Those who invest money in debenture are called debenture holders. They are creditors of the company. Okay, debenture is a creditship security. It's repaid after fixed period. ഓർത്ത് വെച്ചോളുക ഡിബഞ്ചർ എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഡിബഞ്ചർ എന്താണെന്നുള്ളത് പഠിച്ച് വെച്ചോളുക. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചോളുക. ഓക്കെ, അങ്ങനെയെങ്കിൽ ഡിബഞ്ചറിന്റെ മെറിറ്റ്സ് നോക്കിക്കോ. ഒന്നാമത് എന്താ?
മാനേജ്മെന്റിന്റെ കൺട്രോളിനെ ഒന്നും എഫക്ട് ചെയ്യുന്നില്ല ഒന്നാമത്. പിന്നെയോ ഇൻട്രസ്റ്റ് പെയ്ഡ് എന്താ ടാക്സ് ഡിഡക്റ്റബിൾ ആണ്. ഡിവെഞ്ചറിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് നമുക്ക് ടാക്സിൽ നിന്നും ഡിഡക്ട് ചെയ്യാം. അടുത്തെന്താ ഇറ്റ് ക്യാൻ ബി റെഡീംഡ് അറ്റ് എനി ടൈം. നമുക്ക് എന്താ ഏത് സമയത്തും എന്താ തിരിച്ചെടുക്കാം. ഓക്കെ, പിന്നെയോ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ഗെറ്റ് ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഒരു ഫിക്സ്ഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. പ്രൊവൈഡ് ഗ്രേറ്റർ സെക്യൂരിറ്റി. ഇൻവെസ്റ്റ്മെന്റ് നല്ല സെക്യൂരിറ്റി ഉണ്ടാവും. ദെൻ സ്യൂട്ടബിൾ ഫോർ ദ ഫേം വിച്ച് ഹാവ് സ്റ്റേബിൾ സെയിൽ ആൻഡ് ഏർണിങ്സ്. നല്ല സ്റ്റേബിൾ സെയിൽസും ഏർണിങ്സ് ഒക്കെ ഉള്ള ടൈപ്പ് ബിസിനസ്സിനാണ് ഇത് കിട്ടുക. ഓക്കെ, അങ്ങനെയെങ്കിൽ ഡീമറി ശ്രദ്ധിച്ചോ. ത്രൂ ദ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചർ കമ്പനീസ് ബോറോയിങ് കപ്പാസിറ്റി വിൽ ബി റെഡ്യൂസസ്. അല്ലെ, ബോറോയിങ് കപ്പാസിറ്റി എന്താ ഇത് കുറച്ചിരിക്കും. പിന്നെയോ ഫിക്സ്ഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് എ ബേർഡൻ ഓൺ ദ കമ്പനി. അറിയാലോ, ഒരു ഫിക്സ്ഡ് റേറ്റ് റിട്ടേൺ നമ്മൾ എപ്പോഴും ഡിബെഞ്ചറിന് പേയ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കണം. സോ അതുകൊണ്ട് തന്നെ നമുക്കൊരു ലാബിലിറ്റി ആണ്. അടുത്തെന്താ ഡിബെഞ്ചർ ഹോൾഡേഴ്സ് ഡു നോട്ട് എൻജോയ് എനി വോട്ടിംഗ് റൈറ്റ്. ഇവർക്ക് എന്താ വോട്ടിംഗ് റൈറ്റ് ഒന്നുമില്ല. ദെൻ റീപെയ്ഡ് ആഫ്റ്റർ എ സ്പെസിഫിക് പീരീഡ് ഈവൺ ഇഫ് ദ കമ്പനി ഫേസ് ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടി. ഉണ്ടോ, നമ്മളെ കമ്പനിക്ക് എന്താ ഫിനാൻസ് ഫണ്ടൊന്നും കയ്യിലില്ലെങ്കിലും ആ ഒരു പറഞ്ഞുള്ള ടൈം പീരീഡ് ആയാൽ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, അത് തിരിച്ചു കൊടുത്തിരിക്കണം. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് റെഡി? യെസ്. അങ്ങനെയെങ്കിൽ അടുത്ത് നോക്കിക്കോ. എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് പ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. എക്സ്പ്ലെയിൻ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. ഈ ടേമിൽ നിന്ന് കിട്ടല്ലോ. ഏതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്? പ്ലോയിങ് ബാക്ക്. നാളെ ബിസിനസ് സ്റ്റഡീസ്. അതെ, നാളെ ബിസിനസ് സ്റ്റഡീസ് ആണ് മക്കളെ. യെസ്. എന്താണ് പഠിക്കുന്നുണ്ടോ എല്ലാവരും നന്നായിട്ട്? നമ്മൾ ഇന്ന് ഷുവർ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഈ ചാപ്റ്റേഴ്സിലൊക്കെ നമ്മൾ ഇന്ന് ഷുവർ ക്വസ്റ്റ്യനിലൂടെ പോയിട്ടുള്ള ഈ ടോപ്പിക്സ് ഒന്നും ദയവ് ചെയ്ത് മക്കൾ എന്താക്കാതിരിക്കുക, സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഓക്കെ. കഴിഞ്ഞ സെഷൻ നമ്മൾ നന്നായിട്ട് ക്ലാസ് കംപ്ലീറ്റ് മക്കൾക്ക് എടുത്തു തന്നിട്ടുണ്ട്. നമ്മൾ നാളെ മോർണിംഗ് ബൂസ്റ്റർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ വീണ്ടും എടുക്കും. ഓക്കെ, ഷോർട്ട് നോട്ട് വെച്ച് വീണ്ടും നമ്മൾ പഠിപ്പിക്കും. ഇന്ന് ഷുവർ ക്വസ്റ്റ്യൻ സെഷനാണ്. ഓക്കെ, റെഡി? അപ്പം നന്നായിട്ട് തന്നെ പഠിക്കുക. ഈ ടോപ്പിക്സ് ഒന്നും മക്കൾ എന്ത് ചെയ്യാൻ പാടില്ല, നാളെ സ്കിപ്പ് ചെയ്ത് പോകാൻ പാടില്ല. ഓക്കെ. യെസ്. പബ്ലിക് എക്സാം ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ നമുക്ക് പബ്ലിക് എക്സാം വരാൻ പോവുകയാണ്. അടിപൊളിയായിട്ട് പഠിക്കണം. പബ്ലിക് എക്സാമിന് വേണ്ടി സെറ്റായിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസംബർ 26 മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ ക്രിസ്മസ് എക്സാം കഴിഞ്ഞ് ആ വീക്ക് തന്നെ ഡിസംബർ 26 പബ്ലിക് എക്സാമിലേക്ക് വേണ്ട ക്രാഷ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അത് താല്പര്യമുള്ള കുട്ടികൾ പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. സ്ട്രിപ്പും നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മളതാ ബുക്കും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ബാങ്കും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവും. അപ്പം അതൊന്നും മിസ്സാക്കണ്ട. അടിപൊളിയായിട്ട് ഇരുന്ന് പഠിക്കുക. പബ്ലിക് എക്സാമിനൊക്കെ വേണ്ടിയിട്ട് ക്രിസ്മസ് എക്സാമിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എവിടെയാണ് ഇപ്പോൾ പാളിക്കിടക്കുന്നത്, എവിടെയാണ് നിങ്ങൾക്ക് പ്രോബ്ലം, എന്താണ് നിങ്ങൾ ഇനി മാറ്റേണ്ടത് എന്നുള്ളത് ഈ പോയിന്റിൽ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവും. അല്ലെ ഈ ഒരു എക്സാം നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു എക്സാം നിങ്ങൾക്ക് അത് കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക? ദയവ് ചെയ്ത് മക്കളത് മനസ്സിലാക്കുക. അതിനനുസരിച്ച് ഈ വർഷം ഇരുന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ. സെറ്റ് റെഡി? അപ്പോൾ എക്സ്പ്ലെയിൻ ദ മീനിങ്. ഏതാണ് പ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്? ഏതാണ്? ആരോ പറഞ്ഞു അല്ലെ? ഏതാണ്? പ്രോഫിറ്റിൽ നിന്ന് നമ്മളൊരു പോർഷൻ മാറ്റി വെക്കുന്നു. ഏതാണത്? റീറ്റെയിൻഡ് ഏർണിംഗ്സ് ആണ് അല്ലെ? ദാറ്റ് പോർഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് റീറ്റെയിൻ ഇൻ ദ ബിസിനസ് ഓഫ് ഫ്യൂച്ചർ യൂസ്. ഇറ്റ് ഈസ് സോഴ്സ് ഓഫ് ഇന്റർനാഷണൽ ഫിനാൻസിങ് ഓർ സെൽഫ് ഫിനാൻസിങ് ഓർ പ്ലോയിങ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. അറിയാലോ അല്ലെ? നമ്മളെ കിട്ടുന്ന പ്രോഫിറ്റിൽ നിന്ന് ഒരു പോർഷൻ നമ്മൾ മാറ്റി വെക്കുന്നതിന് എന്താ പറയുക? റിട്ടേൺ ഏർണിംഗ്സ് എന്ന് പറയാം. അപ്പൊ അതിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പഠിച്ചു വെക്കണം. ഇറ്റ് ഈസ് എ പെർമനന്റ് സോഴ്സ് ആണ്. പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കുന്നത് എപ്പോഴും നമുക്ക് കിട്ടും. ദെൻ ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് എനി കോസ്റ്റ്. ഇനി പ്രത്യേകിച്ച് ചെലവുകളും കാര്യങ്ങളൊന്നുമില്ല. ഗ്രേറ്റർ ഫ്ലെക്സിബിലിറ്റി അല്ലെ? നമുക്ക് എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അത് യൂസ് ചെയ്യാം. ദെൻ ഇറ്റ് ഹെൽപ്പ് ഇൻക്രീസ് ദ നമ്മുടെ ഇക്വിറ്റി ഷെയറിന്റെ മാർക്കറ്റ് പ്രൈസ് കൂട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഹെൽപ്പ് ടു ഫേസ് ദ അൺഎക്സ്പെക്ടഡ് ലോസസ് അല്ലെ? പെട്ടെന്ന് സംഭവിക്കുന്ന ലോസുകളെ ഫേസ് ചെയ്യാൻ ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഇതിന്റെ ഡിമെറിറ്റ്സ് എന്താ? ഒന്നാമത്തെ ക്രിയേറ്റ് ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെ? നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് ഒരു പോർഷൻ മാറ്റി വെക്കുന്നതുകൊണ്ട് തന്നെ ഷെയർ ഹോൾഡേഴ്സിന് അതൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ആണ്. അടുത്തെന്താ? അൺസർട്ടൈൻ സോഴ്സ് ആണ് അല്ലെ? നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അല്ലെ? കാരണം എന്താ എപ്പോഴും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവണം എന്നില്ല. ഇതിനടുത്ത് എന്താ? ദർ ഈസ് എ ചാൻസ് ഓഫ് മിസ്യൂസ് അല്ലെങ്കിൽ ഒപ്റ്റിമം സബ് ഒപ്റ്റിമൽ അല്ലെ? അത് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. മാനേജ്മെന്റിന് എടുത്ത് യൂസ് ചെയ്യാം. ഓക്കെ, വക മാറ്റി ചെലവഴിക്കുക. കേട്ടിട്ടുണ്ടോ ആ ടേം? Then അങ്ങനെയെങ്കിൽ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ട്രേഡ് ക്രെഡിറ്റ് ആസ് എ ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ്. ഓക്കെ, പറഞ്ഞേ. ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ്. അതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ.
ഓക്കെ, അറിയാലോ ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ ക്രെഡിറ്റ് ഗിവൺ ബൈ വൺ ട്രേഡർ ടു അനദർ ഫോർ ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇറ്റ് ഹെൽപ്പ് ടു പർച്ചേസ് ഓഫ് ഗുഡ്സ് വിത്തൗട്ട് ഇമ്മീഡിയറ്റ് പേയ്മെന്റ്. ഇറ്റ് ആക്ട് ആസ് എ സോഴ്സ് ഓഫ് ഷോർട്ട് ടേം ഫിനാൻസ്. അറിയാലോ, ഷോർട്ട് ടേം ഫിനാൻസിന് വേണ്ടി നമ്മൾ ഏറ്റവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രേഡ് ക്രെഡിറ്റ്, സാധനങ്ങൾ കടത്തിന് കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യാം അല്ലെ. അപ്പൊ ഇറ്റ് കൺവീനിയന്റ് സോഴ്സ് ആണ്, ഈസി അവൈലബിൾ ആണ്. യെസ്, ഇൻക്രീസ് ദ ഇൻവെന്ററി, നമ്മളെ ഇൻവെന്ററി ലെവൽ ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഡസ് നോട്ട് ക്രിയേറ്റ് എനി ചാർജ് ഓൺ അസറ്റ്, അസറ്റ് ഒന്നും സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കേണ്ടതില്ല അവിടെ. പിന്നെയോ ടൂൾ ഫോർ സെയിൽസ് പ്രൊമോഷൻ ഉള്ള ഒരു ടൂളും കൂടിയാണ്. ഓക്കെ, അതിന്റെ ഗുണങ്ങളാണ് ഓർത്ത് വെക്കുക. ദെൻ അതിന്റെ ലിമിറ്റേഷൻ എന്താ? ഇറ്റ് മേ ലീഡ് ടു ഓവർ ട്രേഡിംഗ് വിച്ച് മേ ക്രിയേറ്റ് എ റിസ്ക് അല്ലെ. കൂടുതലായിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ കടത്തിനൊക്കെ വിറ്റാൽ അത് നമുക്ക് റിസ്ക് ആണ്. പിന്നെയോ ദർ ഈസ് ലിമിറ്റ് ഫോർ ദ സോഴ്സസ് അല്ലെ. നമ്മൾ എന്താണ്, അതിനൊരു ലിമിറ്റ് ഉണ്ട് ഈ ഒരു സോഴ്സിന്. പിന്നെയോ ജനറലി കോസ്റ്റ്ലി സോഴ്സ്, ചില സമയത്ത് മറ്റ് സോഴ്സുകളെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ചിലവുള്ള കാര്യം കൂടിയാണ് ഏത് ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ട്രേഡ് ക്രെഡിറ്റ് പഠിച്ച് വെക്കണം മക്കള്. റെഡി? അങ്ങനെയെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സ് ഈസ് എ ഡാഷ് ഓഫ് ദ കമ്പനി. ഒന്ന് പറഞ്ഞു ഇതിന്റെ ആൻസർ. ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പനീന്റെ ആരായിട്ട് വരും? ആരാ? പറ 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 ആരാ? ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ഡിബഞ്ചർ 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 ഹോൾഡേഴ്സ് ആരാ? ഹോൾഡേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആരാ? ആരാ? ക്രെഡിറ്റേഴ്സ്. കറക്റ്റ്, ക്രെഡിറ്റേഴ്സ് ആണ്. ഓക്കെ, യെസ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് ആണ്. അങ്ങനെയെങ്കിലോ ഡാഷ് ഈസ് ആൻ അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട് ഇഷ്യൂഡ് ബൈ എ ഫേം ടു റൈസ് ഫണ്ട് ഫോർ എ ഷോർട്ട് പീരീഡ് വാരിയിങ് ഫ്രം 90 to 364 days. മക്കളെ പറഞ്ഞേ, ഇത് ഏതാണ്? ഇത് ഏത് സോഴ്സ് ആണ്? ഇത് ഏത് സോഴ്സ് ആണെന്ന് പറഞ്ഞേ? ഡാഷ് അൺസെക്യൂർഡ് പ്രോമിസറി നോട്ട്. യെസ്, CP. കറക്റ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ ആണ്. സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? യെസ്, അങ്ങനെയെങ്കിൽ ഇത്രയും പ്രോബ്ലംസ് അല്ലെങ്കിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് മക്കളൊന്ന് റെഫർ ചെയ്യുക. ഇതിൽ നമ്മൾ കവർ ചെയ്തിട്ടുള്ള ഒരു പോർഷനും മക്കൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല, ഇമ്പോർട്ടൻ്റ് ആണ്. അതിലിതാ നമ്മൾ മെയിനായിട്ട് ഡിബഞ്ചർ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, സോഴ്സ് ഓഫ് ഫണ്ട് പറഞ്ഞിട്ടുണ്ട്, ടേം ക്രെഡിറ്റ് ഡിബഞ്ചർ, അതുപോലെ തന്നെ ട്രേഡ് ക്രെഡിറ്റ് പറഞ്ഞിട്ടുണ്ട്, റീറ്റേൺ ഏർണിങ്സ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനത്തതൊന്നും മക്കൾ ദയവേത് സ്കിപ്പ് ചെയ്യാൻ പാടില്ല, നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക. ഷെയർ, യെസ്, പ്രിഫറൻസ് ഷെയർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതൊക്കെ യെസ് എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. അതിൻ്റെ മെറിറ്റ്സ് ഡിമെറിറ്റ്സ് ഒക്കെ മക്കൾ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യും നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറും. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. റെഡി? യെസ്, ഓക്കെ, നമുക്ക് രേണു മിസ്സിനെ വിളിക്കാം. 4 ചാപ്റ്ററുകൾ കൂടെ ഉണ്ട്. ഓക്കെ, അത് രേണു മിസ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. യെസ്, ഒന്ന് സാറ് രേണു മിസ്സിനെ വിളിക്കാം. യെസ്, ഓക്കെ. രേണു മിസ് ഫുഡ് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഫുഡ് പകുതി നിർത്തിപ്പിച്ചിട്ട് ഓടിച്ച് വരുത്തിക്കാം. യെസ്, ഹലോ. ഓക്കെ, മിസ് കട്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം മിസ് ഏരിയയിൽ തന്നെ എവിടെയോ ഉണ്ട് എന്നതാണ്. യെസ്, ഓക്കെ, മിസ് എന്നാൽ ഇപ്പോൾ വരുന്നതായിരിക്കും. ആരും എവിടെയും പോകാൻ പാടില്ല. ബാക്കി 4 ചാപ്റ്ററുകളൂടെ നോക്കുക. യെസ്, ചാപ്റ്ററിലൂടെ നോക്കുക. അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓരോ പോർഷൻസും സെറ്റായിട്ട് തന്നെ മക്കൾ പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നാളെ തന്നെ ചോദിച്ചിരിക്കും നിങ്ങളോട്, ഈ സെയിം പോർഷനിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഓക്കെ, റെഡി? സെറ്റ്. അപ്പം നാളെ മോർണിംഗ് ബൂസ്റ്റർ ഉണ്ടാവും കൃത്യം 6 മണിക്ക്. ഞാനും രേണു മിസ്സും ലൈവിൽ ഉണ്ടാവും. ഫുൾ ചാപ്റ്റേഴ്സ് നമ്മൾ ഷോർട്ട് ആക്കി അതിൽ പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അതാരും മിസ്സാക്കണ്ട, ഒന്നുകൂടെ ഓർത്തെടുക്കാനൊക്കെ അത് ഏറ്റവും യൂസ്ഫുൾ ആവും. ഓക്കെ, യെസ്, അങ്ങനെയെങ്കിൽ രേണു മിസ്സിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. കടന്നു വരും രേണു മിസ്, കടന്നു വരും. ഓക്കെ ഓക്കെ ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് വേറൊരു പരിപാടി ഇതുകൂടി BGM അല്ലേ? അതിനുള്ളിൽ ഞാൻ PPT ഒന്ന് നോക്കട്ടെ. ഗൈസ്, എന്താണിത് ഞാൻ കാണുന്നത്? ഇതല്ലല്ലോ കൊമേഴ്സിലെ പിള്ളേര്. സാർ ഒന്ന് ഇത് പറയാ. അതെ അതെ. എടാ, നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയാ? മൂസിൻ സാർ ഒന്നും കൂടി വരൂ, നമ്മളൊന്ന് കാണാലോ. ഇന്ന് ഞങ്ങൾ വളരെ ഗംഭീരമായിട്ടാണ് തുടങ്ങിയത്. ഇല്ല, ഇൻട്രോ ഒന്നുമില്ല മക്കളെ. നമ്മുടെ എക്സാം വിന്നറിലെ ഇന്നലെ പറഞ്ഞ സെയിം ഇൻട്രോ പറയാല്ലേ? ഇന്നലെ പറഞ്ഞ സെയിം പോവാ. അയ്യോ, മൂസിനെ വിളിച്ചു. കുഴപ്പമില്ല. ഇതെന്തെങ്കിലും ഗ്യാപ്പ് ഒക്കെ ഇട്ട് വരുന്നേ? എന്താ ഇവിടെ കമന്റ് ബോക്സിന് എന്താ? ഓക്കെ, അതായത് മക്കളെ, നമ്മുടെ എക്സാം വിന്നറില് മാത്സ് എടുക്കുന്ന
ഒത്തിരി ആൾക്കാരുണ്ട്. അതിൽ നമ്മുടെ രാജാവൻ ചക്രവർത്തിയാണ് അലൻ സാർ എന്നറിയാലോ. അപ്പൊ സാറിന്റെ കീഴിൽ ഭരണം നടത്തി വരുന്ന വേറെ കുറച്ച് രാജാക്കന്മാരുണ്ട് മാത്സിലെ. അതിലെ യുവരാജാവും സൽഗുണ സമ്പന്നനും മാത്സിലെ മജീഷ്യനുമാണ് നമ്മുടെ സ്വന്തം പേരോട് അല്ലെ മൂസിൻ സാർ. അപ്പൊ ഞാൻ സ്നേഹത്തോടെ മൂസിൻ സാറിനെ ഒന്നും കൂടി വിളിക്കുകയാണ്. പൂച്ചെണ്ടുകളും പൊന്നാടകളും നിങ്ങൾ മുസിൻ സാറിനെ വീർപ്പ് മുട്ടിക്കരുത്. കത്തിച്ചോ കുഴപ്പമില്ല. കമന്റ് ബോക്സ് കത്തിച്ചോ. ഫയർ വേണം. സാറിന് ഫയർ മസ്റ്റ് ആണ്. കംപ്ലീറ്റ് ചെയ്തിട്ടോ. എന്താണ് പഠിപ്പിക്കാനുള്ളത്? എന്താണ് ദേവയും കിരണും? ഓക്കെ, അപ്പൊ മക്കളെ അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? പോവല്ലേ? ഞാൻ വിചാരിച്ചു സാറ് എനിക്കൊരു ബീജൊക്കെ അയ്യോ എന്റെ ഞാൻ വിചാരിച്ചു ബീജൊക്കെ ഞാൻ കരുതി എനിക്കൊരു ബീജിയൊക്കെ വരുമായിരിക്കുന്നു. അപ്പൊ ഞാൻ 2 സ്റ്റെപ്പൊക്കെ അവിടുന്ന് പ്രാക്ടീസ് ചെയ്തായിരുന്നു. ഇൻ കേസ് കയ്യിൽ നിന്നിട്ട് തന്നാലോ എന്ന് വിചാരിച്ചിട്ട്. AC എന്താ അവിടെ ചൂടെടുക്കുന്നേ? ഗോഡ്, നിങ്ങൾക്ക് വേണ്ടി ഉരുകി ഒലിക്കുകയാണ്. പക്ഷെ കുഴപ്പമില്ല, ഇനി ഒലിച്ചങ്ങ് തീർന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എക്സാമിന് ഫുൾ മാർക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാർക്ക് എക്സാം മാത്രമല്ല, ഇനി അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പബ്ലിക് എക്സാം ഉണ്ട്. നമ്മുടെ അത് കാണിച്ചാ ബുക്ക് കാണിച്ചല്ലോ അല്ലെ? അപ്പൊ ബാച്ചിന്റെ കാര്യം അറിയാലോ, നമ്മൾ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. അപ്പൊ ഇനി അങ്ങോട്ട് ഒരുപാട് ക്ലാസ്സസും അതുപോലെ എക്സാംസ് വരാണ്ട്. മെയിൻ ഐറ്റം വന്നിട്ടില്ല കേട്ടോ, വരാനിരിക്കുന്നേ ഉള്ളൂ. കൊമ്പം വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോഴേക്കും പഠിച്ച് സെറ്റ് ആവണമെങ്കിൽ നന്നായിട്ട് നല്ല നല്ല കാര്യങ്ങൾ എടുക്കുക. നോട്ട്സ് കാര്യങ്ങൾ താല്പര്യമുള്ളവർക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ ഞാൻ പറയുന്നില്ല. ഓക്കെ, സാർ ഒരു പാട്ട് പാടി ഒന്ന് അവരൊന്ന് യാത്രയാക്കി. അല്ല, സാർ സ്വയം യാത്രയാകും. യാത്രയായി സൂര്യാങ്കുരം. ബാക്കി എനിക്കറിയില്ല. ഓക്കെ, അതെ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കി ചാപ്റ്റേഴ്സ് 4 ചാപ്റ്റേഴ്സ് ആണ്. ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്, പിന്നെ പ്രൈവറ്റ് പബ്ലിക് ഗ്ലോബൽ എന്റർപ്രൈസസ്, അത് കഴിഞ്ഞ എമേർജിംഗ് മോഡ്സ്, പിന്നെ നമുക്ക് വരാനുള്ളത് ഫോർമേഷൻ ഓഫ് എ കമ്പനി. ഇത്രയും ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ ലൈവ് കണ്ട് ഇതിൽ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും നാളെ നിങ്ങൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ പറയുന്നില്ല, ഞാൻ മുടി മുറിക്കും. ഒരു പിള്ളേരൊന്ന് പറ്റിക്കാൻ. ഓക്കെ, നോക്കാം. സാറ് എന്റെ ടീമാണ് ശരിക്കും നിൽക്കണ്ടല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പൊ അത് വെറുതെ പറയല്ല. ഇതിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് വന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഉണ്ട്. അതോടുകൂടിയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, എനിക്ക് മീശ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഠിക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് സാറിനോട് വല്ലതും പറയണോ? സാറിനൊരു ശൈന പ്രദർശനം, തല മൊട്ടയടിച്ചിട്ട് ഒരു കാവടി എടുത്ത് തുള്ളിച്ചാലോ? ഓക്കെ, വയ്യ. ഓക്കെ, ശരി എന്നാ. പക്ഷെ എനിക്കിതൊന്നും പോരാ. മാക്സിമം ഇനിയും ഫ്രണ്ട്സിനെ അല്ല ഷെയർ ചെയ്തോ. ഒന്നും നോക്കണ്ട, കച്ചവടാക്കുകയാണെ ഷെയർ ചെയ്തോ നിങ്ങൾ അങ്ങോട്ട്. ഓക്കെ, അപ്പൊ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദേവ ആൻഡ് കിരൺ ബ്രദേഴ്സ് ആണ് അല്ലെ. ദേവ കിരൺ ബ്രദേഴ്സ് വാണ്ട് ടു സ്റ്റോർ ദ പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് അപ് ടു കൺസംഷൻ. നെയിം ദ സർവീസ് അവൈലബിൾ ടു ദം. എന്താണ് ഇതിന്റെ ആൻസർ? എന്താണ്? അതായത് ഇവർക്ക് അവർ പ്രൊഡ്യൂസ് ചെയ്ത സാധനം കൺസംഷൻ ചെയ്യുന്നത് വരെ സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന്റെ ആൻസർ എന്താണ്? അപ്പൊ അതിനൊരു സർവീസ് വേണം, സ്റ്റോറേജ്. എന്താണ് ആൻസർ? ഒന്ന് പറഞ്ഞേ. യദു സാർ പോയില്ലെങ്കിൽ എനിക്കൊന്ന് സൂം ചെയ്യാനായിരുന്നു. ആൻസർ വേഗം പോന്നോട്ടെ കേട്ടോ. ഓക്കെ, വെയർ ഹൗസിംഗ് അല്ലേ? എന്താണ് ആൻസർ? എന്താണ്? വെയർ ഹൗസിംഗ് ആണ്.
വെയർ ഹൗസിംഗ് ആണ് ആൻസർ അല്ലേ. നമ്മുടെ ഓക്സിലറീസ് ടു ട്രേഡിൽ നമ്മൾ പഠിച്ച കാര്യമാണ് വെയർ ഹൗസിംഗ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ നിങ്ങളോട്. ഇതിലെ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എവിടെ? ക്ലാസിഫൈ ദ ഫോളോയിങ് എക്കണോമിക് ആക്ടിവിറ്റീസ് അണ്ടർ അപ്രോപ്രിയേറ്റ് ഹെഡ്സ് അല്ലേ. അതായത് ഇവിടെ തന്നിട്ടുള്ള എക്കണോമിക് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? ബിനു എ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വർക്കിംഗ് ആസ് എ ഫൈനാൻസ് മാനേജർ ഇൻ ഹിന്ദുസ്ഥാൻ കോർപ്പറേഷൻ. ഇത് ഏത് എക്കണോമിക് ആക്ടിവിറ്റി ആണ്? വേഗം പറഞ്ഞോ. പോന്നോട്ടെ വേഗം പോന്നോട്ടെ. ഇവിടെ ഭയങ്കര പ്രശ്നം ഉണ്ടാവും അല്ലേ. നമുക്ക് AC ഇട്ട് കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം, കുഴപ്പമില്ല. ചൂടെടുത്താലും കുഴപ്പമില്ല, മൈക്ക് പ്രശ്നം ഇല്ലാതെ ആവാതിരുന്നാൽ മതി. പറഞ്ഞോളൂ, ഏതാണ് ഈ എക്കണോമിക് ആക്ടിവിറ്റി? ഏതാണ്? ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ആള്. വർക്ക് ചെയ്യുന്നത് ഹിന്ദുസ്ഥാൻ കോർപ്പറേഷനിലാണ്. അപ്പൊ ഇത് ഏത് എക്കണോമിക് ആക്ടിവിറ്റി ആണ്? പറയാൻ പറ്റുമോ? എടാ, നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ വന്നിട്ടുള്ള വൺ വേർഡ് ആണ് കേട്ടോ. അതായത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയതുകൊണ്ട് എന്താണ്? പ്രൊഫഷൻ ആണെന്ന് അറിയാം. പക്ഷേ അയാൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യല്ല ചെയ്യുന്നത്, ഹിന്ദുസ്ഥാൻ കോർപ്പറേഷനിൽ ജോലി ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഹിന്ദുസ്ഥാൻ കോർപ്പറേഷനിൽ എന്ത് ചെയ്യാണ്? ജോലി ചെയ്യാണ്. നിങ്ങൾ ആ പോയിന്റ് ശ്രദ്ധിച്ചോ? ഓൾറെഡി നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ് CA പ്രൊഫഷൻ ആണെന്ന് അറിയാം, പക്ഷേ ഒരാളുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് എന്താണെടാ? എംപ്ലോയ്മെന്റ് ആണ്. ഇനി ഇത് നോക്കിക്കോ. ചന്ദ്രൻ ഇസ് എ ലീഡിംഗ് അഡ്വക്കേറ്റ് ഇൻ എറണാകുളം പ്രാക്ടീസിങ് ഇൻ എ ഹൈക്കോർട്ട്. ഹൈക്കോർട്ടിലാണ് ജോലി ചെയ്യണത്. അപ്പൊ അതെന്തായിരിക്കും? ആൻസർ? ഇതിന്റെ ആൻസർ വരിക പ്രൊഫഷൻ ആണ്. കാരണം അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രൊഫഷൻ ആണ്, നമുക്കറിയാം അല്ലെ. അങ്ങനെ ആർക്കും അങ്ങനെ അഡ്വക്കേറ്റ് ആവാൻ പറ്റില്ല. അതിലെന്താ? റെസ്ട്രിക്റ്റഡ് എൻട്രി ഉണ്ട്. അതിൽ വേണ്ട കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷമാണ് അഡ്വക്കേറ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആള് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അതിന്റെ അതേ പ്രൊഫഷനിലാണ് വർക്ക് ചെയ്യുന്നത്, ഹൈക്കോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഹൈക്കോർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതല്ല, അത് നമ്മളുടെ ഒരു സർവീസ് ആണ്, നമുക്ക് കിട്ടുന്ന ഗവൺമെന്റ് ഭാഗത്തുള്ളതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഹൈക്കോർട്ട് എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഒരു ബിസിനസ് അല്ല അല്ലേ, ഒരു ഇൻകം കിട്ടാൻ വേണ്ടിയിട്ടല്ല, ആളുടെ പ്രൊഫഷൻ ആണ് ആൾ അവിടെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതെന്താണ്? ഇത് പ്രൊഫഷൻ ആണ് കേട്ടോ. ഓക്കെ, ഇത് പ്രൊഫഷൻ ആണ്. ആൻസർ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാം, നോക്കി വെച്ചോ നിങ്ങൾ. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഷുവർ ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഐഡന്റിഫൈ ദ ബിസിനസ് മോഡൽ to which the following transaction belongs to അല്ലേ. അതായത് ഇവിടെ നമുക്ക് കുറച്ച് ഓൺലൈൻ ട്രാൻസാക്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിന്റെ മോഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, കൃപ ഡൗൺലോഡഡ് മൂവീസ് ഫ്രം മൂവി മേക്കർ ഓൺ എ പേയ്മെന്റ് ഓഫ് റെസിപ്റ്റ്. നമ്മുടെ സ്കോപ്പ് ഓഫ് ഈ ബിസിനസ്സിൽ നമ്മൾ പഠിച്ച കാര്യമാണ് അല്ലെ. പേയ്മെന്റ് കൊടുത്തിട്ട് എന്ത് ചെയ്തു? ഒരു സാധനം പർച്ചേസ് ചെയ്തു എന്നാ പറഞ്ഞത്. അപ്പൊ അത് ഏതാണ് വരിക? ഏതായിരിക്കും വരിക? ഡൗൺലോഡ് ഫ്രീ ആയിട്ടല്ല, എന്താണ്? കാശ് കൊടുത്ത്. അത് വെരി ഗുഡ്. ആരാണ് പറഞ്ഞത്? അത് ആരൊരാൾ പറഞ്ഞല്ലോ, B2C എന്ന് ഫസ്റ്റ് ഒരാൾ പറഞ്ഞു അല്ലെ. ഇതെന്താണ്? B2C ആണല്ലേ. അങ്ങനെയാണെങ്കിൽ അരവിന്ദ് അസോസിയേറ്റ് പ്ലേസ്ഡ് ആൻ ഓർഡർ വിത്ത് ബാലാജി ലിമിറ്റഡ് ത്രൂ ഓൺലൈൻ അല്ലേ. ഓൺലൈൻ ത്രൂ അരവിന്ദ് അസോസിയേറ്റ്സ് എന്ത് ചെയ്തു? ബാലാജി ലിമിറ്റഡുമായിട്ട് ഓൺലൈൻ വഴി എന്ത് ചെയ്തു? ഒരു ഓർഡർ പ്ലേസ് ചെയ്തു. അതെന്താ വരിക? വെരി ഗുഡ്. എന്താണ്? ബ്രേവ് ആണ് പറഞ്ഞത്. ബ്രേവ് ആയിട്ട് എന്ത് പറഞ്ഞിട്ടുണ്ട്? B2B എന്ന് അവൻ ചങ്കൂറ്റത്തോടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബാക്കിയുള്ളവരും വരുന്നുണ്ട്. അതെങ്ങനെ C2C ആവുക? C2C ആവില്ല കേട്ടോ. C2C ആവില്ല. കാരണം C2C എന്ന് പറയുമ്പോൾ കസ്റ്റമർ ടു കസ്റ്റമർ ആണ്. ഓൾറെഡി ഒരാളുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങി കസ്റ്റമർ ആയ ഒരാൾ അയാളുടെ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വിൽക്കുന്ന പരിപാടിയാണ് നമ്മൾ അധികം C2C എന്ന് വരിക. ഓക്കെ, ഇവിടെ അരവിന്ദ് അസോസിയേറ്റ്സ് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ബിസിനസ് എൻറ്റിറ്റി ആണ്, ഒരു എന്റർപ്രൈസ് ആണ്. ആ എന്റർപ്രൈസസ് എന്ത് ചെയ്യുന്നു? മറ്റൊരു ബിസിനസ് ഫേമുമായിട്ടാണ് ഡീലിങ്സ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ B2B രണ്ടാൾക്കാർ എന്താണ്? ബിസിനസ്സുകാർ തന്നെയാണ്. ബിസിനസ് എന്താ? വെറുതെ ബിസിനസ് അല്ല, ബിസിനസ്സുകളാണ്. ഓക്കെ, അപ്പൊ ബിസിനസ്സുകൾ തമ്മിലാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. ക്ലിയർ അല്ലേ? ക്ലിയർ? ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ റിഗാർഡഡ് ടു ഈ ബിസിനസ്. ഈ ബിസിനസ്സിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൽ നിന്ന് ഓഡ് വൺ
ഔട്ടാണ്. ഒറ്റപ്പെട്ടിരിക്കുന്നത് ഏതാണ്? കൺവീനിയൻസ് ഉണ്ട്, ഹൈ സ്പീഡ് ഉണ്ട്, ഗ്ലോബൽ ആക്സസ് ഉണ്ട്, പേഴ്സണൽ ടച്ച് ഉണ്ട്. ഓക്കെ, ഇതിൽ ഏതാണ് ഓഡ് വൺ ആയിട്ട് ഇരിക്കുന്നത്? ഏതാണ് കൂട്ടത്തിൽ ചേരാതെ അങ്ങനെ മാറി നിൽക്കുന്ന ഐറ്റം? ഏതാണ്? വെരി ഗുഡ്, ഡി ആണ് അല്ലെ. പേഴ്സണൽ ടച്ച് ഇല്ല അല്ലെ. ലാക്ക് ഓഫ് പേഴ്സണൽ ടച്ച് എന്ന് പറയുന്നതാണ് ഈ ബിസിനസിന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് തന്നെ. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഡി ആണ് റൈറ്റ് ആൻസർ. ബാക്കി എല്ലാം എന്താണ്? കൺവീനിയന്റും ഹൈ സ്പീഡും ഗ്ലോബൽ ആക്സസും എല്ലാം ഈ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഈ ആള് മാത്രം റിലേറ്റ് ചെയ്യാതെ അങ്ങ് മാറി നിൽക്കുന്ന ആളാണ്. ഓക്കെ, ക്ലിയർ? അങ്ങനെയാണ്. നോക്കിക്കോ, പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് കൺസിസ്റ്റ് ഓഫ് വേരിയസ് ഓർഗനൈസേഷൻ ഓൺഡ് ആൻഡ് മാനേജ്ഡ് ബൈ ഡാഷ്. പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾസിൽ ആരാണ്? വേഗം പറഞ്ഞോ, വേഗം പറഞ്ഞോ, വേഗം പറഞ്ഞോ, വേഗം പറഞ്ഞോ. ഏതാണ് റൈറ്റ് ആൻസർ? ബി ആണല്ലേ. ഗവൺമെന്റ് ആണ് ഓൺ ചെയ്യുന്ന മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് പബ്ലിക് സെക്ടർ എന്ന് പറയുന്നത് അല്ലേ. ക്ലിയർ അല്ലേ? Which among the following is the economic objective of business? ബിസിനസിന്റെ എക്കണോമിക് ഒബ്ജക്റ്റീവ് അല്ലെ. ബിസിനസ്സിന് പല ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ ഒബ്ജക്റ്റീവ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ എക്കണോമിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ പൈസ തിരിച്ച് കിട്ടണം അല്ലെ. നമ്മൾ ആ ഒരു ലക്ഷ്യം നിറവേടുമ്പോൾ അതിന്റെ റിവാർഡായിട്ട് നമുക്ക് കാശായിരിക്കണം കിട്ടേണ്ടത്. അപ്പൊ ഇത് ഏതാണ്? വെരി ഗുഡ്, ഏതാണ്? സി, മാർക്കറ്റ് സ്റ്റാൻഡിംഗ് ആണ് അല്ലെ. മാർക്കറ്റ് കോമ്പറ്റീഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അവരുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അതാണ് മാർക്കറ്റ് സ്റ്റാൻഡിംഗ് കൊണ്ട് പറയുന്നത്. ക്ലിയർ അല്ലേ? Which among the following departmental undertaking അല്ലേ. ഇതിൽ ഏതാണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് വരിക? ഏതാണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് ആയിട്ട് വരിക? വേഗം പറഞ്ഞോ, വേഗം പറഞ്ഞോ. ഏതാണ്? പറയൂ. എടാ, നിങ്ങളൊരു 500 അല്ലെങ്കിൽ 700 എടുത്ത് പോയാൽ തീർച്ചയായിട്ടും ഞാൻ ഡാൻസ് കളിച്ചിരിക്കും. ഓക്കെ, കാരണം ഇത്രയൊന്നും അല്ല നമ്മുടെ പിള്ളേരെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഡാൻസ് കളിച്ചിരിക്കും, ഉറപ്പാണ്. ഓക്കെ, വിത്ത് മ്യൂസിക്, വെറുതെ അല്ല. ഓക്കെ, ഇന്ത്യൻ റെയിൽവേസ് ആണ് കേട്ടോ. ഇന്ത്യൻ റെയിൽവേയിലാണ് എന്ത് വരുന്നത്? നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങിന്റെ അണ്ടറിലാണ് ആര് വരുന്നത്? ഇന്ത്യൻ റെയിൽവേ വരുന്നത്. ഓക്കെ, എടാ ഡാൻസ് കളിക്കുന്ന പറഞ്ഞപ്പോൾ പെട്ടെന്നൊരു കുതിച്ചാട്ടം. അയ്യോ ദൈവമേ, പക്ഷെ കളിക്കും, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓക്കെ, ഇന്ററാക്ഷൻ ബിറ്റ്വീൻ വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ദ ഡിപ്പാർട്ട്മെന്റ്സ് ഇൻ ദിസ് എക്സാമ്പിൾ ട്രാൻസാക്ഷൻ അല്ലെ. അതായത് ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻ അത് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. B2B ഉണ്ട്, B2C ഉണ്ട്, C2C ഉണ്ട്, ഇൻട്രാ ബി ഉണ്ട്. ഏതാണ്? എക്സാമ്പിൾസ് തന്നു, ആൻസർ വരണം. ഓക്കെ, എടാ എൻ്റെ പേര് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം, രേണുക. പോന്നോട്ടെ, ആൻസർ പോന്നോട്ടെ. എന്താണ്? ഡി ആണല്ലേ, ഇൻട്രാ ബി ആണ്. ഇൻട്രാ ബി എന്ന് പറയുന്നത് എന്താ? ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ആണ് കേട്ടോ. ഒരു ബിസിനസിന്റെ ഉള്ളിലെ ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ്. സിമ്പിൾ ആണ്. പിന്നെ അടുത്തത് ഫൈൻഡ് ദ ഓഡ് വൺ ഫ്രം ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ആഫ്റ്റർ സെയിൽ സർവീസ് ഉണ്ട്, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഉണ്ട്, പ്ലേസിംഗ് ഓർഡർ ടു ഹോൾസെയിലർ ബൈ റീറ്റെയിലർ ഉണ്ട്, കസ്റ്റമർ കെയർ സർവീസ് ഉണ്ട്. ഓക്കെ, ഇതിലേതാണ്? ഇതൊക്കെ പ്രീവിയസ് ഇയറാ. ഇതൊന്നും ഞാൻ കൈ നിട്ടതല്ല, ഞാനിവിടെ ഡേറ്റ് വരെ കൊടുത്തിട്ടുണ്ട്. 2018. ഓക്കെ, 2018 ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതാന്ന് പറയാൻ വേണ്ടിയിട്ട്. വെരി ഗുഡ്, ആൻസർ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ബി ആണ്, പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ആണ്. ബാക്കിയെല്ലാം എന്താണ്? B2C ആണ് അല്ലേ. അതായത് ബിസിനസ് ടു കസ്റ്റമർ ആണ് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അതുപോലെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രതീക്ഷിക്കാവുന്ന ഒന്നാണ്. ലിസ്റ്റ് ഔട്ട് ദ മെയിൻ കോൺട്രിബ്യൂഷൻസ് ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ഇൻ ഇന്ത്യൻ എക്കണോമി. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചിന്തിച്ചാൽ എഴുതാവുന്നതേ ഉള്ളൂ കേട്ടോ. 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതായത് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് നമ്മുടെ എക്കണോമിയിലേക്ക് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇത് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റാവുന്നേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് അല്ലേ. ഡെവലപ്മെന്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്? പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആണ് നമ്മുടെ
നമ്മുടെ ഇന്ത്യയുടെ ഡെവലപ്മെന്റ് ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ പോകുന്നത് അല്ലേ. പിന്നെ റീജിയണൽ ബാലൻസ് കൊണ്ടുവരുന്നത്. റീജിയണൽ ബാലൻസ് എന്ന് പറയുന്നത് എന്താ? എംപ്ലോയ്മെന്റ് കാര്യങ്ങൾ എവിടെ കൊണ്ടുവരുന്നുണ്ട്? നമ്മൾ റൂറൽ ആയിട്ടുള്ള ഏരിയാസിൽ കൊണ്ടുവരുന്നുണ്ട്. അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടപ്പിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് കാര്യങ്ങൾ കൊടുക്കുന്നതുകൊണ്ടൊക്കെ തന്നെയാണ് അവിടെ റൂറൽ ഏരിയാസിലും അർബൻ ഏരിയാസിലും എന്താണ് നമുക്ക് ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ചെക്ക് ഓവർ കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവർ അല്ലേ. അതായത് എക്കണോമിക് പവർ പ്രൈവറ്റ് വ്യക്തികളുടെ ഉള്ളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കാൻ. മലയാളത്തിൽ പരീക്ഷ എടാ നിങ്ങൾക്ക് മലയാളത്തിലും എഴുതാം ഇംഗ്ലീഷിലും എഴുതാം, അത് നിങ്ങളുടെ ചോയ്സ് ആണ്. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുക എപ്പോഴും ഇംഗ്ലീഷിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നും കൊണ്ടല്ല. നിങ്ങൾക്ക് ഡിഗ്രിക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഓപ്ഷൻ ഇല്ല. ഡിഗ്രിക്ക് നിങ്ങൾ ഇംഗ്ലീഷ് തന്നെ എഴുതണം. ഓക്കെ, അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവർ അല്ലേ. അതായത് ഇപ്പോൾ പ്രൈവറ്റ് സെക്ടേഴ്സ് മാത്രം ഉള്ളെന്ന് വിചാരിക്കും നമ്മുടെ രാജ്യത്ത്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, എല്ലാം പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് പബ്ലിക് സെക്ടേഴ്സും കൂടെ ഉള്ളത് കൊണ്ട് നമ്മുടെ എക്കണോമിക് പവർ കോൺസെൻട്രേഷനിൽ ഒരു പ്രശ്നം വരുന്നത്, അല്ലെങ്കിൽ ഒരു ഇക്വാലിറ്റി കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കി വെച്ചോ. അതായത് എക്സ്പ്ലെയിൻ പ്രൈമറി ഇൻഡസ്ട്രി വിത്ത് എക്സാമ്പിൾസ്. ഓക്കെ, പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ എക്സാമ്പിൾസ് പറയാനാ പറഞ്ഞത്. അപ്പൊ പ്രൈമറി ഇൻഡസ്ട്രിയുടെ ഒന്ന് പറയാമോ? പ്രൈമറി ഇൻഡസ്ട്രിയുടെ എന്തെങ്കിലും എക്സാമ്പിൾസ് പറഞ്ഞേടാ. എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാം പ്രൈമറി ഇൻഡസ്ട്രിയിൽ ഏതൊക്കെ ടൈപ്പാണ് ഇൻഡസ്ട്രിയിൽ വരുന്നത്. എക്സാമ്പിൾ അഗ്രികൾച്ചർ. വെരി ഗുഡ്. അടുത്ത ആളെവിടെ? അഗ്രികൾച്ചർ പറഞ്ഞു. പിന്നെ മൈനിങ് അല്ലേ, മൈനിങ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ നോക്കാം എന്താണ് പ്രൈമറി ഇൻഡസ്ട്രി. ഓൾ ദോസ് ആക്ടിവിറ്റീസ് വിച്ച് ആർ കൺസേൺ വിത്ത് ദ എക്സ്ട്രാക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് റീപ്രൊഡക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലിവിംഗ് ഓർഗാനിസം പ്ലാന്റ്സിനൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയാ, പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയാം അല്ലേ. അതായത് റിസോഴ്സസിനെ ഒന്നെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ റീപ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക. ഓൾറെഡി ഭൂമിയിലുള്ള റിസോഴ്സസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന പരിപാടിയാണ് നമ്മളെ പ്രൈമറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നോക്കിക്കോ. പോൾട്രി ഉണ്ട്, ഫിഷ് ഹാച്ചറി ഉണ്ട്, ഫാമിംഗ് ഉണ്ട്, മൈനിങ് ഉണ്ട്, ഹണ്ടിങ് ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി ഇതാ ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്രയും വർഷങ്ങളിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻ ആണ്. അതായത് 2018, 2019, 2024 ഒക്കെ ചോദിച്ചതാണ്. മെൻഷൻ ദ നെയിം ഓഫ് പേഴ്സൺ who conceives the idea of starting a business, explain the functions performed by him. ഇത് ആരെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളത് അറിയാമോ? അറിയെങ്കിൽ ഒന്ന് കമന്റ്സിൽ പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ. ആ പ്രൊമോട്ടറെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഇതേ ആളെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് നോക്കിക്കോ. ഐഡന്റിഫൈ ദ നെയിം ഓഫ് പേഴ്സൺ ഹു ഇനീഷ്യേറ്റ് എ ഫോം ഓഫ് കമ്പനി അല്ലേ. കമ്പനി ഫോം ചെയ്യുന്ന ആള് ആരാണ്? അതിലെന്താ പ്രൊമോട്ടർ റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അത് മാത്രമല്ല, ഇത് കണ്ടോ, ഇതും എന്താണ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് ചോദിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ നോക്കാം. സെറ്റ്, ക്ലിയർ. അപ്പൊ പ്രൊമോട്ടർ ആണെന്ന് മനസ്സിലായി. പ്രൊമോട്ടർ ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ് മക്കളെ? ആദ്യം എന്ത് ചെയ്യും? ബിസിനസ് ഓപ്പർച്യൂണിറ്റിനെ ഫസ്റ്റ് ഫോർമോസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണ്? എന്ത് ബിസിനസ് ആണ് ചെയ്യേണ്ടത് എന്നുള്ള ബിസിനസ് ഐഡിയനെ കൊണ്ടുവരാണ്, ഐഡന്റിഫൈ ചെയ്യാണ്. പിന്നെ ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുക അല്ലെ. രണ്ടാമത് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുക. അതിന്റെ സാധ്യത, കൊണ്ടുവന്ന ഐഡിയയിൽ എന്തുമാത്രം സാധ്യതകളുണ്ട്, എക്കണോമിക് ഫീസിബിലിറ്റി, ടെക്നിക്കൽ ഫീസിബിലിറ്റി ഒക്കെ നോക്കണം അല്ലേ. ഫൈനാൻഷ്യൽ ഫീസിബിലിറ്റി, ഈ 3 ഫീസിബിലിറ്റി സ്റ്റഡി നടത്തണം. പിന്നെ അതുപോലെ നെയിം, ആ ബിസിനസ്സിന് ഇടേണ്ട നെയിമിന്റെ അപ്രൂവല്, അതുപോലെ ഫിക്സിംഗ് അപ്പ് സിഗ്നറ്ററീസ് ടു ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ സൈൻ ചെയ്യാൻ വേണ്ട വ്യക്തികളെ കണ്ടുപിടിക്കുന്നത്, അപ്പോയിന്റ്മെന്റ് ഓഫ് പ്രൊഫഷണൽസ് അല്ലെ. പിന്നെ ബിസിനസ് കംപ്ലീറ്റ് അതിന്റെ രജിസ്ട്രേഷൻ പ്രോസസ്സ് കഴിയുന്നത് വരെ നമുക്ക് പല പ്രൊഫഷണൽസിന്റെ സഹായം വേണ്ടി വരും. ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെയും ബാങ്കറിന്റെയും ഒക്കെ പല സഹായങ്ങൾ വേണ്ടി വരും. അപ്പോൾ അവരെ അപ്പോയിന്റ് ചെയ്യണതും, പിന്നെ ബിസിനസ് ഫോം ചെയ്യാൻ വേണ്ട നെസസറി ഡോക്യുമെന്റ്സ് തയ്യാറാക്കുന്നതും ആരായിരിക്കും? നമ്മളെ പ്രൊമോട്ടർ ആയിരിക്കും. അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കി വെച്ചോ, പഠിച്ചു വെച്ചോ, ചോദിക്കും. ക്ലിയർ അല്ലേ? പിന്നെ അതേപോലെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, വേരിയസ് സ്റ്റേജസ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ പബ്ലിക് കമ്പനി ഇസ് ലിസ്റ്റഡ് ബിലോ അല്ലെ. പബ്ലിക് കമ്പനി ഫോം ചെയ്യേണ്ട സ്റ്റേജസ് തന്നിട്ടുണ്ട്. ഈ സ്റ്റേജ് കറക്റ്റ് അല്ലേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
പ്രശ്നമുണ്ട്, കാരണം കറക്റ്റ് ഓർഡറിലേക്ക് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ് എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, അത് ഡീറ്റെയിൽ ആയിട്ട് പറയാനും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അല്ലേ? ഏതാണ് ഫസ്റ്റ്? 3 പിന്നെ 2 1 സോറി 3 2 അല്ല 3 1 2 ആണ്. 3 1 2 അല്ലേ? മൂന്നാമത്തേതാണ് എന്തെന്ന് പറയുന്നത്, ആദ്യം പ്രൊമോഷൻ ആണ്, അത് കഴിഞ്ഞാൽ പിന്നെ ഇൻകോർപ്പറേഷൻ, പിന്നെ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, അതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പ്രൊമോഷൻ ആണ്. ഈ സ്റ്റെപ്പിന്റെ ആൻസർ ആണ് നമ്മളിപ്പോൾ നോക്കിയത്. പ്രൊമോഷൻ ആരാണ് ചെയ്യുന്നത്? പ്രൊമോഷൻ വർക്ക് ചെയ്യണതൊക്കെ ആരാണ്? പ്രൊമോട്ടർ ആണ്. ഇതാണ് പ്രൊമോഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നടക്കുന്ന ഫങ്ഷൻസ്. ഓക്കെ, ക്ലിയർ? അപ്പൊ എന്താണ്, ഈ ക്വസ്റ്റ്യൻസും പഠിച്ചിരിക്കുക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് ലിസ്റ്റ് ഔട്ട് ദ ഡോക്യുമെന്റ്സ് റിക്വയർഡ് ഫോർ ദ ഇൻകോർപ്പറേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രജിസ്ട്രേഷൻ ആണ്. കമ്പനി രജിസ്ട്രേഷന്റെ സമയത്ത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം അത് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ. എക്സാമിന് ചോദിക്കും വേണ്ട ഡോക്യുമെന്റ്സ് ഏതൊക്കെയാന്നുള്ളത്. അപ്പൊ അതാ ഇത്രയും ഡോക്യുമെന്റ്സ് വേണം. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ വേണം, അത് നിങ്ങൾ എന്താണെങ്കിലും എഴുതും അല്ലെ. MOA വേണം, പിന്നെ അത് കഴിഞ്ഞ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ വേണം. പിന്നെ വേണ്ടത് എന്താണ്? കൺസെന്റ് ഓഫ് പ്രപ്പോസ്ഡ് ഡയറക്ടേഴ്സിന്റെ കൺസെന്റ് വേണം അല്ലെ. ഞാൻ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തോളാം, ക്വാളിഫിക്കേഷൻ ഷെയർസ് പർച്ചേസ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ആരൊക്കെയാണോ ഡയറക്ടേഴ്സ് ആവാൻ, അതായത് മെമ്മോറാണ്ടത്തിൽ സൈൻ ചെയ്യുന്നവരായിരിക്കും ഫസ്റ്റ് ഡയറക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവരായിട്ട് നിൽക്കുന്ന ആരാണോ അവരുടെ കൺസെന്റ്, ഒരു ഡിക്ലറേഷൻ വേണം അല്ലെ. പിന്നെ എഗ്രിമെന്റും എന്താണ്, ഞങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ ക്വാളിഫിക്കേഷൻ ഷെയർസ് പർച്ചേസ് ചെയ്തോളാം എന്നുള്ളതിന്റെ എഗ്രിമെന്റ് കാര്യങ്ങളാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഫുൾ ടൈം ഡയറക്ടറായിട്ട് മാനേജിങ് ഡയറക്ടറായിട്ട് നിൽക്കുന്നത് ആരാണോ അയാളുടെ ഒരു എഗ്രിമെന്റും വേണം. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനി ഫോം ചെയ്യാൻ വേണ്ട രജിസ്ട്രേഷന് വേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ട് എന്ന് തെളിയിക്കുന്നതിന്റെ ഒരു ഡിക്ലറേഷൻ ആണ്. പിന്നെ റെസീപ്റ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് ഫീ അല്ലേ, അതായത് രജിസ്ട്രേഷൻ ഫീ ആണ്. അത് നമ്മുടെ ക്യാപിറ്റൽ എത്രയാണോ പറയുന്നത് അതിനനുസരിച്ചായിരിക്കും ഫീ വരിക. ക്ലിയർ അല്ലേ? ഇനി പിടിച്ചോ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 2017, 22, 23 ചോദിച്ചതാണ്. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ എനി 5 ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ് വൈൽ സ്റ്റാർട്ടിങ് എ ബിസിനസ് അല്ലേ. ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യണം എന്നുള്ളത് നോക്കണം അല്ലേ. അത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യം നമ്മൾ ലൈൻ ഓഫ് ബിസിനസ് അല്ലേ, അതായത് ഏത് ബിസിനസ് ആണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം നോക്കണം. ഏത് ലൈൻ ഓഫ് ബിസിനസ്, നേച്ചർ ആൻഡ് ടൈപ്പ് ഓഫ് ബിസിനസ് നോക്കണം. സൈസ് ഓഫ് ദ ഫേം നോക്കണം അല്ലേ, അതായത് സ്കെയിൽ ഓഫ് ഓപ്പറേഷൻ, വലിയ രീതിയിലുള്ള ഓപ്പറേഷൻസ് നടക്കുന്നതാണോ അല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഔട്ട്പുട്ട് ആണോ ഉണ്ടാവുക എന്നുള്ള കാര്യം നോക്കണം. പിന്നെ അതുപോലെ ചോയ്സ് ഓഫ് ഫോം ഓഫ് ഓണർഷിപ്പ് അല്ലേ, എങ്ങനെയാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണോ, പാർട്ട്ണർഷിപ്പ് ആണോ, ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആണോ, അല്ലെങ്കിൽ ബാക്കിയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റി ആണോ എന്നൊക്കെ നമ്മൾ നോക്കണം. ലൊക്കേഷൻ ഓഫ് ബിസിനസിന്റെ ലൊക്കേഷനും നോക്കിയിരിക്കണം അല്ലേ, എവിടെയാണ് എന്റർപ്രൈസ് വിൽ ബി ലൊക്കേറ്റഡ്, എവിടെയാണ് നമ്മൾ ബിസിനസ് തുടങ്ങുന്നത് നോക്കണം. പിന്നെ ഫൈനാൻസിങ് ദ ബിസിനസ് അല്ലേ, അതായത് ക്യാപിറ്റൽ സോഴ്സ് ഫ്രം ദ ക്യാപിറ്റൽ വിൽ ബി റേസ്ഡ് ആൻഡ് വേ ഓഫ് യൂട്ടിലൈസിങ് ദ ക്യാപിറ്റൽ ഇൻ ദ ഫേം അല്ലേ, അതായത് ബിസിനസ് തുടങ്ങാൻ വേണ്ട പൈസ, മൂലധനം എവിടെ നിന്ന് കിട്ടും, അതിന്റെ സോഴ്സ് അതെങ്ങനെയൊക്കെ ഫിക്സ് ചെയ്യണം, അതായത് നമ്മൾ എത്ര ഫിക്സഡ് ക്യാപിറ്റൽ വേണം, എത്ര വർക്കിംഗ് ക്യാപിറ്റൽ വേണം എന്നുള്ള ഫൈനാൻസിങ് പ്രപ്പോർഷൻ നോക്കണം. അതുപോലെ ഫിസിക്കൽ റിസോഴ്സസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം അല്ലേ, അതായത് ലാൻഡ്, ബിൽഡിങ്, മെഷീനറീസ്, എക്യുപ്മെന്റ്സ്, റോ മെറ്റീരിയൽസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കണം. അതായത് ഇപ്പൊ ഞാൻ തുടങ്ങുന്ന ബിസിനസ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആണെന്ന് വിചാരിക്കുക, അതായത് എനിക്ക് മെഷീനറീസ് ഒക്കെയാണ് കൂടുതൽ വേണ്ടത്, അങ്ങനത്തെ ടൈപ്പ് ബിസിനസ് ആണെങ്കിൽ എന്താണ്, ഞാൻ അങ്ങനത്തെ റിസോഴ്സസ് ആയിരിക്കണം നോക്കേണ്ടത്. അതല്ല എനിക്ക് മെഷീൻ്റെ ആവശ്യമില്ല, ലേബർ ഇൻറ്റൻസീവ് ആണെങ്കിൽ ഞാൻ അതിന് പറ്റിയ സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സ് അവരെ ആയിരിക്കും നോക്കേണ്ടത്. അതുപോലെ ഫിസിക്കൽ റിസോഴ്സസിനെ നമ്മൾ നോക്കണം. അതുപോലെ പ്ലാന്റ് ലേ ഔട്ട്, നമ്മളുടെ എന്താണ് നമ്മുടെ ഫിസിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് മെഷീനറി ആൻഡ് എക്യുപ്മെന്റ്സ്, ബിസിനസ്സിൽ നമ്മൾ കൊണ്ടുവരുന്ന മെഷീനറിയും എക്യുപ്മെന്റ്സ് ഒക്കെ എവിടെയാണ് വെക്കേണ്ടത്, എങ്ങനെയാണ് അതിന്റെ അറേഞ്ച്മെന്റ്സ് എന്നുള്ളതാണ് പ്ലാന്റ് ലേ ഔട്ട്. പിന്നെന്താണ് കോമ്പീറ്റന്റ് വർക്ക് ഫോഴ്സ് അല്ലെ, അതായത് സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് വർക്കേഴ്സ് ആൻഡ് മാനേജീരിയൽ സ്റ്റാഫ്സ് ആൻഡ് ഗിവിംഗ് ട്രെയിനിങ് ടു ദം അല്ലേ, എന്ത് ചെയ്യുക, സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെയും അതുപോലെ തന്നെ താങ്ക് യു ഓക്കെ
നിന്റെ ഹൃദയത്തിൽ നിന്ന് വന്നതാണെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്ന നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അതേപോലെ സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ കൂട്ടണം അല്ലേ? അതുപോലെ ടാക്സ് പോളിസി നോക്കണം. അതായത് നമ്മുടെ പല ബിസിനസ്സുകൾക്കും പല ടാക്സ് പോളിസീസ് ആയിരിക്കും. അപ്പം നമ്മുടെ ബിസിനസ്സിൻ്റെ എങ്ങനെയാണ് ടാക്സ് പോളിസി നോക്കണം. ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് ബിസിനസ് എന്ത് ചെയ്യാം? ലോഞ്ച് ചെയ്യാം അല്ലേ? ക്ലിയർ അല്ലേ? Okay, this is the form of public enterprises which is established as a department of the ministry headed by a minister. Identify the organization and state its merits and demerits. ഏതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓർഗനൈസേഷൻ ഏതാണ്? ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ എന്റർപ്രൈസ് ഏതാണ്? വേഗം പറഞ്ഞോളൂ. എന്താണ് ആൻസർ? എന്താണ്? എന്താ പറയാന്നോ? ആൻസർ എന്താ? ഇതിന്റെ ആൻസർ എന്താ? ഇതിന്റെ ആൻസർ എന്താണ്? നാളെ നിങ്ങൾക്ക് എക്സാം ആണ്. എന്നിട്ട് ഇതിൻ്റെ ആൻസർ അറിയില്ല എന്ന് പറയുമ്പോൾ നിങ്ങളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയില്ല, ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ അറിയില്ല എന്ന് ചുമ്മാ പറയണമെന്ന് എനിക്ക് കറക്റ്റ് ബുദ്ധിയുള്ള ഒരാളെങ്കിലും ഉണ്ട്. ആരാണ്? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് ആണ് അല്ലേ? ഡിപ്പാർട്ട്മെന്റൽ ആണ്. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സ് ആണ് അല്ലേ ഇതിൻ്റെ ആൻസർ? ഓക്കെ, അപ്പോൾ അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ആണ് പറഞ്ഞിട്ടുള്ളത്. മെറിറ്റ്സ് എന്താണ്? സെൻട്രലൈസ്ഡ് കൺട്രോൾ ആയിരിക്കും ഗവൺമെന്റിന് അല്ലേ? ഗവൺമെന്റിന്റെ. അതുപോലെ പബ്ലിക് അക്കൗണ്ടബിലിറ്റി ആയിരിക്കും. നമ്മൾ സാധാരണ ജനങ്ങളോടായിരിക്കും അക്കൗണ്ടബിൾ ആയിട്ടുള്ളത്. സോഴ്സ് ഓഫ് റവന്യൂ ഫോർ ഗവൺമെന്റ്. ഗവൺമെന്റിന് എന്താണ്? ഒരു സോഴ്സ് ഓഫ് റവന്യൂ ആണ്. കാരണം ഗവൺമെന്റ് ആണ് ഇവർക്ക് ഫണ്ട് കൊടുക്കുന്നത്. അവർക്ക് ഏൺ ചെയ്യുന്ന ഫണ്ട് എവിടേക്ക് തന്നെയാണ് പോകുന്നത്? തിരിച്ച് ഗവൺമെന്റ് ട്രഷറിയിലേക്ക് തന്നെയാണ് പോകുന്നത്. സ്യൂട്ടബിൾ ഫോം ഫോർ എന്താണ്? നാഷണൽ സെക്യൂരിറ്റി. നാഷണൽ സെക്യൂരിറ്റിക്ക് പറ്റിയ ഒരു ടൈപ്പാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറയുന്നത് അല്ലേ? അവിടെ എന്താണ്? നമ്മൾ ബിസിനസ്സും എല്ലാം എന്താണ്? രാജ്യത്തോട് കൂറുള്ള രീതിക്കായിരിക്കും അല്ലേ? പിന്നെ ഇതിന്റെ ലിമിറ്റേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ലാക്ക് ഓഫ് ഫ്ലെക്സിബിലിറ്റി ആണ്. എന്താണ്? കംപ്ലീറ്റ് പവർ ആരുടെ കയ്യിലാണ്? ഗവൺമെന്റിന്റെ കയ്യിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? അവർക്ക് ഫ്ലെക്സിബിൾ ആയിരിക്കില്ല. അതായത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഫ്ലെക്സിബിൾ അല്ല. കംപ്ലീറ്റ് ആരുടെ കയ്യിലായിരിക്കും? പവേഴ്സ് ഉണ്ടായിരിക്കും. സെൻട്രലൈസ്ഡ് കൺട്രോൾ ആയിരിക്കും. പിന്നെ ആണ് ഡിലേ ഇൻ ഡിസിഷൻ മേക്കിംഗ് പവർ ആരുടെ കയ്യിലായിരിക്കും? ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും പെട്ടെന്ന് ക്വിക്ക് ഡിസിഷൻ ഇസ് നോട്ട് പോസിബിൾ. പിന്നെ ഉള്ളത് എന്താണ്? ലിമിറ്റഡ് സ്കോപ്പ് ആണ്. ലിമിറ്റഡ് സ്കോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? അവർക്ക് ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അതായത് പുതിയ രീതികൾ, പുതിയ പ്രൊഡക്ട്സ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, പിന്നെ റെഡ് ടാപ്പിസം ഉണ്ടായിരിക്കും. കാരണം അവിടെ എന്താണ്? നമുക്ക് ഒരു ബ്യൂറോക്രസി ഉണ്ടായിരിക്കും. അതുപോലെ പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ റെഡ് ടേപ്പിസം ഉണ്ടാവും. പിന്നെ പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് ഇൻസെൻസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് വരുന്നത്. ഓർത്ത് വെച്ചോ, എക്സാമിന് ചോദിക്കും. വെറുതെ തന്നതല്ല ഇത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്? അതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെ? ഏതെങ്കിലും 2 ഫീച്ചേഴ്സ് എഴുതുമെന്നൊക്കെ നിങ്ങളോട് എക്സാമിന് ചോദിക്കും. അതിൻ്റെ ഫീച്ചർ എന്താണ്? ഫിനാൻസ് ത്രൂ ഗവൺമെന്റ് ട്രഷറി ആണ് അല്ലേ? ഗവൺമെന്റ് ട്രഷറി വരെയില്ല മക്കളെ എന്ത് കിട്ടുന്നത്? ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്സിനൊക്കെ എന്ത് കിട്ടുന്ന? ഫണ്ട് കിട്ടുന്നത് അല്ലേ? പിന്നെ ഓഡിറ്റ് ആൻഡ് കൺട്രോൾ ഉണ്ടായിരിക്കും. അവർക്ക് ഗവൺമെന്റിൻ്റെതായിട്ടുള്ള ഓഡിറ്റും കൺട്രോളും ഉണ്ടായിരിക്കും. ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരിക്കും. ഓക്കെ, ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങിലുള്ള എല്ലാവരും ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരിക്കും. അവർക്ക് എന്തുണ്ടാവും? കൺട്രോൾ ആരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും കൺട്രോൾ ഉണ്ടായിരിക്കുക. അക്കൗണ്ടബിലിറ്റി ആരോടായിരിക്കും? പബ്ലിക്കിനോടായിരിക്കും അല്ലേ? പബ്ലിക് അല്ലേ? ഇതാരായിരിക്കും? ഗവൺമെന്റ് ആയിരിക്കും കൺട്രോൾ വരിക. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻസ് വരും. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. പ്രൊഫഷനും എംപ്ലോയ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങളോട് എക്സാമിന് ചോദിക്കും. പ്രൊഫഷനും എംപ്ലോയ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കും. ഓക്കെ,
പ്രൊഫഷനും എംപ്ലോയ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഇതിൻ്റെ ഒരു ടേബിൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഇതിൽ ബിസിനസ് എന്നുള്ള കോളം നിങ്ങൾ നോക്കണ്ട, അല്ലാതെ നിങ്ങൾക്ക് നോക്കാം എന്താണ് എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ബേസിൽ നോക്കിയാൽ പ്രൊഫഷൻ എങ്ങനെയാണ്? മെമ്പർഷിപ്പ് ഓഫ് എ പ്രൊഫഷണൽ ബോഡി ആയിരിക്കും. ഇതെങ്ങനെയായിരിക്കും? സർവീസ് കോൺട്രാക്ട് വഴിയായിരിക്കും. ബേസിക് മോട്ടീവ് എന്തായിരിക്കും? പ്രൊഫഷണൽ സർവീസ് ആയിരിക്കും. ഇവിടെ ഇൻകം അല്ലെങ്കിൽ സാലറി അല്ലെ ഇൻകം കിട്ടുക എന്നുള്ളതായിരിക്കും. നേച്ചർ ഓഫ് വർക്ക് നോക്കിയാൽ പ്രൊഫഷണൽ എങ്ങനെയായിരിക്കും? എക്സ്പേർട്ട് പേഴ്സണലൈസ്ഡ് സർവീസ് ആയിരിക്കും അല്ലെ, ഓരോരുത്തർക്കും ഓരോ പേഴ്സണലൈസ്ഡ് സർവീസസ് ആയിരിക്കും ഉണ്ടാവുക. എംപ്ലോയ്മെന്റിൽ എന്താണ്? അസൈൻഡ് ബൈ എംപ്ലോയർ ആയിരിക്കും. എംപ്ലോയർ എന്താണോ പറയുന്നത് ആ വർക്കായിരിക്കും ചെയ്യുക. പിന്നെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പ്രൊഫഷണൽ ട്രെയിനിങ് ആൻഡ് സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻ നീഡഡ് ആണ്, റിക്വയർഡ് ആണ്. ഇവർക്ക് അതിന്റെ ആവശ്യമില്ല അല്ലെ, ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ്ഡ് ബൈ എംപ്ലോയർ ആണ്. എംപ്ലോയർ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ ഇന്ന ക്വാളിഫിക്കേഷൻ വേണം ഒന്നില്ല. ക്ലിയർ അല്ലേ? പിന്നെ റിവാർഡ് ആണെങ്കിൽ ഇവർക്ക് കിട്ടുന്നത് ഫീയും ഇവർക്ക് സാലറി ആയിരിക്കും കിട്ടുക. ഇൻവെസ്റ്റ്മെന്റ് നോക്കുകയാണെങ്കിൽ ഇവർക്ക് ലിമിറ്റഡ് ക്യാപിറ്റൽ ആവശ്യം വരും. അവർ സ്വന്തമായിട്ട് ക്ലിനിക്കോ അങ്ങനെ എന്തെങ്കിലും ഓഫീസോ കാര്യങ്ങൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ആവശ്യം വരും. അല്ലെങ്കിൽ ഇവർക്ക് എന്താണ് ക്യാപിറ്റൽ ഒന്നും വേണ്ട. എംപ്ലോയ്മെന്റ് ചെയ്യുന്നവർക്ക് ക്യാപിറ്റൽ ആവശ്യമൊന്നും വേണ്ട, കാരണം അവരുടെ എംപ്ലോയർ തന്നെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നൊന്നും ഇടണ്ട, അവർ ചെന്ന് വർക്ക് ചെയ്താൽ മാത്രം മതി. ക്ലിയർ അല്ലേ? ഇനി അതുപോലെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള ഒന്നാണ് ബിസിനസ് റിസ്കിന്റെ കോഴ്സസ് അല്ലെ. എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് കാരണങ്ങൾ, ബിസിനസ്സിൽ റിസ്ക് സംഭവിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കും. നോക്കിക്കേ, എന്താണ് നാച്ചുറൽ കോഴ്സസ് ഉണ്ട് അല്ലെ. നാച്ചുറൽ കോഴ്സ് ഉണ്ട്. എന്താണ്? ഫ്ലഡ്, എർത്ത് ക്വേക്ക്, ലൈറ്റ്നിങ് ഒക്കെയാണ് നാച്ചുറൽ കോഴ്സസ് എന്ന് പറയുന്നത്. ഹ്യൂമൻ കോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അതായത് അവിടെ എല്ലാ ആൾക്കാരുടേതായിട്ടുള്ള ഹ്യൂമൻ എലമെന്റ് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് അല്ലെ. ഡിസോണസ്റ്റി, നെഗ്ലിജൻസ് ഓർ ഇൻഎഫിഷ്യൻസി ഓഫ് എംപ്ലോയീസ് ആയിരിക്കും. പിന്നെ ഉള്ളത് എക്കണോമിക് കോഴ്സസ് ആണ്. എക്കണോമിക് കോഴ്സ് സാമ്പത്തികപരമായിട്ടുള്ള ഒരു കാരണം അല്ലെ. ബിസിനസ് റിസ്കിന്റെ റീസൺ എന്ന് പറയുമ്പോൾ എന്താണ്? കോമ്പറ്റീഷൻ കൂടുന്നത്, ടെക്നോളജിയിൽ മാറ്റം വരുന്നത്, ടാക്സ് റേറ്റ് മാറുന്നത്, ഇൻഫ്ലേഷൻ സംഭവിക്കുന്നത്, ഇതൊക്കെ ആയിരിക്കും എക്കണോമിക് ക്രൈസിസ് വരിക. പിന്നെ അതർ കോഴ്സസ് ഉണ്ട്. പൊളിറ്റിക്കൽ ഡിസ്റ്റർബൻസ് വരിക, മെക്കാനിക്കൽ ഫെയിലിയർ, പവർ ഫെയിലിയർ ഒക്കെ വരുന്നത് എന്താണ്? അതർ കോഴ്സസിൽ വരുന്നതാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ബിസിനസ്സിലെ കോഴ്സസ്, റിസ്കിലെ കോഴ്സസ് ചോദിക്കും. ഓക്കെ, പിന്നെ അല്ലെ എന്താണ് ഈ ബാങ്കിങ്, ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും എന്താന്നുള്ളത് ചോദിക്കും നിങ്ങളോട്. അതും നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാൻ എന്താണ് ജസ്റ്റ് ഈ ബാങ്കിങ് എന്ന് പറയാൻ സിമ്പിൾ ആണ് അല്ലെ. ഈ ബിസിനസ് ആണ് കേട്ടോ, സോറി ഈ ബാങ്കിങ് എന്താണ്, അതിന്റെ ഡെബിറ്റ് കാർഡ് എന്താ, ക്രെഡിറ്റ് കാർഡ് എന്താന്നുള്ളത് ചോദിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? അതായത് ഈ ബാങ്കിങ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ബാങ്കിങ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റർനെറ്റ് ബാങ്കിങ്, എനി യൂസർ ക്യാൻ ഗെറ്റ് കണക്റ്റഡ് ടു ദ ബാങ്ക്സ് വെബ്സൈറ്റ് to perform banking operations and services with the help of a computer or mobile അല്ലേ. അതായത് കമ്പ്യൂട്ടറിൻ്റെയോ മൊബൈലിൻ്റെയോ സഹായത്തോട് കൂടിയിട്ട് ഏതൊരു കസ്റ്റമർക്കും ബാങ്കുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇന്റർനെറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ബാങ്ക് റിലേറ്റ് ചെയ്ത് വരുന്ന ടേംസ് ആണ് ഡെബിറ്റ് കാർഡും ക്രെഡിറ്റ് കാർഡും അല്ലേ. അപ്പോൾ പ്ലാസ്റ്റിക് കാർഡ് ഇഷ്യൂഡ് ബൈ ബാങ്ക് ആണ് ഡെബിറ്റ് കാർഡ് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സിൻ്റെതാണ്. കസ്റ്റമർ ക്യാൻ യൂസ് ഹിസ് ഓൺ ഫണ്ട് ഇൻ ഹിസ് ബാങ്ക് അക്കൗണ്ട് അല്ലേ. അപ്പോൾ ഡെബിറ്റ് കാർഡ് കയ്യിലുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ അക്കൗണ്ടിൽ പണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റൂ. ക്രെഡിറ്റ് കാർഡ് ഇച്ചിരി വ്യത്യസ്തമാണ്. എന്താണ്? ബാങ്ക് അലോ ചെയ്യും. ലിമിറ്റഡ് ഫണ്ട് ആർക്ക് കൊടുക്കും? കടത്തിന് കസ്റ്റമർക്ക് കൊടുക്കും അല്ലേ. ക്രെഡിറ്റഡ് ടു കസ്റ്റമർ ആണ്. ഓക്കെ, എന്നിട്ട് ആ പണം വെച്ചിട്ട് കസ്റ്റമർക്ക് എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാം. മേക്ക് പർച്ചേസ് ആണ് ഏതിൽ വരുന്നത്? ഈ ബാങ്കിങ്ങിൽ വരുന്നത്. ക്ലിയർ അല്ലേ? ഇനി മെയിൻ ആയിട്ട് വരുന്ന ആള് നോക്കിക്കോ. 2018, 2023, 2024 ഇത്രയും കേസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അല്ലെ. അതായത് മെൻഷൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് ബി ഫൈൽ ഫോർ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി അല്ലെ. കമ്പനി ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫയൽ ചെയ്യേണ്ട ഡോക്യുമെന്റ് ഏതാന്നുള്ളത്. ഓക്കെ, മാൻഡേറ്ററി ഡോക്യുമെന്റ് ആണ്. ഏത് കമ്പനിക്കും എന്താണ്? മെമ്മോറാണ്ടം എന്താണ്? മാൻഡേറ്ററി ആണ് അല്ലേ. ക്ലിയർ അല്ലേ? നോക്കണേ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഈ 2023 24 ചോദിച്ചിട്ടുണ്ട് അല്ലെ. എങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ രീതിയിൽ അല്ലേ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ബ്രീഫ്ലി ഡിസ്ക്രൈബ് ഇറ്റ്സ് കോണ്ടന്റ് എന്ന് ചോദിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ദ ഡോക്യുമെന്റ് വിച്ച് ഡിഫൈൻസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് കമ്പനി, കമ്പനിയുടെ ഒബ്ജക്റ്റീവ് ഡിഫൈൻ ചെയ്യുന്ന
ഡോക്യുമെന്റ് ഏതാണ്? അത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. അതിന്റെ കോണ്ടന്റ് അല്ലെ മെമ്മോറാണ്ടം റിലേറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ മെമ്മോറാണ്ടം എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഡോക്യുമെന്റ് ഓഫ് എ കമ്പനി. ഓക്കെ, കമ്പനിയുടെ പ്രിൻസിപ്പൽ ഡോക്യുമെന്റ് ആണ്. പിന്നെ അതെന്താണ്? ചാർട്ടർ ഓഫ് കമ്പനി എന്നും പറയാറുണ്ട്. അതെന്താണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? കമ്പനിയുടെ പവേഴ്സും ഒബ്ജക്റ്റീവ്സും ഒക്കെയാണ് അതിൽ പറയുക. ഓക്കെ, പിന്നെ ഓൾസോ ഡിസ്ക്രൈബ് ദ സ്കോപ്പ് ഓഫ് ഓപ്പറേഷൻ അല്ലേ, സ്കോപ്പ് ഓഫ് ഓപ്പറേഷനെ കുറിച്ചും അതിൽ പറയുന്നുണ്ട്. ക്ലിയർ അല്ലേ? അത് നമുക്ക് എങ്ങനെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? കമ്പനീസ് ആക്ട് പ്രകാരമേ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയുള്ളൂ. ക്ലിയർ അല്ലേ? അതിന്റെ കോണ്ടന്റ് നോക്കണം. മെമ്മോറാണ്ടത്തിന്റെ അകത്ത് പവേഴ്സും ഒബ്ജക്റ്റീവ്സും പറയുന്നത് നമ്മൾ പറഞ്ഞു. ക്ലിയർ അല്ലേ? ക്യാഷ് പർച്ചേസോ? ഓക്കെ, അതായത് അതിന്റെ കോണ്ടന്റ് അല്ലെ മെമ്മോറാണ്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? മെമ്മോറാണ്ടത്തിൽ ഇത്രയും 6 ക്ലോസസ് ആണുള്ളത്. ഒന്ന് നെയിം ക്ലോസ്, അതായത് കമ്പനിയുടെ പേര് കാര്യങ്ങൾ പറയുന്ന ക്ലോസ്. രജിസ്റ്റേർഡ് ഓഫീസ് ഓർ ഡൊമിസൈൽ ക്ലോസ് അല്ലെ സിറ്റുവേഷൻ ക്ലോസ് എന്ന് പറയും. കമ്പനി എവിടെയാണ്, അതിന്റെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയായിരിക്കും എന്നുള്ളത് ലൊക്കേറ്റ് ചെയ്യുന്ന ഓഫീസ്. ഒബ്ജക്ട് ക്ലോസ്, ഇത് എന്താണ്? ഇമ്പോർട്ടൻറ്റ് ക്ലോസ് ആണ് കേട്ടോ. അതായത് നമ്മൾ മെമ്മോറാണ്ടത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലോസ് ആണ് ഒബ്ജക്ട് ക്ലോസ് എന്ന് പറയുന്നത്. അതിൽ ബിസിനസിന്റെ ഒബ്ജക്റ്റീവ്, അതിന്റെ എക്സിസ്റ്റൻസിന്റെ റീസൺ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ ലയബിലിറ്റി ക്ലോസ് എന്ന് പറയുമ്പോൾ ഓരോ ഷെയർ ഹോൾഡേഴ്സിന്റെയും ലയബിലിറ്റീസ് എങ്ങനെയായിരിക്കും, കമ്പനിയുടെ ലയബിലിറ്റീസ് എങ്ങനെയാണെന്നായിരിക്കും പറയാ. ക്യാപിറ്റൽ ക്ലോസ് എന്ന് പറയുമ്പോൾ എത്ര മാത്രം ഷെയർ ക്യാപിറ്റൽ അവർ വരും, അല്ലെങ്കിൽ അവരുടെ കമ്പനിയുടെ മൊത്തം ക്യാപിറ്റലിനെ കുറിച്ചായിരിക്കും ക്യാപിറ്റൽ ക്ലോസിൽ പറയാ. അസോസിയേഷൻ ക്ലോസ് എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള എല്ലാ ആൾക്കാരുടെയും, അതായത് ബാക്കിയുള്ള അതിൽ ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയുന്നതായിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? സെറ്റ്. അങ്ങനെയാണെങ്കിൽ ഇതാ പിടിച്ചോ, 2018-ലും 2022-ലും മാറി മാറി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതല്ലാതെ 2024-ലും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. MNC അല്ലേ 2024-ലും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഗ്ലോബൽ എന്റർപ്രൈസസ് അതിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും. എന്താണ് ഗ്ലോബൽ എന്റർപ്രൈസ് അല്ലെങ്കിൽ MNC എന്നുള്ളത് പഠിച്ചു വെച്ചോ മക്കളെ. എക്സാമിന് നിങ്ങൾക്ക് എന്താണെങ്കിലും ചോദിച്ചിരിക്കും. ഗ്ലോബൽ എന്റർപ്രൈസ് എന്ന് പറയുന്നത് എന്താണ്? എ കമ്പനി ക്യാരിങ് ഓൺ ബിസിനസ് ഇൻ 2 or more countries അല്ലേ, 2-ൽ കൂടുതൽ കൺട്രികളിൽ, രാജ്യങ്ങളിൽ ബിസിനസ് നടത്തുന്ന, റൺ ചെയ്യുന്ന കമ്പനീസിനെയാണ് നമ്മൾ MNC അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസ്, ഇന്റർനാഷണൽ ബിസിനസ് അല്ലെങ്കിൽ ഗ്ലോബൽ എന്റർപ്രൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, നോൺ ആസ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻ, ട്രാൻസാക്ഷണൽ കോർപ്പറേഷൻ, ഗ്ലോബൽ ജെയിൻ, വേൾഡ് എന്റർപ്രൈസസ് എക്സെട്ര, ഇങ്ങനെയൊക്കെ അറിയപ്പെടാറുണ്ട്. കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, നോക്കി വെക്കുക. ഇനി അതിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഒക്കെ ആയിട്ട് മനസ്സിലാക്കി വെച്ചോ. നിങ്ങൾക്ക് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ റിസോഴ്സസ് ആവശ്യമാണ്. ഫോറിൻ കൊളാബറേഷൻ ഉണ്ടായിരിക്കും. ഫോറിൻ കൊളാബറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള കൊളാബറേഷൻ ആണ്. പിന്നെ അതുപോലെ അഡ്വാൻസ്ഡ് ടെക്നോളജി ആയിരിക്കും അല്ലേ. മെയിനായിട്ട് എന്താണ്? മറ്റ് രാജ്യങ്ങളിലൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ ടെക്നോളജിക്കൽ ലെവലിലും എന്താണ് അഡ്വാൻസ്മെന്റ് ഉണ്ടാവും. പ്രോഡക്റ്റ് ഇന്നോവേഷൻ നടക്കും. മാർക്കറ്റ് സ്ട്രാറ്റജീസ്, അഗ്രസീവ് ആയിട്ടുള്ള മാർക്കറ്റ് സ്ട്രാറ്റജീസും എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ് ടെറിട്ടറി ഉണ്ട് അല്ലേ. അതായത് പല രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ വികസിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റ് ടെറിട്ടറീസിൽ എന്താണ് എക്സ്പാൻഷൻ ഉണ്ടായിരിക്കും. പിന്നെ സെൻട്രലൈസ്ഡ് കൺട്രോൾ ആയിരിക്കും. ഒക്കെ കൺട്രോൾ അല്ലെങ്കിൽ അവരുടെ ഡിസിഷൻ മേക്കിംഗ് പവർ അല്ലെങ്കിൽ ആ അതോറിറ്റി എപ്പോഴും എവിടെ തന്നെയായിരിക്കും. അതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണോ, ഹെഡ് ഓഫീസ് എവിടെയാണോ അവിടെ ആയിരിക്കും. ക്ലിയർ അല്ലേ? ക്ലിയർ. സെറ്റ്. ഇനി FCI is an example of dash. ഒന്ന് പറഞ്ഞേ, FCI എന്ന് പറയുന്നത് എന്തിൻ്റെ എക്സാമ്പിൾ ആണ്? FCI എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. അതുപോലെ ഗവൺമെന്റ് കമ്പനീനെ കുറിച്ചും ഗവൺമെന്റ് കമ്പനീൻ്റെ ഗവൺമെന്റ് കമ്പനീസ് അതിനെക്കുറിച്ച് ചോദിക്കും. ഓക്കെ, എന്നിട്ട് അതിനെക്കുറിച്ചും അതിൻ്റെ എക്സാമ്പിൾസും തരും. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ്റെ എക്സാമ്പിൾസ് തരും. പിന്നെ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങിൻ്റെ എക്സാമ്പിൾസ് തരും. ഓക്കെ,
എടാ എന്താണ് ആൻസർ? എന്താണ്? FCI is an example of private warehouse ആണോ, കോർപ്പറേറ്റീവ് വെയർഹൗസ് ആണോ, ഗവൺമെന്റ് വെയർഹൗസ് ആണോ? സി ആണല്ലേ, ഗവൺമെന്റ് വെയർഹൗസ് ആണ്. 3 ആണ് അല്ലെ, മൂന്നാമതാണ് ആൻസർ. ഗവൺമെന്റ് വെയർഹൗസിലാണ് വരിക. ഓക്കെ, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനിലുള്ളതാണ് FCI, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, സി. ഇനി നോക്കിക്കോ, ഫൈൻഡ് ദ ഓഡ് വൺ അല്ലേ. ഇൻഫോസിസ് ഉണ്ട്, ടിസ്കോ ഉണ്ട്, ബിർള ഉണ്ട്, പ്രോക്ടർ ആൻഡ് ഗാംബിൾ ഉണ്ട്. ഇതിൽ ഏതാണ് ഓഡ് വൺ എന്നാണ് ചോദിച്ചത്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ആട്ടോ, ഇതെല്ലാം എന്താണ്? MNCs ആണ്. ഓക്കെ, ഇതെല്ലാം MNC ആണ്. അപ്പൊ ഇതിലെ ഡിഫറൻസ് വരുന്ന എന്താണ്? ഇതിൽ ഒരു MNC എന്തോ ആണ്, അതുകൊണ്ടാണ് ഇത് ഓഡ് വൺ ആയിട്ട് ഇരിക്കുന്നത്. ആ ഡി ആണ്, നാലാമത്തെയാണ്. കാരണം എന്താണ്? ഇത് ഇന്റർനാഷണൽ MNC ആണ്. ഇതെല്ലാം എന്താണ്? നമ്മുടെ രാജ്യത്തിൻ്റെയാണ്, ഇന്ത്യൻ MNC ആണ്. ഇതെല്ലാം എന്താണ്? ഇന്ത്യൻ്റെ ആണ്, ഇന്ത്യൻ MNCs ആണ് കേട്ടോ. ഇതെല്ലാം നോക്കി വെക്കണേ. പറഞ്ഞോ, വിച്ച് among the following is not a natural course of business risk? ബിസിനസ് റിസ്കിലെ നാച്ചുറൽ കോഴ്സിൽ പെടാത്തത് ഏതാണെന്നാ ചോദിച്ചത്. ആൻസർ പറഞ്ഞോ. ഏതാ? രണ്ടാമത്തെ സ്ട്രൈക്ക് ആണല്ലേ. Name the document that can be used by a public company in place of articles of association. നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്ത കാര്യമാണ്, ബാച്ചിലും ലൈവുകളിലും എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പബ്ലിക് കമ്പനികൾക്ക് എന്തുണ്ടാവില്ല? ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ടാകില്ല. കാരണം എന്താണ്? ഓക്കെ, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ടാവില്ല. കാരണം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്റേണൽ റൂൾ ബുക്കാണ് അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ പബ്ലിക് കമ്പനി ആകുമ്പോൾ ഷെയർസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ റൂൾ ബുക്ക് മാറ്റിക്കൊണ്ടിരിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അഡോപ്റ്റ് ചെയ്യും. എവിടെ നിന്ന്? ഇതായിരുന്നു കമ്പനീസ് ആക്ട് എന്നല്ലേ, ഇന്ത്യൻ കമ്പനീസ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നമ്മളിങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ പേര് ഓർത്ത് വെച്ചോ. ഇനി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ മുകളിലോട്ട് നോക്കിയിരിക്കരുത്. 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. കമ്പനീസ് ആക്ട് 1956 എന്നാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ടേബിൾ എയും അതെന്ത് ചെയ്തിട്ടുണ്ട്? 1956 മാറ്റം വരുത്തി 2013 ആയിട്ടുണ്ട്. ടേബിൾ എഫ് എന്നും പറയും കേട്ടോ. ടേബിൾ എ അല്ലെങ്കിൽ ടേബിൾ എഫ് ആണ് എന്തിനു ഉപയോഗിക്കുക? പബ്ലിക് കമ്പനിയുടെ AOA, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആയിട്ട് ഉപയോഗിക്കാം. ക്ലിയർ അല്ലേ? അതുപോലെ ഇതും 2019 ക്വസ്റ്റ്യൻ ആയിരുന്നു. ഗിവ് ദ നെയിംസ് ഓഫ് പ്രൊഫഷണൽ ബോഡി ഓഫ് ദ ഫോളോയിങ് പ്രൊഫഷൻസ്. നമുക്ക് 2 പ്രൊഫഷൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ് പ്രൊഫഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രൊഫഷണൽ ബോഡി അവിടെ ഉണ്ടായിരിക്കും, ഒരു അസോസിയേഷൻ ഉണ്ടായിരിക്കും. അതിൽ രജിസ്റ്റർ ആവുന്നതിലൂടെയാണ് എവിടെ കിട്ടുന്നത്? നമുക്ക് ആ കമ്പനിയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വരുന്നത്. അപ്പം മെഡിക്കൽ പ്രൊഫഷനും ലീഗൽ പ്രൊഫഷനും വരുന്ന അസോസിയേഷൻ്റെ പേരാണ് പറഞ്ഞത്. വെള്ളം കുടിച്ചു. ഓക്കെ, ഏതാണ്? മെഡിക്കലിൻ്റെ ആൻസർ വരുന്നത് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. മെഡിക്കലിൻ്റെ അസോസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയും ലീഗലിൻ്റെത് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ആണ്. ഈ 2 പേര് ഓർത്ത് വെച്ചോ. ഓക്കെ, എക്സാമിന് ചോദിക്കും. ക്ലിയർ? എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് PPP അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ ചോദിക്കും. എക്സ്പാൻഡ് PPP, ഇങ്ങനെ പല രീതിയിലും ക്വസ്റ്റ്യൻ വരും. അപ്പൊ എന്താണ് PPP എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. PPP എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ആണ്.
Public-private partnership means an enterprises which a project or service is financed and operated through a partnership of government and private enterprises. അല്ലേ? അതായത് ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ഫിനാൻസും ഓപ്പറേഷനും ഗവൺമെന്റും പ്രൈവറ്റ് സെക്ടറും കൂടെ ഒരുമിച്ച് നടത്തുന്നതിനെയാണ് നമ്മൾ PPP എന്ന് പറയുന്നത്. പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. നോക്കി വെച്ചോ, ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ അല്ലേ? മാച്ച് ദ ഫോളോയിങ് എടുത്തോ, മാച്ച് ചെയ്തോ. 1 2 3 A B C എടുത്തോ, നോക്കിക്കോ. നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ചെയ്യുന്ന സമയത്തെ ഔട്ട്സോഴ്സിങ് ഡിലീറ്റഡ് പോർഷൻ ആണ്. പക്ഷെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വന്നവ ഔട്ട്സോഴ്സിങ് ഡിലീറ്റഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഔട്ട്സോഴ്സിങ്ങിനെ കുറിച്ച് ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ പഠിക്കാനുണ്ട്. ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവസാനത്തേക്ക് ഒരു ചാപ്റ്ററിൽ ഔട്ട്സോഴ്സിങ്ങിനെ കുറിച്ച് പഠിക്കാനുണ്ട്. പക്ഷേ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ ഔട്ട്സോഴ്സിങ്ങിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? മാച്ച് ചെയ്തോ? എടാ പാട്ട് അങ്ങനെയല്ലല്ലോ. സ്വർണം കട്ടത് ആരപ്പ, അങ്ങനെയല്ലേ പാട്ട്? പൊട്ടിയെ കെട്ടിയെ സ്വർണം ചെമ്പാക്കിയെ, അത് വേറെ ട്യൂണാന്ന് തോന്നുന്നുണ്ട് അല്ലേ? അപ്പം അവർ വേറെ പാട്ട് ഇറക്കിയതാ അല്ലേ? ഓക്കെ, നല്ല പാട്ട്. പക്ഷെ മറ്റേതാണ് ഒരു താളമൊക്കെ ഉള്ളത്, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. പാട്ട് കേട്ടോ. എടാ നോക്കിക്കോ, ഏതാണ് ജനറ്റിക് ഇൻഡസ്ട്രിയിൽ? ഇതിൽ ഏതാ വരിക? ജനറ്റിക് ഇൻഡസ്ട്രി ആണ്. നിങ്ങൾ ഈ 2 എന്താണ് A ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് വെരി ഗുഡ് ആണ്, വെരി ഗുഡ് ആയിട്ടുള്ള കാര്യമാണത്. ഓക്കെ, ഇനി ബാക്കി 3 എന്താണ്? B ആണ്. അപ്പം നമുക്കറിയാം 1 C ആയിരിക്കും അല്ലേ? ഇങ്ങനെ നിങ്ങൾക്ക് അറിയുന്നത് മാച്ച് ആക്കിയിട്ട് അവസാനം വരുന്നതിനെ നോക്കിയാൽ മതി. ക്ലിയർ അല്ലേ? Lack of personal touch is a limitation of this type of business. Identify the business right 2 or more limitation. അതായത് പേഴ്സണൽ ടച്ച് ഇല്ല എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ബിസിനസ്സിലാണ് വരുന്നത്? ഓക്കെ, പറഞ്ഞോ. പേഴ്സണൽ ടച്ച് എന്നാണ്. അതെ, നടക്കുന്നുണ്ട്. കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു ഞാൻ. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയോ? ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ എവിടെയാണ് പേഴ്സണൽ ടച്ച് വരാതെ ഇരിക്കുന്നത്? ഏതാണ് ഇത്? മിക്സാ, ചാപ്റ്റർ വൈസ് അല്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക്, അടുക്കളയിൽ നിന്ന് ആരെങ്കിലേക്ക്. ഈ ബിസിനസ് അല്ലേ? ഏതാണ്? ഈ ബിസിനസ് ആണ്. ഈ ബിസിനസ് അതിന്റെ ലിമിറ്റേഷൻസ് ആണ് നമ്മളോട് പറഞ്ഞത്. ലിമിറ്റേഷൻസ് നോക്കാം. അത് ആദ്യം തന്നെ വരുന്ന ലിമിറ്റേഷൻ ആണ് എന്ത്? ലോ പേഴ്സണൽ ടച്ച് എന്ന് അല്ലേ? അവിടെ എന്തില്ല? ഒരു അനോണിമിറ്റി ഉണ്ട് അല്ലേ? അത് നമുക്ക് കാണാനോ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റും, അല്ലാതെ കാണാനോ അല്ലെങ്കിൽ അയാളെ പോയി നേരിട്ട് കണ്ട് സംസാരിക്കാനൊന്നും നമുക്ക് പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ പേഴ്സണൽ ടച്ച് ഉണ്ട് അല്ലേ? ലോ പേഴ്സണൽ ടച്ച് ആണ്. അതുപോലെ തന്നെ സാമ്പിളിംഗ് അവൈലബിൾ അല്ല, പ്രീ സാമ്പിളിംഗ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല അല്ലേ? പിന്നെ ഇൻകോൺഗ്രൻസ് ബിറ്റ്വീൻ ഓർഡർ ടേക്കിംഗ് ആൻഡ് ഗിവിംഗ് ഓർഡർ ഫുൾഫിൽമെന്റ് സ്പീഡ് അല്ലേ? ഓർഡർ കൊടുക്കുന്നതും ആ ഓർഡർ കിട്ടുന്നതും അതിന് ഫിസിക്കൽ ഡെലിവറി ഓഫ് പ്രൊഡക്റ്റ് എന്താണ്? ടൈം എടുക്കും. ഓർഡർ ക്ലിക്ക് ചെയ്യാൻ നമുക്കൊരു മൗസിൻ്റെ ക്ലിക്ക് മതി. ഒരു മൗസിൽ നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് ക്ലിക്ക് ആക്കിയാൽ മതി. പക്ഷെ ഓർഡർ റിസീവ് ആവുന്നത്, ഡെലിവറി ആവുന്നത് സമയത്തിൽ നല്ല വ്യത്യാസമുണ്ട് അല്ലേ? എന്താ പോയ സ്പീഡിലല്ല തിരിച്ചു വരിക എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, നീഡ് ഫോർ ടെക്നോളജി കാപ്പബിലിറ്റി ആൻഡ് കോമ്പീറ്റൻസ് ഓഫ് പാർട്ടീസ് അല്ലേ? അതായത് നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. അതായത് ഈ ബിസിനസ്സിൽ ഏർപ്പെടുന്ന സെല്ലർ ആണെങ്കിലും ശരി, ബയ്യർ ആണെങ്കിലും ശരി, ഈ ബിസിനസ്സിനെ കുറിച്ച് അറിയില്ല, നെറ്റ്വർക്ക് യൂസ് ചെയ്യാൻ അറിയില്ല, കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയില്ല, ഫോൺ യൂസ് ചെയ്യാൻ അറിയില്ല, അങ്ങനെയാണെങ്കിൽ ഇതിൽ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? പിന്നെ അതുപോലെ തന്നെ റിസ്ക് ഡ്യൂ ടു അനോണിമിറ്റി ആൻഡ് നോൺ ട്രേസബിലിറ്റി ആണ് അല്ലെ? നമ്മൾ കാണാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ട്രേസ് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ പീപ്പിൾ റെസിസ്റ്റൻസ് ഉണ്ട്. പീപ്പിൾ റെസിസ്റ്റൻസ് ഈ കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം, അനോണിമിറ്റി കൊണ്ടും. പിന്നെ അതുപോലെ തന്നെ ടെക്നോളജി കേപ്പബിലിറ്റി ഇല്ലാത്ത ആൾക്കാരും ഈ ബിസിനസ്സിന് എതിരെ റെസിസ്റ്റ് ചെയ്യും. പിന്നെ എത്തിക്കൽ ഫോളോ ഔട്ടും ഉണ്ടാവും അല്ലെ? എത്തിക്സിന് മറ്റുള്ളവരുടെ പേഴ്സണൽ സ്പേസിൽ അല്ലെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ത് ചെയ്യും? ചൂഷണം ചെയ്യാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. ക്ലിയർ അല്ലേ?
ഓക്കെ, പോകാം. എവിടെ ക്വസ്റ്റ്യൻ എവിടെ? നോക്കിക്കോ, 2019, 23, 24 ഇത്രയും ഇയറിൽ റിപ്പീറ്റ് ചെയ്ത് വന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രോസ്പെക്ടസിനെ കുറിച്ചും സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷനെ കുറിച്ചും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് നോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 3 വർഷങ്ങളിലും റിപ്പീറ്റഡ് ആയിട്ട് വന്നതാണ്. അപ്പം നമുക്ക് ഇത് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ പ്രോസ്പെക്ടസ്. പ്രോസ്പെക്ടസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യ്, ഇൻകോർപ്പറേഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പറഞ്ഞിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വന്നതാണ്. പ്രോസ്പെക്ടസ് എന്താണ്? ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് ഇറ്റ്സ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സോ ഷെയർസോ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പബ്ലിക്കിന് കൊടുക്കുന്ന ഇൻവിറ്റേഷൻ ആണ്. അതുപോലെ അതെന്ത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്? ഇറ്റ് കണ്ടെയ്ൻ ദ മെറ്റീരിയൽ ഇൻഫോർമേഷൻ റിക്വയർഡ് റിഗാർഡിംഗ് ദ ഫൈനാൻഷ്യൽ ആസ്പെക്ട്സ് ഓഫ് ദ കമ്പനി ആൻഡ് ഹെൽപ്സ് പീപ്പിൾ ഇൻ മേക്കിംഗ് ഡിസിഷൻ അല്ലേ. അതായത് മെറ്റീരിയൽ ഇൻഫോർമേഷൻ റിക്വയർഡ് റിഗാർഡിംഗ് ഇത് എന്താണ്? റിഗാർഡിംഗ് ഫൈനാൻഷ്യൽ ആസ്പെക്ട്സ് അല്ലേ. അതായത് ആ കമ്പനിയുടെ ഷെയർസിന്റെ വാല്യൂ, എത്ര നമ്പർ ഓഫ് ഷെയർസ് എന്നുള്ള അങ്ങനെയുള്ള മെറ്റീരിയൽ ഡീറ്റെയിൽസ് ആണ് എന്ത് ചെയ്യുന്നത്? കണ്ടെയ്ൻ ചെയ്യുന്നത് അല്ലേ. അത് വെച്ചിട്ടായിരിക്കും ആൾക്കാർ ഡിസിഷൻ എടുക്കുക, ഡിസിഷൻ മേക്കിംഗ് നടത്തുക. എന്താണ്? വെദർ ദേ ഷുഡ് പർച്ചേസ് അല്ലെങ്കിൽ നോട്ട്, പർച്ചേസ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. പിന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് നോട്ട് വരും. നോക്കിക്കോ, ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ്? സർട്ടിഫിക്കറ്റ് കൺക്ലൂസീവ് പ്രൂഫ് ഓഫ് ദ രജിസ്ട്രേഷൻ ഓഫ് എ കമ്പനി. കമ്പനി രജിസ്ട്രേഷന്റെ പ്രൂഫ് ആണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതല്ലേ ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് നമുക്ക് എന്തിനെ വിളിക്കാൻ വേണ്ടി പറ്റും? ഇൻകോർപ്പറേഷനെ വിളിക്കാൻ വേണ്ടി പറ്റും. ക്ലിയർ അല്ലേ? അതിൽ എന്താ? ദ ഡേറ്റ് ഷോൺ ദ സർട്ടിഫിക്കറ്റ് ഡിനോട്ട് ദ ഡേറ്റ് ഓൺ ദ വിച്ച് ദ കമ്പനി കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് അല്ലേ. അതിൽ കാണിച്ചിരിക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനിയുടെ എക്സിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. അന്നത്തെ ഡേറ്റിലാണ് വന്നത്. ക്ലിയർ അല്ലേ? അതല്ലേ പ്രൈവറ്റ് കമ്പനീസ് എന്ത് ചെയ്യും? സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഇൻകോർപ്പറേഷന് ശേഷം ഇമ്മീഡിയറ്റ് ആയിട്ട് ബിസിനസ് തുടങ്ങും. ക്ലിയർ? KSRTC എന്താണ്? KSRTC എന്താണ് വരുന്നത്? KSRTC ഏതിലാണ് വരുന്നത്? KSRTC ബിലോങ്സ് ടു വിച്ച് ടൈപ്പ്? ഏത് ടൈപ്പ് ആയിട്ടാണ് KSRTC ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്? ആൻസർ പറഞ്ഞോ. KSRTC ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്? ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്? ഇവിടെ നല്ല ചൂടെടുക്കുന്നുണ്ട്, പക്ഷെ ഇതിട്ട് കഴിഞ്ഞാൽ AC ഇട്ടാൽ നിങ്ങൾക്ക് പ്രശ്നമാവും. ഗവൺമെന്റ് ആണോ KSRTC? ഗവൺമെന്റിന്റെ ആണ്. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ് അല്ലേ. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നുള്ളതാണ് എന്തിന്റെ ഫുൾ ഫോം? KSRTC അല്ലേ. സ്റ്റാറ്റ്യൂട്ടറി ആണ് അല്ലേ. സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം അല്ലേ. അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഒരു ഗവൺമെൻറ് ആക്ട് വഴിയാണ് അത് നിലവിൽ വരുന്നത് അല്ലേ. പാർലമെന്റ് ആക്ട് വഴി, ഓൺഡ് ബൈ ഗവൺമെന്റ് തന്നെയാണ്. ഗവൺമെന്റ് തന്നെയാണ് അതിൻ്റെ ഓണർ. ലീഗൽ എൻറ്റിറ്റി ഉണ്ട്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി വരുന്നുണ്ട്. ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ട് അല്ലേ. ഓട്ടോണമസ് ആയിരിക്കും, അവർക്ക് സ്വന്തമായിട്ട് ഡിസിഷൻസ് എടുക്കാം ഫൈനാൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഫ്ലെക്സിബിലിറ്റി ആണ്, കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്, ഓട്ടോണമി ആയതുകൊണ്ട് തന്നെ. പിന്നെ സെൽഫ് ഗവേണൻസ് ഓഫ് എംപ്ലോയീസ് ആണ് അല്ലേ. എംപ്ലോയീസിൻ്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് നോക്കുന്നത് ആരാണ്? അതിൻ്റെ പവേഴ്സിൽ പറഞ്ഞിരിക്കുന്ന ലെവൽ വെച്ചിട്ടായിരിക്കും എംപ്ലോയീസിൻ്റെ ഗവേണൻസ് വരുന്നത്. ക്ലിയർ? സെറ്റ്. Mrs. Adira B.Tech run her own engineering consultancy service in a city. She too contributed for a flood victim in her locality. Identify these two activities. State any three difference. അതായത് ഇത് എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഏത് ആക്ടിവിറ്റിയാണിത്? എന്ത് ടൈപ്പ് ആക്ടിവിറ്റിനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, മെൻഷൻ ചെയ്തിരിക്കണമെന്ന് പറഞ്ഞ്? എന്ത് ടൈപ്പ് ആക്ടിവിറ്റിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? എന്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? വെരി ഗുഡ്. എന്താണ്? എക്കണോമിക്കും നോൺ എക്കണോമിക് ആണല്ലേ. നോൺ എക്കണോമിക് ആക്ടിവിറ്റി ആണ്. അതിന്റെ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. എക്കണോമിക് ആക്ടിവിറ്റി എന്താണ്? പീപ്പിൾ ടു ഏൺ മണി ആണ്, അണ്ടർടേക്കൺ അല്ലേ. ഇതെന്താണ്? ഗെറ്റ് മെന്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. ഇവിടെ എങ്ങനെയാണ് നടക്കുന്നത്? മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി, ക്യാൻ ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി.
എന്താണ് കാൺട്ട് ബി മെഷേർഡ് ഇൻ ടേംസ് ഓഫ് മണി ആണ് അല്ലേ. പിന്നെ എന്താണ് മണി ഈസ് ദ റിവാർഡ് ആണ്. ഇവിടെ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ആണ് റിവാർഡായിട്ട് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഇനി കണ്ടോ, ഇതിനെന്താണ് സ്യൂട്ടബിൾ ഹെഡ്സിലേക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ, ഇത് ഓൾ ഇന്ത്യ റേഡിയോ ആണ് കേട്ടോ. AIR എന്ന് പറഞ്ഞത് ഓൾ ഇന്ത്യ റേഡിയോ ആണ്. ഓക്കെ, ഓൾ ഇന്ത്യ റേഡിയോ. ഓക്കെ, അപ്പൊ ക്ലാസിഫൈ ചെയ്തോ. ഇവിടെ എയർ ഇന്ത്യ ഉണ്ട്, സോറി എയർ ഇന്ത്യ അല്ല, ഓൾ ഇന്ത്യ റേഡിയോ ഉണ്ട്. അതുപോലെ തന്നെ KSRTC ഉണ്ട്, റെയിൽവേ ഉണ്ട്, NTPC ഉണ്ട്, ONGC ഉണ്ട്, SBI ഉണ്ട്, BHEL ഉണ്ട്, അതുപോലെ ദൂരദർശൻ ഉണ്ട്, സെയിൽ ഉണ്ട്, ബെയിൽ സെയിലൊക്കെ ഉണ്ട്. എന്താണ് ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും, ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ചോദിക്കും. നോക്കിക്കോ, ഷുവർ ആയിട്ട് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാ. ക്ലിയർ അല്ലേ? ഏതാണ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പറയുന്നത്? എന്താണ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ, ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് ആണ്. KSRTC എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ആണ് അല്ലെ. റെയിൽവേയും എന്താണ് മക്കളെ ഡിപ്പാർട്ട്മെന്റൽ ആണ് അല്ലെ, ഡിപ്പാർട്ട്മെന്റൽ ആണ്. ഓക്കെ, NTPC എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞേ? ഒരു മിനിറ്റ്, ഒറ്റ മിനിറ്റ് എടാ, ഞാൻ വെള്ളം. പറഞ്ഞോ, എന്താണ് NTPC എന്താ നിങ്ങൾക്ക് അറിയോ? അത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് പഠിച്ചിരിക്കണം കേട്ടോ. ഇവിടുന്ന് കിട്ടുന്ന ആ ഗവൺമെന്റ് കമ്പനിയാണ്, ഗവൺമെന്റ് കമ്പനിയാണ് കേട്ടോ. കമ്പനിയാണ് എന്തെന്ന് പറയുന്നത്? GVT കമ്പനിയാണ് NTPC എന്ന് പറയുന്നത്. അത് പവർ സപ്ലൈ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു കമ്പനിയാണ് ഗവൺമെന്റിന്റെ. അതുപോലെ ONGC എന്താണ്? ONGC എന്താ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ് കേട്ടോ. പിന്നെ SBI എന്ന് പറയുന്നത് നമുക്കറിയാം. SBI എന്താണ് സ്റ്റാറ്റ്യൂട്ടറി അല്ലേ. പിന്നെ ബെയിൽ എന്ന് പറയുന്നത് ഗവൺമെന്റ് കമ്പനിയാണ്. ഇതൊക്കെ നോക്കി വെക്കണം എക്സാമ്പിൾസ്. ദൂരദർശൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. സെയിലും എന്താണ് ഗവൺമെന്റ് കമ്പനിയാണ്. നിങ്ങൾ ഇതിന്റെ നോട്ട്സ് കിട്ടും, എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് ഈ എക്സാമ്പിൾസ് ഒക്കെ നോക്കി വെക്കണം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞ് തിരിച്ചറിയാൻ പറ്റണം. ക്ലിയർ അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ടെർഷ്യറി ഇൻഡസ്ട്രി? ടെർഷ്യറി ഇൻഡസ്ട്രി ഏതാണ് പറഞ്ഞോ? ടെർഷ്യറി ഇൻഡസ്ട്രി പറഞ്ഞോ. ഇതിൽ ഏതാണ്? ബാങ്കിങ് ഉണ്ട്, ഫാമിംഗ് ഉണ്ട്, മൈനിങ് ഉണ്ട്, ഷുഗർ മേക്കിംഗ് ഉണ്ട്. ടെർഷ്യറി ആണ് പറഞ്ഞത്. ടെർഷ്യറി എടാ പെട്ടെന്ന് പറഞ്ഞോ, സ്പീഡ് പറഞ്ഞോ. ബാങ്കിങ് വെരി ഗുഡ് അല്ലെ. ടെർഷ്യറി ആണ് മൂന്നാമത്തെ ഇൻഡസ്ട്രി. അത് ടെർഷ്യറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്താണ്? പ്രൈമറി ഇൻഡസ്ട്രിക്കും സെക്കൻഡറി ഇൻഡസ്ട്രിക്കും സപ്പോർട്ടിംഗ് ആയിട്ട് നിൽക്കുന്ന ഇൻഡസ്ട്രി ആണ് അല്ലെ. അപ്പോൾ ബാങ്കിങ് സെക്ടർ ആണ്. നോക്കിക്കോ, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ. സ്ട്രൈക്ക്, പവർ ഫെയിലിയർ, മാനേജ്മെന്റ് ഇൻഎഫിഷ്യൻസി, ഫ്ലഡ്. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ. ഇതിൽ ഏതാണ് ഒറ്റയാനായിട്ടിരിക്കുന്നത്? സ്ട്രൈക്ക് ഉണ്ട്, പവർ ഫെയിലിയർ ഉണ്ട്, മാനേജ്മെന്റ് ഇൻഎഫിഷ്യൻസി ഉണ്ട്, ഫ്ലഡ് ഉണ്ട്. ഏതാണ്? ഫ്ലഡ്. ഡി ആണ് ആൻസർ അല്ലേ. അല്ലേ, മറ്റേതൊക്കെ എങ്ങനെയാ? മറ്റേത് എന്താണ്? അത് നമുക്ക് ഹ്യൂമൻ എലമെന്റ് ഉണ്ടെന്ന് പറയാം. ഇതിലെന്താണ്? ഫ്ലഡിൽ നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ, നാച്ചുറൽ കോഴ്സ് ആണ്. ക്ലിയർ അല്ലേ? റൈറ്റ് ദ എക്സാമ്പിൾസ് ഓഫ് ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്. ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിങ്ങിന് പറ്റിയ എക്സാമ്പിൾസ് എഴുതാനാണ് പറഞ്ഞത്. നമ്മൾ ഒരുപാട് ഇപ്പൊ തന്നെ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് നോക്കി അല്ലേ. എയർ നോക്കി, അതുപോലെ തന്നെ ദൂരദർശൻ, പിന്നെ അതുപോലെ വരുന്നതാണ് നമ്മുടെ റെയിൽവേ ഒക്കെ വരുന്നത് അല്ലേ. സെറ്റ്. അതേപോലെ എക്സാമ്പിൾ ഓഫ് B2C കൊമേഴ്സ് ട്രാൻസാക്ഷൻ ചോദിക്കും നിങ്ങളോട്. ഇതിനൊരു എക്സാമ്പിൾ പറയാൻ വേണ്ടി പറയും, തീർച്ചയായിട്ടും പറയും. ഓക്കെ, അപ്പൊ എന്ത് എഴുതണം? B2C എന്ന് പറഞ്ഞാൽ ബിസിനസ് ടു കസ്റ്റമർ ആണല്ലേ. ബിസിനസ് ടു കസ്റ്റമർ ആണ്. നമ്മൾ ഓൺലൈൻ വഴി സാധനം മേടിക്കുന്ന പരിപാടിയാണ്
അല്ലെ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ക്യാഷ് വിഡ്രോ ഫ്രം ATM കൗണ്ടർ അല്ലെങ്കിൽ ഗുഡ്സ് പർച്ചേസ്ഡ് ഫ്രം ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ എക്സാമ്പിൾ ചോദിക്കും. ഇവിടെ എന്താടാ ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞില്ലേ, പിന്നെ എന്താ പ്രശ്നം? പിന്നെ അതുപോലെ നോക്കേണ്ടതാണ് വാട്ട് ഡു യു മീൻ ബൈ ബിസിനസ് റിസ്ക്. എന്താണ് ബിസിനസ്സിലെ റിസ്ക് എന്നുള്ളത് മക്കളെ പഠിച്ചിരിക്കണം. ബിസിനസ് റിസ്ക് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പോസിബിലിറ്റി ഓഫ് ഇന്നാഡിക്വേറ്റ് പ്രോഫിറ്റ് ഓർ ഈവൻ ലോസസ് ഡ്യൂ ടു അൺസർട്ടനിറ്റീസ് ഓർ അൺഎക്സ്പെക്റ്റഡ് ഇവന്റ്സ് അല്ലെ. ബിസിനസ്സിൽ നടക്കുന്ന അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇവന്റ്സിലൂടെ ഒന്നെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് സംഭവിക്കുന്നതിനുള്ള പോസിബിലിറ്റിനെയാണ് നമ്മൾ ബിസിനസ് റിസ്ക് എന്ന് പറയാം. സ്പെക്യുലേറ്റീവ് ഉണ്ട്, പ്യൂർ റിസ്ക് ഉണ്ട്. സ്പെക്യുലേറ്റീവ് റിസ്ക് എന്താണ്? സ്പെക്യുലേറ്റീവ് റിസ്ക് എന്ന് പറയുന്നത് പോസിബിലിറ്റി ഓഫ് ഗെയിൻ ആസ് വെൽ ആസ് പോസിബിലിറ്റി ഓഫ് ലോസ് അല്ലേ. അതായത് അൺഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ അവിടെ ലോസും, ഫേവറബിൾ കണ്ടീഷൻ ആണെങ്കിൽ അവിടെ എന്താണ് പ്രതീക്ഷിക്കാത്ത പ്രോഫിറ്റും കിട്ടും അല്ലെ. അതിനാണ് നമ്മൾ സ്പെക്യുലേറ്റീവ് റിസ്ക് എന്ന് പറയുന്നത്. അവിടെ ബോത്ത് പോസിബിലിറ്റി ഓഫ് ഗെയിൻ ആൻഡ് ലോസ് ആണ്. പ്യൂർ റിസ്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഓൺലി ദ പോസിബിലിറ്റി ഓഫ് ലോസ് ഓർ നോ ലോസ്. ഓക്കെ, അതായത് പ്യൂർ റിസ്ക് എന്ന് പറയുമ്പോൾ സംഭവിച്ചാൽ നഷ്ടം, സംഭവിച്ചില്ലെങ്കിൽ നഷ്ടമില്ലാന്നേ പറയാൻ വേണ്ടി പറ്റൂ. അവിടെ വേറെ ഒന്നും വരില്ല. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ചാൻസ് ഓഫ് ഫയർ, തെഫ്റ്റ് ഒക്കെ എക്സാമ്പിൾ ആണ്. ക്ലിയർ? അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് നോക്കാവുന്ന 2022 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന്റെ മെറിറ്റ്സ് എഴുതാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ മെറിറ്റ്സ് ചോദിക്കും. എന്താണ്? ഓപ്പറേഷണൽ ഫ്രീഡം ഉണ്ട്, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ട്, അവർക്ക് ഓട്ടോണമസ് എൻറ്റിറ്റി ആണ്, ഫെസിലിറ്റേറ്റ് എക്കണോമിക് ഗ്രോത്ത് ആണ്, എക്കണോമിക് ഗ്രോത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, സ്വന്തമായിട്ട് ഡിസിഷൻ പവർ ഉണ്ട് അല്ലേ, ഡിസിഷൻ പവർ ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ട്, പിന്നെ ഓപ്പറേഷണൽ ഫ്രീഡം ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പൊ അതിന്റെ മെറിറ്റ്സ് നിങ്ങൾ നോക്കിയിരിക്കണം. ഇതിൽ നോക്കിയത് ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. കേബിൾ സർവീസ് ഉണ്ട്, DTH സർവീസ് ഉണ്ട്, ഫിക്സഡ് ലൈൻ സർവീസ് ഉണ്ട്, ബാങ്കിങ് സർവീസ് ഉണ്ട്. ഓക്കെ, ഇതിലേതാണ്? ഉണ്ടാവും കേട്ടോ. ഇംഗ്ലീഷും മലയാളം ഉണ്ടോ? ഇംഗ്ലീഷും മലയാളവും ഉണ്ടോ നിങ്ങൾക്ക്? ലൈവ് പെട്ടെന്ന് കഴിഞ്ഞു. നിങ്ങളൊന്ന് എക്സാമ്പിൾ ആൻസർ വന്നിട്ടുണ്ട്. ബാങ്കിങ് സർവീസ് ആണല്ലോ, ബാക്കിയെല്ലാം കമ്മ്യൂണിക്കേഷൻ റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ഇത് വരുന്നത് എന്താണ്? സെപ്പറേറ്റ് ആണ് അല്ലേ, വേറെയാണ് വരുന്നത്. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ ഇൻട്രാ ബി കൊമേഴ്സ്? അതായത് ഇൻട്രാ ബി കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇൻട്രാ ബി കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ? സിമ്പിൾ ആയിട്ട് ഇൻട്രാ ബി കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ടു എന്റർപ്രൈസ്. ഓക്കെ, ബിസിനസ് ടു എംപ്ലോയീസ് ആണ്. അതായത് ഫേംസ് ഇന്ററാക്ഷൻ വിത്ത് ദ എംപ്ലോയീസ് അല്ലേ, അതായത് ഫേംസ് ഇന്ററാക്ഷൻ വിത്ത് ദ എംപ്ലോയീസ് അല്ലേ, ബിസിനസ് ടു എംപ്ലോയീസ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സാലറി പേയ്മെന്റ് ചെയ്യുന്നത്, പേഴ്സണൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്, ഇന്റർവ്യൂയിങ് ആൻഡ് സെലക്ഷൻ, ട്രെയിനിങ് ഒക്കെ എന്താണ്? ഇൻട്രാ ബീൻ്റെ അണ്ടറിൽ വരുന്നതാണ്. നോക്കി വെക്കണം കേട്ടോ, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കി വെക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ, മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ബിസിനസിന്റെ ഫീച്ചേഴ്സ് ചോദിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ കണ്ടോ, സ്റ്റേറ്റ് ദ മീനിങ് ഓഫ് ബിസിനസ്, എക്സ്പ്ലെയിൻ എനി 3 ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ്. ബിസിനസിന്റെ ഫീച്ചേഴ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം, അതിന്റെ മീനിങ് നോക്കണം കേട്ടോ. 2024 ചോദിച്ചതാണ്. ബിസിനസ് എന്ന് പറഞ്ഞാൽ an economic activity which is concerned with the production, distribution and exchange of goods and services on regular basis with the object of earning money അല്ലേ. അതായത് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള ഒബ്ജക്റ്റോട് കൂടിയിട്ട് ആ സാധനങ്ങളോ സേവനങ്ങളോ ഒന്നെങ്കിൽ പ്രൊഡക്ഷൻ ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, എക്സ്ചേഞ്ച് ചെയ്യുക. ഓക്കെ, റെഗുലർ ബേസിസിൽ, അതിനെയാണ് ബിസിനസ് എന്ന് പറയാം. അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കണം. ഫീച്ചേഴ്സ് ഓഫ് ബിസിനസ് ആണെന്ത്? എക്കണോമിക് ആക്ടിവിറ്റി ആയിരിക്കും മക്കളെ നമ്മളൊരു ബിസിനസ് എന്ന് പറയുമ്പോൾ. അവിടെ എന്തായിരിക്കും? എക്കണോമിക് ഗെയിൻ ഉണ്ടായിരിക്കും. പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് നടന്നിരിക്കും. സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ടായിരിക്കും ബിസിനസിൻ്റെ അകത്ത്. റെഗുലാരിറ്റി ഇൻ ഡീലിങ്സ് ഉണ്ടാവും അല്ലേ, കണ്ടിന്യൂസ് ബേസിലായിരിക്കും അല്ലേ.
പിന്നെ പ്രോഫിറ്റ് മോട്ടീവ് ആയിരിക്കും, എലമെന്റ് ഓഫ് റിസ്ക്കും ഉണ്ടാവും. ഇത്രയും ഫീച്ചേഴ്സ് എന്തിലുണ്ടായിരിക്കും? നമ്മളെ ബിസിനസിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചിരിക്കുക. ഓക്കെ, ഇനി നോക്കിക്കോ, ഔട്ട്സോഴ്സിങ്. നമുക്ക് അത് ഡിലീറ്റഡ് പോർഷൻ ആണ്, പക്ഷെ എന്നിരുന്നാൽ കൂടെ നമുക്ക് 2022, 2023, 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഔട്ട്സോഴ്സിങ് എന്നുള്ളത്? ഔട്ട്സോഴ്സിങ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞു തന്നതായിരുന്നു കഴിഞ്ഞ ലൈവിലെല്ലാം അല്ലേ. അതായത് ജസ്റ്റ് നമ്മുടെ നോൺ കോർ ആക്ടിവിറ്റീസ് നമ്മൾ കോൺട്രാക്ട് കൊടുക്കുക, ഔട്ട് അല്ലെ, കോൺട്രാക്ട് കൊടുക്കുക മറ്റുള്ളവർക്ക്. അതാണ് ഔട്ട്സോഴ്സിങ് എന്ന് പറയുന്നത്. വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഔട്ട്സോഴ്സിങ്, അങ്ങനെയും ചോദിക്കാം. ഇനി അതല്ലാതെ ശ്രദ്ധിച്ചോ, അതായത് ഈ ടിക്കറ്റ് ബുക്കിംഗ് ഓഫ് ഇന്ത്യൻ റെയിൽവേ ക്യാൻ ബി ഡൺ ത്രൂ IRCTC അല്ലേ. IRCTC എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഒരു മീഡിയം ത്രൂ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഇന്ത്യൻ റെയിൽവേൻ്റെ ഈ ടിക്കറ്റ്. ഐഡന്റിഫൈ ദ നെയിം ദിസ് ആക്ടിവിറ്റി ആൻഡ് റൈറ്റ് എസ് 3 ഫീച്ചേഴ്സ് അല്ലേ. അതായത് ഇതെന്താ ചെയ്തിരിക്കുന്നത്? ഔട്ട്സോഴ്സിംഗ് ആ ചെയ്തത്. ഇന്ത്യൻ റെയിൽവേ ഓൺലൈൻ റിലേറ്റ് ചെയ്തിട്ട് അവരുടെ ടിക്കറ്റ് പ്രവർത്തനം, ഓക്കെ, ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പ്രവർത്തനം അവരെന്ത് ചെയ്തു? വേറെ ഒരു മീഡിയത്തിന് കോൺട്രാക്ട് കൊടുത്തു ആ കാര്യം. അപ്പം ഇന്ത്യൻ റെയിൽവേയുടെ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണത് അല്ലെങ്കിൽ നടത്തുന്നത് IRCTC എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതെന്താണ്? ഔട്ട്സോഴ്സിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഔട്ട്സോഴ്സിംഗ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. മോഡേൺ ബിസിനസ് എന്റർപ്രൈസസ് കോൺസെൻട്രേറ്റ് ഓൺലി ഓൺ കോർ ആക്ടിവിറ്റീസ് ആൻഡ് എൻട്രസ്റ്റ് അതർ റുട്ടീൻ പ്രോസസ് ആൻഡ് സർവീസസ് ടു ഏജൻസി ഔട്ട്സൈഡ് who have expert in that services അല്ലേ. അതായത് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്, PPO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ മെയിൻ കോർ ആക്ടിവിറ്റീസിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അല്ലാത്ത നോൺ കോർ ആക്ടിവിറ്റീസ് എന്ത് ചെയ്യും? അവർ എക്സ്പേർട്ട് ആയിട്ടുള്ള, അതായത് ഏത് വർക്കാണോ അവർ കൊടുക്കുന്നത് ആ വർക്കിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുത്തിട്ട് ആ ബിസിനസ് നടത്തിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ BPO എന്ന് പറയുക, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. നോക്കാം, ഇതിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് നോക്കുകയാണെങ്കിൽ കോൺസെൻട്രേറ്റ് ഓൺ കോർ കോമ്പിറ്റൻസി ആണ് അല്ലേ. അതായത് നമുക്ക് നമ്മൾ കോർ ആക്ടിവിറ്റി, നമ്മുടെ ബിസിനസ്സിൻ്റെ കോർ ആക്ടിവിറ്റി നമ്മൾ തന്നെ ചെയ്യും, ബാക്കിയുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഫോക്കസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. കോമ്പറ്റീഷൻ ഫണ്ട് കിട്ടും, പിന്നെ കോസ്റ്റ് റിഡക്ഷൻ കിട്ടും. ഓക്കെ, കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം എന്താ, മറ്റു കാര്യങ്ങൾ അത് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന വേറെ ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അത് റിലേറ്റ് ചെയ്തുള്ള കോസ്റ്റ് നമുക്ക് വരുന്നില്ല. അപ്പോൾ കോസ്റ്റ് കുറഞ്ഞു കിട്ടും. സ്പെഷ്യലൈസേഷൻ ഉണ്ട്, കാരണം നമ്മൾ കൊടുക്കുന്നത് ആ കൊടുക്കുന്ന ആക്ടിവിറ്റീസ് ചെയ്യാൻ അറിയുന്ന അതിൽ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർക്കാണ്. അതുകൊണ്ട് എന്താണ്, സ്പെഷ്യലൈസേഷനും സംഭവിക്കും. ക്ലിയർ അല്ലേ? അപ്പോൾ BPO നോക്കി വെച്ചോ, ആവശ്യം വരും. ക്ലിയർ? പിന്നെ നോക്കിക്കോ, ഓക്സിലറീസ് ടു ട്രേഡ്. ഇതിനെ നമ്മൾ എന്താ പറയാ, ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ് എന്നാണ് കേട്ടോ. ക്വസ്റ്റ്യൻ വരും നിങ്ങൾക്ക് 8 മാർക്കിനൊക്കെ ചോദിക്കാം. ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ് വരും. 2022 ചോദിച്ചതാണ്. എന്താണ് ഓക്സിലറീസ് ടു ട്രേഡ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അപ്പോൾ ആദ്യം എന്താണ് ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് നോക്കണം അല്ലേ. ആക്ടിവിറ്റീസ് വിച്ച് അസിസ്റ്റ് ട്രേഡ് ആർ കോൾഡ് എയ്ഡ്സ് ടു ട്രേഡ് അല്ലെങ്കിൽ ഓക്സിലറീസ് ടു ട്രേഡ്. ഓക്കെ, അസിസ്റ്റ് ടു ട്രേഡ് ആണ്, ട്രേഡിനെ അസിസ്റ്റ് ചെയ്യുന്ന പരിപാടികളാണ്. ഉദാഹരണത്തിന് ട്രാൻസ്പോർട്ട്, ബാങ്കിങ്, ഇൻഷുറൻസ്, വെയർ ഹൗസിങ്, അഡ്വർടൈസിംഗ് ഒക്കെയാണ്. ക്ലിയർ അല്ലേ? These services enterprises facilitate movement, storage, അതുപോലെ physical movement of goods, storage, financial assistance, risk coverage and sales promotion of goods ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഓക്കെ, നോക്കാം അല്ലേ. ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. യൂഷ്വലി പ്രൊഡക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ എ സർട്ടൈൻ ലൊക്കേഷൻ ആൻഡ് കൺസംഷൻ ഓൾ ഓവർ ദ കൺട്രി. മാർക്കിനനുസരിച്ച് വേണം എഴുതാൻ. 5 മാർക്കിനാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതണം. 8 മാർക്കിനാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചുകൂടെ എഴുതണം. 2 മാർക്കിനോ 3 മാർക്കിനാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ, ബാങ്കിങ്, ഫിനാൻസ്, അഡ്വർടൈസിംഗ് ജസ്റ്റ് എഴുതി പോയാൽ മതി. ഓക്കെ, ക്ലിയർ? സെറ്റ് അല്ലേ? പിന്നെ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ ബിസിനസ് കൺസേൺസ് നീഡ് ഫണ്ട് ഫോർ അക്വയറിംഗ് അസറ്റ്, റോ മെറ്റീരിയൽസിന് വേണം, മീറ്റിംഗ് ഡേ ടു ഡേ എക്സ്പെൻസിനൊക്കെ ഫണ്ട് വേണം. അപ്പോൾ അതിന് വേണ്ട ഫൈനാൻഷ്യൽ ഹെൽപ്പ് കൊടുക്കുന്നു. അഡ്വർടൈസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രൊമോട്ടിങ് സെയിൽസ് ആണ് അല്ലേ. സെയിൽസ് കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഇൻഷുറൻസ് എന്ന് പറയുന്നത് എന്താണ്,
ആർ ലോട്ട് ഓഫ് ചാൻസസ് ഓഫ് റിസ്ക് സച്ച് ആസ് ഡാമേജ് സംഭവിക്കാം പ്രോപ്പർട്ടിക്ക്, ഹ്യൂമൻ റിസോഴ്സസിൽ ഒക്കെ എന്താണ് മനുഷ്യർക്കും അപകടം പറ്റുക, നമ്മുടെ എംപ്ലോയീസിന് അപകടം പറ്റുക അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിനെല്ലാമുള്ള ഒരു സെക്യൂരിറ്റിയാണ് കൊടുക്കുന്നത്. വെയർ ഹൗസിംഗിൽ എന്താണ് പ്രൊഡക്ഷൻ ഓൾവേസ് ആൻഡ് ആൻറ്റിസിപ്പേഷൻ ഓഫ് ഫ്യൂച്ചർ ഡിമാൻഡ്സ് അല്ലേ. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഫ്യൂച്ചർ ഡിമാൻഡ്സിനെ മുൻനിർത്തിക്കൊണ്ടാണ് പ്രൊഡക്ഷൻ നടക്കാറ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ the products are to be kept in good condition until they are sold അല്ലേ. അപ്പോൾ അത് വിൽക്കുന്നത് എപ്പോഴാണോ അത് വിൽക്കേണ്ടത് ആ സമയം വരെ നമ്മൾ എന്ത് ചെയ്യണം, ആ പ്രൊഡക്ട്സ് സൂക്ഷിച്ച് വെക്കണം അല്ലേ, കേട് കൂടാതെ സൂക്ഷിച്ച് വെക്കണം, അല്ലെങ്കിൽ അതിന് പ്രശ്നങ്ങളൊന്നും പറ്റാത്ത രീതിയിൽ സെക്യൂർഡ് ആയിട്ട് വെക്കണം. അത് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് വെയർ ഹൗസിംഗ് ആണ്. ക്ലിയർ അല്ലേ. അപ്പോൾ ഫങ്ഷൻസ് ഓഫ് കൊമേഴ്സ് നോക്കി വെച്ചോ, എക്സാമിന് ചോദിക്കൂ കേട്ടോ. ഇനി ആൻസർ വേഗം തന്നോട്ടോ. അതായത് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയുടെ അണ്ടറിൽ വരുന്നത് ഏതാന്നാ ചോദിച്ചത്. മൈനിങ് ഉണ്ട്, സിമെന്റ് പ്രൊഡക്ഷൻ ഉണ്ട്, ബാങ്കിങ് ഉണ്ട്, ഡാം കൺസ്ട്രക്ഷൻ ഉണ്ട്. ഇതിൽ ഏതാണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയിൽ വരുന്നത്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയിൽ വെരി ഗുഡ് ആൻസർ പറഞ്ഞു അല്ലേ, മൈനിങ് ആണല്ലേ, മൈനിങ് ആണ്. സിമെന്റ് പ്രൊഡക്ഷൻ ഒക്കെ ഏതിലാണ് വരുന്നത്? നമ്മളുടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലാണ് വരുന്നത് അല്ലെ, അതിലെ സിന്തറ്റിക്കലിലാണ് സിമെന്റ് വരുന്നത്. ബാങ്കിങ് ട്രഷറി ആണ്. ഡാം കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലാണ് വരുന്നത്, സെക്കൻഡറി ഇൻഡസ്ട്രിയിൽ. ക്ലിയർ അല്ലേ? സാറിന് ഇനി ഭാഗങ്ങളുണ്ടോ എടുക്കാൻ? നോക്കിക്കോ, LIC ഈസ് ആൻ എക്സാമ്പിൾ ഫോർ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞു നിങ്ങളോട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ട എന്താണ്, ഇങ്ങനത്തെ എക്സാമ്പിൾസ് ആണ്. അതായത് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ അണ്ടറിൽ എന്തൊക്കെ വരും, ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ്സ് അണ്ടറിൽ എന്തൊക്കെ വരും, ഗവൺമെന്റ് കമ്പനീൻ്റെ അണ്ടറിൽ എന്തൊക്കെ വരും അല്ലേ. അതേപോലെ മൾട്ടിനാഷണൽ കമ്പനീസ് ഏതൊക്കെയാണെന്നുള്ളത് കൂടെ ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യൻസ് വരും, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഏതാണ് LIC എന്ന് പറയുന്നത്? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഏതാണ്? അല്ലെങ്കിൽ ആൻസർ പറഞ്ഞുണ്ടോ? ഒരു ഞാൻ അവിടെ കാണുന്നുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ആണ് അല്ലേ, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ് അല്ലേ. അതെന്താണ്, ഒരു ഓട്ടോണോമസ് എൻറ്റിറ്റി ആണ് വരുന്നത്. ഇനി നോക്കിക്കോ, മിനിമം സബ്സ്ക്രിപ്ഷൻ 2023 ചോദിച്ചതാണ്. മിനിമം സബ്സ്ക്രിപ്ഷൻ എന്താണെന്നുള്ളത് നമ്മൾ കമ്പനി ഫോം ചെയ്യുന്ന ഫോർമേഷൻ ഓഫ് എ കമ്പനീൻ്റെ ടൈമിലായിരുന്നു നമ്മൾ മിനിമം സബ്സ്ക്രിപ്ഷൻ അല്ലെ ക്യാപിറ്റൽ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഏരിയയിലാണ് പഠിച്ചത്. അപ്പോൾ എന്താണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് നിങ്ങളോട് ഷോർട്ടായിട്ട് ചോദിക്കും. ഓക്കെ, ഷോർട്ടായിട്ട് ചോദിക്കും. അപ്പോൾ നോക്കിക്കോ, ദ മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ വിച്ച് മസ്റ്റ് ബി സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക് ബിഫോർ എ പബ്ലിക് കമ്പനി ക്യാൻ അലോട്ട് ഷെയർസ് ഇസ് നോൺ ആസ് മിനിമം സബ്സ്ക്രിപ്ഷൻ. അതായത് പബ്ലിക് കമ്പനി ഷെയർ അലൗട്ട് ചെയ്യണമെങ്കിൽ എന്താ കഴിക്കുന്നുണ്ടോ? അതായത് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് കമ്പനീസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിന് മുൻപ് ജനറൽ പബ്ലിക് ഇത്രയെങ്കിലും ഷെയർസ് വാങ്ങിയിരിക്കണം അല്ലേ. അതായത് നമുക്ക് 90% നമ്മൾ ഷെയർ മാർക്കറ്റിൽ കൊടുത്ത ഷെയർസിലെ 90% ഷെയർസ് ആൾക്കാർ അതാണ് മിനിമം എന്ന് പറയുന്നത്. മിനിമം 90 മാക്സിമം 100 വരെ വാങ്ങാം, പക്ഷെ മിനിമം 90% വാങ്ങിയാൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, ഷെയർ അലൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. അപ്പം അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയാം. ഇത് പബ്ലിക് കമ്പനിക്കേ ഉള്ളൂ. ക്ലിയർ? ഇത് നോക്കിക്കോ, 2023 ക്വസ്റ്റ്യൻ ആണ്. പറഞ്ഞോ, എന്താണ് മാച്ച് ചെയ്തോ? 1 2 3 4 A B C D. എ എന്താണ്? ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്. പ്ലേസിന്റെ ഹിൻഡ്രൻസ് മാറ്റി തരുന്നത് ആരാണ്? വസ്തുക്കളുടെ അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ പ്ലേസിന്റെ ഹിൻഡ്രൻസ് മാറ്റി തരുന്നത് എന്താണ്? 1D ആണ്. കറക്റ്റ് ആൻസർ ആണ്, 1D ആണ് അല്ലേ. ഹിൻഡ്രൻസ് ഓഫ് ടൈം, ടൈമിന്റെ തടസ്സം മാറ്റി തരുന്നത് ആരാണ്? ടൈമിന്റെ തടസ്സം ആരാണ്? C ആണ് അല്ലേ, വെയർ ഹൗസിംഗ് ആണ് ടൈമിൻ്റെത് മാറ്റി തരുന്നത്. ഹിൻഡ്രൻസ് ഓഫ് റിസ്ക് നമുക്കറിയാം അല്ല, എന്താണ്? B ആണ്, ഇൻഷുറൻസ് ആണ്. ഓക്കെ, പിന്നെ അവസാനം ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ് ആരാണ്? ബാങ്കിങ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ മാച്ച് ചെയ്ത് പഠിച്ചോളാം. പിന്നെയാണ് പറയുന്നത്, ദ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ഡിവൈഡഡ് ഇൻറ്റു നമ്പർ ഓഫ് ഇക്വിറ്റി ഈക്വൽ യൂണിറ്റ് ഈച്ച് സച്ച് യൂണിറ്റ് ഇസ് കോൾഡ്. അതായത് ഒരു കമ്പനിയുടെ
ക്യാപിറ്റലിനെ നമ്മൾ ഈക്വൽ യൂണിറ്റ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചാൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? എന്തെന്നാ പറയാ? ഈക്വൽ യൂണിറ്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ഷെയർ അല്ലേ, ഷെയർ എന്നാണ് പറയാ. ഓക്കെ, വെയർ ഹൗസിംഗ് പ്രൊവൈഡ് ഡാഷ് യൂട്ടിലിറ്റി. നമ്മളിപ്പോൾ നോക്കി ടൈം യൂട്ടിലിറ്റി ആണല്ലേ, 2024 ചോദിച്ചതാണ് വെയർ ഹൗസിങ്ങിൻ്റെത്. അപ്പോൾ പഠിച്ചിരിക്കണം കേട്ടോ, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. ക്ലിയർ? Purchase of mobile phone through online by customer is an example of model of e-commerce. ഇതിൽ നമ്മൾ ഓൺലൈൻ വഴി മൊബൈൽ ഫോൺ പർച്ചേസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇത് ഏതാണ്? ഇതിൽ ഇൻട്രാ ബി ആണോ, B2G ആണോ, B2C ആണോ, C2C ആണോ? എന്താണ്? C ആണ് ആൻസർ. B2C ആണ് ആൻസർ വരിക. ഓക്കെ, ക്ലിയർ? C ആണ് ആൻസർ വരിക. B2C ബിസിനസ് ടു കസ്റ്റമർ ആണ്. ഇനി ഇത് നോക്കി വെച്ചാൽ 2022, 23, 24 ചോദിച്ചതാണ് പേയ്മെന്റ് മെക്കാനിസം യൂസ്ഡ് ഇൻ ഓൺലൈൻ ട്രാൻസാക്ഷൻ. ഈ ബിസിനസ്സിലെ പേയ്മെന്റ് മെക്കാനിസം, ഓക്കെ, ചോദിച്ചതാണ്. ഇത്രയും ഏരിയയിൽ ഇത്രയും വർഷങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നോക്കിയിരിക്കണം. ഏതൊക്കെയാണത്? ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് അല്ലേ, അതായത് ഫിസിക്കൽ ഡെലിവറിയുടെ സമയത്ത് പേയ്മെന്റ് നടത്തുന്നു. ചെക്ക് ഉണ്ട്, അതെങ്ങനെയാണ്? ചെക്ക് വഴിയാണ് വെൻഡർ എന്ത് ചെയ്യുന്നു, അല്ലെ വെൻഡറുടെ അക്കൗണ്ടിലേക്ക് ബൈ ചെയ്യുന്ന ആള് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ചെക്ക് ത്രൂ ആണ്. നെറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത് എന്താണ്? നെറ്റ് ബാങ്കിങ് സർവീസസ് യൂസ് ചെയ്യുന്നത് ഓരോ അക്കൗണ്ട് ഹോൾഡേഴ്സിന്റെയും അവരവരുടെ ബാങ്കിന്റെ നെറ്റ് സർവീസസ് യൂസ് ചെയ്യുന്നതാണ്. ക്ലിയർ അല്ലേ? ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, നമ്മൾ നേരത്തെ നോക്കി. ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇലക്ട്രോണിക് കറൻസിയാണ്, അത് വന്നിട്ടില്ല കേട്ടോ. ഇലക്ട്രോണിക് കറൻസിയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പേയ്മെന്റ് മെക്കാനിസം? ഓൺലൈൻ ഷോപ്പിംഗ് അല്ലേ. ഓൺലൈൻ ഷോപ്പിങ്ങിന്റെ ഇത് എന്താണ്? 2023 ചോദിച്ചതാണ്. ഓൺലൈൻ പേയ്മെന്റ് മെക്കാനിസം തന്നെയാണ് വന്നിട്ടുള്ളത്. ഓൺലൈൻ ഷോപ്പിങ്ങിന്റെ പേയ്മെന്റ് മെക്കാനിസം ഏതാണ്? ക്യാഷ് ഓൺ ഡെലിവറി, നെറ്റ് ബാങ്കിങ്, ഡിജിറ്റൽ ക്യാഷ്, ഓൾ ഓഫ് ദം അല്ലേ. ഇതെല്ലാം എന്താണ്? ഈ ബിസിനസ്സിൽ വരുന്ന പേയ്മെന്റ് മെക്കാനിസം ആണ് അല്ലേ. ബ്രിങ് ഔട്ട് എനി 3 ഫീച്ചേഴ്സ് ഓഫ് ഗവൺമെന്റ് കമ്പനി അല്ലേ. ഗവൺമെന്റ് കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? രജിസ്റ്റേർഡ് അല്ലേ. രജിസ്റ്റേർഡ് ത്രൂ എന്താണ്? കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നു. അത് മാത്രമല്ല മിനിമം ഷെയർ ക്യാപിറ്റൽ മിനിമം 51% അല്ലേ. മിനിമം 51% ഷെയർ ക്യാപിറ്റൽ ഹെൽഡ് ബൈ ഗവൺമെന്റ് ആയിരിക്കും അല്ലേ. ഗവൺമെന്റ് ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗവൺമെന്റ് കമ്പനി എന്ന് പറയുന്നത്. ഇതിന്റെ ഫീച്ചർ എന്താണ് അല്ലേ? അവിടെ ഒരു രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും കമ്പനീസ് ആക്ട് വഴി. കമ്പനീസ് ആക്ട് വഴി രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ടായിരിക്കും അല്ലേ. കേസ് കൊടുക്കാനും വാങ്ങിക്കാനും കിട്ടാനും ഉള്ള അവകാശമുണ്ട്. മെയിൻ ഡോക്യുമെന്റ്സ് ഉണ്ടായിരിക്കും. മെയിൻ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ അല്ലേ. MOA, AOA ഒക്കെ തുടങ്ങിയ മെയിൻ ഡോക്യുമെന്റ്സ് ഉണ്ടാവും. പിന്നെ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റ് ഉണ്ടാവും കമ്പനീസ് ആക്ട് പ്രകാരം അല്ലേ. ആക്ട് പ്രകാരമുള്ള കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ഓഡിറ്റിംഗ് ഉണ്ടായിരിക്കും. ഫിനാൻസ് എങ്ങനെയായിരിക്കും? സെൽഫ് ആയിട്ടുള്ള ഫിനാൻസിങ് ആയിരിക്കും അല്ലേ. ഷെയർ വഴിയായിരിക്കും. ഷെയർ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഒക്കെ വഴിയായിരിക്കും എന്തെന്ന് പറയുന്നത്? ഫിനാൻസിങ് ഉണ്ടാവുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഫിനാൻസ് വരുന്നത്. പ്രോഫിറ്റും ഉണ്ട്. അവരുടെ ഫിനാൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്? അവസാനത്തെ ക്വസ്റ്റ്യൻ ആട്ടോ. നമ്മളിന്ന് നോക്കാൻ പോകുന്ന അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇത് കഴിഞ്ഞു. ഓക്കെ, അതായത് ഇത് നിങ്ങൾക്ക് എക്സാമിന് 2017 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. വേറെ ഒന്നുമല്ല. ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സോൾഡ് അറൌണ്ട് 15% ഓഫ് ഷെയർസ് ഓഫ് ദ കൊച്ചിൻ ഷിപ്പ്യാർഡ്. അതായത് കൊച്ചിൻ ഷിപ്പ്യാർഡ് ഗവൺമെന്റിന്റെ ആയിരുന്നല്ലോ. ഗവൺമെന്റിന്റെ കമ്പനി ആയിരുന്നു കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്ന് പറയുന്നത്. അതിന്റെ 15% എന്ത് ചെയ്തു?
ഗവൺമെന്റ് സോൾഡ് ചെയ്തു. ഫോർമർലി എ ഹോൾലി ഓൺഡ് ഗവൺമെന്റ് കമ്പനി ആയിരുന്നു. ആദ്യം അത് കംപ്ലീറ്റ് ഗവൺമെന്റ് കൺട്രോൾ ആയിരുന്നു. അതിലെന്താണ് 15% ഗവൺമെന്റ് സോൾഡ് ചെയ്തു അല്ലേ, വിറ്റു. ഐഡന്റിഫൈ ദ ടേം used to mention the above policy of government. Also explain in 2 objectives of policy. അതായത് ഗവൺമെന്റിന്റെ കയ്യിലുണ്ടായിരുന്ന ഷെയർസ് ഗവൺമെന്റ് വിറ്റു. അതിനെ നമ്മൾ എന്താ പറയുക? അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയാം. ഇതിൻ്റെ ആൻസർ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഔട്ട് ഓഫ് സിലബസ് ആയിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരും ചിലപ്പോൾ. പക്ഷെ അതുകൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തതാണ്. ഓക്കെ, ഇതിനെന്താ പറയാന്നറിയോ? അതായത് ഗവൺമെന്റ് ഓൺ ചെയ്ത സാധനം ഗവൺമെന്റ് വിൽക്കുക എന്ന് പറയുമ്പോൾ ആർക്കാ കൊടുക്കുക? പ്രൈവറ്റ് എൻറ്റിറ്റീസിനാണ് കൊടുക്കുക, പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിനാണ് കൊടുക്കുക അല്ലേ? അവരല്ലേ വാങ്ങിക്കാനുള്ളൂ. ഗവൺമെന്റ് അല്ലെങ്കിൽ വാങ്ങിക്കുന്ന ആരായിരിക്കും? പ്രൈവറ്റ് ആയിട്ടുള്ള ഓരോ കമ്പനികളായിരിക്കും. ഇതിനെ നമ്മൾ എന്താ പറയുക? എന്താ പറയാന്നറിയോ? പറഞ്ഞുതരാം. ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. അതായത് ഗവൺമെന്റ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നടത്തി, പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്ന സംഭവമില്ലേ, പ്രൈവറ്റൈസേഷനെയാണ് അതാണ് ഇവിടെ നടന്നിരിക്കുന്ന ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നതാണ് ഇവിടെ നടന്നത്. ഓക്കെ, അപ്പൊ നോക്കുക, എന്ന് വെച്ചാൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്യുക, അവളുടെ റോള് ഇൻക്രീസ് ചെയ്യുക അല്ലേ? പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ എന്താണ്, പ്രൈവറ്റ് സെക്ടറിന്റെ റോൾ ഇൻക്രീസ് ചെയ്യുക. പ്രൈവറ്റ് സെക്ടറിന്റെ റോള് ഇൻക്രീസ് ചെയ്യുക, എക്കണോമിക് ഗ്രോത്ത് അല്ലേ? എക്കണോമിക് ഗ്രോത്ത് ഒക്കെ ആയിരുന്നു അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ആ 4 ക്വസ്റ്റ്യൻ നോക്കി. നമ്മൾ 50 ഒന്നല്ല, 50-ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്തു. ഓക്കെ, 50-ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പോൾ സെറ്റ്, അപ്പോൾ റെഡി അല്ലേ? ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വരും, എക്സാമിന് ഷ്യൂർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെല്ലാം ബാച്ചിൽ പഠിച്ചതാണ്. അതേ കാര്യം നമ്മൾ വീണ്ടും മെഗാ മാരത്തോൺ എന്ന് പറഞ്ഞ 7 മണിക്കൂറായിട്ട് പഠിച്ചു. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഒന്നുകൂടെ ക്വസ്റ്റ്യൻസിലൂടെ വർക്കൗട്ട് ചെയ്തു. ഒത്തിരി തവണ നമ്മൾ പഠിച്ചു. ഈ ലൈവൊക്കെ നിങ്ങളൊന്ന് സ്ഥിരമായി, അല്ലെങ്കിൽ ഈ ലൈവൊക്കെ കംപ്ലീറ്റ് ആയിട്ടിരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? അപ്പം നാളത്തെ എക്സാം എന്ത് ചെയ്യുക? പോയി തകർക്കുക അങ്ങോട്ട്. ഓൾ ദ വെരി ബെസ്റ്റ്, ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, ഓക്കെ, ക്ലിയർ അല്ലേ? സെറ്റ്. ഓക്കെ, നാളെ പോയിട്ട് എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് എഴുതുക. നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഓക്കെ, ഞങ്ങൾ കുറേ എഫേർട്ട് ഉണ്ട്, അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ വരുള്ളൂ. ഒന്നും പേടിക്കണ്ട, സൂപ്പറായിട്ട് പോയിരിക്കുക, എക്സാം എഴുതുക, ടെൻഷൻ ആവുമെന്ന് വേണ്ട. നാളെ മോർണിംഗ് ബൂസ്റ്ററിൽ നമുക്ക് കാണാം. ഓക്കെ, അതായത് ക്രാഷ് ബാച്ച് പർച്ചേസ് ചെയ്തിട്ട് വീണ്ടും പറയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് നിങ്ങൾ അവരെയായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ, നമ്മുടെ ടെക്നിക്കൽ ടീമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ക്ലിയർ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒത്തിരി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ധൈര്യമായിട്ട് പോയി എക്സാം എഴുതുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. നിങ്ങളുടെ ഡേ ആണ് നാളെ. ഓക്കെ, സെറ്റ്. എൻ്റെയും ഞങ്ങളുടെയും. ഓക്കെ, അപ്പോൾ ടാറ്റ, ഗുഡ് നൈറ്റ്, ബൈ.